ഹലോ മക്കളെ, എൻ്റെ പേര് മുഹമ്മദ് ജാസർ. ഞാൻ കെമിസ്ട്രി ഫാക്കൽറ്റിയാണ്. ഇന്ന് നമുക്ക് എടുക്കാനുള്ളത് കെമിസ്ട്രിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റർ, ബേസായ ചാപ്റ്റർ, ജനറൽ ഓർഗാനിക് കെമിസ്ട്രി അല്ലെങ്കിൽ സം ബേസിക് പ്രിൻസിപ്പിൾ ഇൻ ടെക്നിക്സ് എന്ന് പറയുന്ന ഓർഗാനിക് കെമിസ്ട്രിയുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. വലിയ ചാപ്റ്ററാണ്, എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. നമുക്ക് ഒറ്റയടിക്ക് തീർക്കാൻ പറ്റത്തില്ല. നമ്മളിപ്പം റിവിഷൻ എടുക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ ബേസ് പറഞ്ഞേ പോകാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ചിരിക്കുക. ക്ലാസ്സുകൾ വേണ്ട ഭാഗങ്ങൾ കൃത്യമായി കാണുക. അറിയാത്ത കുട്ടികളുടെ അത് കൃത്യമായി മനസ്സിലാക്കുക. ബേസ് ആയതുകൊണ്ട് തന്നെ സം ബേസിക് പ്രിൻസിപ്പിൾ ആൻഡ് ടെക്നിക്സ് എന്നാണ് ചാപ്റ്ററിൻ്റെ പേര് തന്നെ. സോ നിങ്ങൾ എന്ത് ചെയ്യണം? ബേസിക് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, അപ്പം ജനറൽ ഓർഗാനിക് കെമിസ്ട്രിയാണ് പ്രധാനമായിട്ടും ഇവിടെ മക്കളെ നമുക്ക് എക്സാമിന് ചോദിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് 4 സെക്ഷനായിട്ട് അല്ലെങ്കിൽ 5 സെക്ഷനായിട്ടൊക്കെ ഈ ചാപ്റ്റർ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പം പ്രധാനമായിട്ടും എന്തൊക്കെയാണ് ചോദിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും ബേസിക് പ്രിൻസിപ്പിൾ ആൻഡ് ടെക്നിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററാണത്. ജനറൽ ഓർഗാനിക് കെമിസ്ട്രി നമ്മൾ പൊതുവെ പറയാറുണ്ട് ജനറൽ ഓർഗാനിക് കെമിസ്ട്രി എന്നുള്ളത്. സോ ബേസിക് പ്രിൻസിപ്പിൾ എങ്ങനെ കൊടുക്കാം? ബേസിക് പ്രിൻസിപ്പിൾ ഇൻ ഓർഗാനിക് കെമിസ്ട്രി എന്ന് കൊടുക്കാം. ബേസിക് പ്രിൻസിപ്പിൾ ഇൻ ഓർഗാനിക് കെമിസ്ട്രി. സോ ഓർഗാനിക് കെമിസ്ട്രി നമ്മൾ ഉപയോഗിക്കുന്ന കുറേ ബേസിക് പ്രിൻസിപ്പിൾസ് ഉണ്ട്. അതാണ് ഈ ചാപ്റ്റർ നമ്മൾ പഠിക്കാൻ പോകുന്നത്. സോ എല്ലാ കുട്ടികളും എൻ്റെ കൂടെ ഉണ്ടാവണം. ഓരോ കാര്യങ്ങൾ ഞാൻ പറയുമ്പോൾ അതിന് ഇമ്പോർട്ടൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കി വെക്കുക. കാരണം എങ്ങനെ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ഫ്രെയിം ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഓർഗാനിക്കിൽ ഫുൾ മാർക്ക് വേണം. അപ്പോൾ അതിനുവേണ്ടി എല്ലാ കുട്ടികളും എന്തെങ്കിലും കൃത്യമായിട്ട് പഠിക്കണം. അപ്പോൾ ഒരു ഉഴപ്പാൻ പാടില്ല. കൃത്യമായിട്ട് NCERT കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഓക്കെ, സം ബേസിക് പ്രിൻസിപ്പിൾ ഇൻ ഓർഗാനിക് കെമിസ്ട്രിയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. എല്ലാവരും എൻ്റെ കൂടെ ഇരിക്കുക. ഓക്കെ, ഇവിടെ മക്കളെ പ്രധാനമായിട്ടും എന്തൊക്കെ പഠിക്കണം എന്നുള്ളത് അതിൽ ജസ്റ്റ് ഒരു ഐഡിയ ഉണ്ടായിരിക്കണം. അതിൽ ഒന്നാമത് എക്സാം പോയിന്റ് ഓഫ് നിങ്ങൾ മനസ്സിലാക്കുന്നത് നെയിമിംഗ് ആണ്. നെയിമിംഗ് ഒരു ചോദ്യമാണ്, ഒരു പൊട്ടൻഷ്യൽ ചോദ്യമാണ്. പല കുട്ടികളും നെയിമിംഗ് അത്ര ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. ബട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ചിലപ്പോൾ നെയിമിംഗ് എന്തായാലും ചോദിക്കും. അപ്പോൾ നെയിമിംഗ് അറിഞ്ഞുള്ള ഗുണം എന്താ വെച്ചാൽ ഓർഗാനിക്കിൽ ഓരോ ചാപ്റ്ററുകളും നിങ്ങൾ നെയിമിംഗ് വളരെ ഇമ്പോർട്ടൻ്റ്. കാരണം ചിലപ്പോൾ നെയിമിംഗ് അല്ലെങ്കിൽ ഒരു IUPAC നെയിം തന്നിട്ട് എൻ്റെ റിയാക്ഷൻ തരുന്നുണ്ടാവും. 2,3 ഡൈമിഥൈൽ ബ്യൂട്ടൈൻ ഇങ്ങനെ റിയാക്ട് വിത്ത് ആൽക്കഹോളിക് AOH ഇങ്ങനെ പല ടൈപ്പ് ഓഫ് ചോദ്യം ഫ്രെയിം ക്വസ്റ്റ്യൻസ് കാണാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? അപ്പം 2,3 ഡൈമിഥൈൽ ബ്യൂട്ടാൻ ക്ലോറൈഡ് അങ്ങനെ എന്തെങ്കിലും ഞാൻ പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അങ്ങനെ അല്ലെങ്കിൽ ആൽക്കിൽ ഹാലൈഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ആൽക്കിൽ ഹാലിൻ്റെ പേര് തരുന്നു. അങ്ങനെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് IUPAC നെയിം വെച്ചിട്ട് റിയാക്ഷൻസ് കാണിക്കും. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യണം? അത് കൃത്യമായിട്ട് സ്ട്രക്ചർ വരയ്ക്കാൻ അറിയണം. അപ്പോൾ നെയിമിങ്ങും സ്ട്രക്ചർ അങ്ങോട്ട് ഇന്റർ കൺവേർട്ടബിളാണ്. അപ്പോൾ സ്ട്രക്ചർ എന്ന് നെയിം ചെയ്യാൻ പറ്റണം, നെയിമിങ് സ്ട്രക്ചർ വരയ്ക്കാനും പറ്റണം. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് ബേസാണ്. അപ്പോൾ അത് എല്ലാ ചാപ്റ്ററിലും ഉപകാരപ്പെടും. അതുകൊണ്ട് തന്നെ നെയിമിംഗ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. നെയിമിംഗ് സെപ്പറേറ്റ് ആയിട്ട് ചോദിക്കുന്ന കാര്യം കൂടി നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ശരി, അപ്പോൾ നെയിമിംഗ് ആണ് ഒന്നാമത്തെ നമ്മുടെ നീറ്റിന്റെ സിലബസ് അല്ലെങ്കിൽ നീറ്റിന്റെ ചോദ്യമായിട്ട് വരാൻ സാധ്യത ഒരു ഭാഗം. രണ്ടാമത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ ഐസോമറിസങ്ങളാണ് മക്കൾ. ഐസോമറിസം എല്ലാ ചാപ്റ്ററിലും കണക്റ്റഡാണ്. നമ്മളിപ്പം ഹൈഡ്രോകാർബൺ പഠിക്കുമ്പോൾ അവിടെ ഐസോമറിസം പഠിക്കുന്നുണ്ട്, ജിയോമെട്രിക്കൽ പഠിക്കുന്നുണ്ട് അല്ലേ? അതേപോലെ നമ്മൾ ഹലോ ആൽക്കേസ് സ്റ്റീരിയോ അതായത് ഒപ്റ്റിക്കൽ ഐസോമറിസം പഠിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ എല്ലാ ചാപ്റ്ററിലും ഇത് കണക്റ്റഡ് ആണ്, എല്ലാത്തിലും ഇത് സാധനം ഉണ്ട്. അപ്പോൾ ഐസോമറിസം എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും സ്ട്രക്ചറൽ ഐസോമറിസം ഉണ്ട്, അതേപോലെ തന്നെ സ്ട്രക്ചറലും ഉണ്ട്, സ്റ്റീരിയോയും ഉണ്ട്. സ്ട്രക്ചറൽ ഐസോമറിസം ഉണ്ട്, സ്റ്റീരിയോയും ഉണ്ട്. ഈ സ്റ്റീരിയോ എന്ന് പറയുന്നത് ജിയോമെട്രിക്കൽ അത് നമ്മൾ എവിടെ പഠിക്കുന്നു? ഹൈഡ്രോകാർബണിൽ പഠിക്കുന്നു. ആൻഡ് ഓൾറെഡി പഠിച്ചതാണ്. ദെൻ അഗെയിൻ നമ്മുടെ ഒപ്റ്റിക്കൽ ഐസോമറിസം ഉണ്ട്, അതെവിടെ പഠിക്കുന്നു? ഹാലോ ആൽക്കേസ് പഠിക്കുന്നു. അപ്പോൾ നമ്മൾ മെയിൻലി ഡീൽ ചെയ്യാൻ പോകുന്നത് എന്താണ്? സ്ട്രക്ചറൽ ഐസോമറിസം ആണ്. അത് ഈ ചാപ്റ്ററിൽ നമ്മൾ കൃത്യമായിട്ട് പഠിക്കും, സ്ട്രക്ചറൽ ഐസോമറിസം. ഇതാണ് രണ്ടാമത്തെ ചോദ്യം. സ്ട്രക്ചറൽ ഐസോമറിസം, അതായത് പൊസിഷണൽ ഐസോമറിസം, ഫംഗ്ഷണൽ ഐസോമറിസം അല്ലേ? ഇങ്ങനെ ഒരുപാട് ഐസോമറിസങ്ങളുണ്ട് അല്ലേ? ചൈന ഐസോമറിസം, പുഷൻ ഐസോമറിസം, ഫംഗ്ഷണൽ ഐസോമറിസം, മെച്ചാമറിസം, ടോട്ടോമറിസം, ഇങ്ങനെ കുറേ ഐസോമറിസങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഈ ചാപ്റ്റർ എന്ത് ചെയ്യാം? പഠിക്കാം. ഇനി അടുത്തത് മക്കളെ അതൊരു രണ്ടാമത്തെ പൊട്ടൻഷ്യൽ ചോദ്യമാണ്. നെയിമിംഗ് പറഞ്ഞു, ഐസോമറിസങ്ങൾ പറഞ്ഞു. ഇനി മൂന്നാമത് എന്താണ് ഈ ചാപ്റ്ററിൽ ചോദിക്കുക? സെക്ഷനായിട്ടാണ് ഞാൻ പറഞ്ഞത്. മൂന്നാമതാണ് റിയാക്ഷൻ മെക്കാനിസം. റിയാക്ഷൻ മെക്കാനിസം ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ബിക്കോസ് ഈ ചാപ്റ്റർ റിയാക്ഷൻ മെക്കാനിസം ആയിട്ടൊന്നും ചോദിക്കേണ്ടാവില്ല. പക്ഷെ അതിന്റെ കോൺസെപ്റ്റ്, ആ മെക്കാനിസം അറിഞ്ഞു കഴിഞ്ഞാൽ ഉള്ള ഗുണം എന്തെന്ന് വെച്ചാൽ നമുക്ക് ഈ ചാപ്റ്റർ എളുപ്പമായി മാറും. ബിക്കോസ് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് റിയാക്ഷൻ മെക്കാനിസം. കാണുമ്പോൾ എല്ലാ കുട്ടികൾക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, അല്ലെങ്കിൽ പേടിപ്പെടുത്തുന്ന സാധനമാണ് ഈ റിയാക്ഷൻ മെക്കാനിസം. പക്ഷെ ആക്ച്വലി എന്തല്ല, അത്ര വലിയ സംഭവമൊന്നുമില്ല. കാരണം നീറ്റിന്റെ പുതിയ ട്രെൻഡ് അല്ലെങ്കിൽ പഴയ നീറ്റ്, അതായത് നീറ്റ് ബിഫോർ NTA എന്ന് വെച്ചാൽ CBSE നടന്ന നീറ്റ് എന്ന് വെച്ചാൽ CBSE, അതായത് 2018 മുമ്പുള്ള നീറ്റ്, 2018 വരെ മുമ്പുള്ള നീറ്റ്. ആ നീറ്റ് എന്ന് പറയുമ്പോൾ അത് 2016 വരെ മക്കൾ എന്തായിരുന്നു? 2016 വരെ അത് APMT ആയിരുന്നു, APMT. അതിനുശേഷം 2017 2018 ആക്ച്വലി എന്ത് നടത്തുന്നത്? 2017 2018 CBSE പിന്നെ നീറ്റ് എക്സാം നടത്തുന്നത്. അതിന്റെ പേര് നീറ്റ് എന്നായിട്ടാണ്, നീറ്റ് എക്സാം നീറ്റ് എന്നാണ് പറയുന്നത്. 2016 വരെ ഇത് APMT ആയിരുന്നു. APMT മാറി നീറ്റ് ആയത് 2016. അപ്പോൾ നീറ്റ് ഫേസ് 1 നീറ്റ് ഫേസ് 2 നടത്തി.
അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഈ 2018 മുമ്പേയുള്ള പേപ്പർ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിന് കുറച്ച് ഓർഗാനിക് ഒരു സ്റ്റാൻഡേർഡിലെ ചോദ്യങ്ങളാണ്. റിയാക്ഷൻ മെക്കാനിസം കൃത്യമായിട്ട് അറിയേണ്ട, അല്ലെങ്കിൽ അത്രയും ഡീറ്റെയിൽ കോൺസെപ്റ്റ് അറിയണമായിരുന്നു. ബട്ട് നമ്മുടെ ഇപ്പോഴത്തെ പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ NTA നടത്തുന്നതെങ്കിൽ NTA എക്സാം 2019 ശേഷം എക്സാം എടുത്ത് നോക്കുകയാണെങ്കിൽ എന്താണ് നമ്മുടെ NCERT ലെവൽ, അതിന് തൊട്ട് മുകളിൽ അല്ലെങ്കിൽ NCERT എന്താണോ അത് തന്നെയാണ് ചോദിക്കുന്നത്. പക്ഷെ അതുമായി ബന്ധപ്പെട്ട കുറച്ച് ഹയർ ലെവൽ ചോദ്യങ്ങളും കൂടി ചോദിക്കുന്നുണ്ട്, അത്രയേ ഉള്ളൂ. അല്ലാതെ നമ്മൾ ഔട്ട് ഓഫ് ബോക്സിലേക്ക് ഒന്നും ചെയ്യുന്നില്ല, പോകുന്നില്ല. ഔട്ട് ഓഫ് റിയാക്ഷൻസ് അല്ലെങ്കിൽ ഔട്ട് ഓഫ് സിലബസ് റിയാക്ഷൻസ് ഒന്നും ചോദിക്കുന്നില്ല. പണ്ടത്തെ CBSE ആയിരുന്നെങ്കിൽ അതിന്റെ ഒരുപാട് ഒരു 10 ചോദ്യം 5 ചോദ്യങ്ങൾ ഓർഗാനിക്, ഒരു ചോദ്യം മേ ബി എന്തായിരിക്കും ഔട്ട് ഓഫ് ബോക്സ് ആയിരിക്കും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യേണ്ട, ഔട്ട് ഓഫ് ബോക്സിലേക്ക് ഒന്നും പോകണ്ട. ബട്ട് എന്നിരുന്നാലും നമ്മൾ അതിന്റെ ചോദ്യങ്ങൾ കൂടി ചെയ്യും. അതായത് ഓവർ ഔട്ടൊന്നും പഠിക്കുന്നില്ല, ബട്ട് നമ്മൾ കുറച്ച് കോൺസെപ്റ്റുകൾ പഠിക്കുന്ന കാര്യം നിങ്ങൾ മനസ്സിലാക്കി കോൺസെപ്റ്റുകൾ റെഡിയാക്കി വെക്കുക എന്നുള്ളത്. ബേസിക് ഐഡിയകൾ കൃത്യമാണ്. NCERT ഉള്ളത് മാത്രം ബേസിക് കൃത്യമാക്കി കഴിഞ്ഞാൽ ബാക്കി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പാൻഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം അതാണ് മെയിൻലി. അപ്പോൾ റിയാക്ഷൻ മെക്കാനിസം എന്ന് കേട്ട് നിങ്ങൾ പേടിക്കണ്ട. നമ്മൾ പണ്ട് പല സാറന്മാരും അല്ലെങ്കിൽ പണ്ട് നിങ്ങൾ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടായ വീഡിയോസിലൊക്കെ ഒരുപാട് റിയാക്ഷൻ മെക്കാനിസം ആണ്. അത്രയൊന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ളത് മാത്രം കൃത്യമായിട്ട് പഠിച്ചാൽ മതി. ദാറ്റ്സ് ഇറ്റ്. ഇനി നമുക്ക് അടുത്ത ഒരു എന്താണ് അപ്പൊ 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. എന്തൊക്കെയാ 3 കാര്യങ്ങൾ? ഓർഗാനിക്കിന്റെ ഇൻട്രൊഡക്ഷൻ വേണം, കാരണം വലിയ ചാപ്റ്റർ ആണ്. അപ്പൊ എന്തൊക്കെ പഠിക്കാൻ പോകാന്നുള്ള ഐഡിയ ഉണ്ടായിരിക്കണം. നെയിമിംഗ് ആണ്, ഐസോമറിസം, റിയാക്ഷൻ മെക്കാനിസം. ആൻഡ് 4th വൺ ഈസ് മക്കളെ എന്താ, ഐസൊലേഷൻ ആണ്. ഐസൊലേഷൻ ആൻഡ് പ്യൂരിഫിക്കേഷൻ. ഇത് മക്കളെ പക്ക എന്താണ്, പക്ക നമ്മുടെ ഫാക്ച്വൽ തിയററ്റിക്കൽ സാധനമാണ്. ഇതിന്റെ അകത്ത് പ്രധാനമായിട്ടുള്ളത് അവിടെ ക്വാളിറ്റേറ്റീവും ക്വാണ്ടിറ്റേറ്റീവിന്റെ അകത്ത് ക്വാണ്ടിറ്റേറ്റീവിന്റെ ചോദ്യങ്ങൾ മേ ബി ചോദിക്കാം. അത് വളരെ ചാൻസ് വളരെ കുറവാണ്, ചോദിച്ചു കണ്ട് വളരെ കുറവാണ്. ക്വാണ്ടിറ്റേറ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് പെർസെന്റേജ് ഓഫ് നൈട്രജൻ, പെർസെന്റേജ് ഓഫ് കാർബൺ, പെർസെന്റ് ഓഫ് ഹൈഡ്രജൻ, ഇങ്ങനെ ചോദ്യങ്ങൾ ന്യൂമറിക്കൽസ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, ഫ്രെയിം ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെ ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാം. ബാക്കിയുള്ളതൊക്കെ തിയററ്റിക്കൽ ആണ്. ഏതാണ് ഡ്യൂമാസ് മെത്തേഡിൽ എന്താക്കിട്ട്, ജെൽഡാസിൽ എന്താക്കിട്ട്, ഇങ്ങനെ ടൈപ്പ് ഓഫ് ചോദ്യങ്ങൾ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം അത്രയ്ക്കാണ് ഐസൊലേഷൻ, പ്യൂരിഫിക്കേഷൻ. അതിനകത്ത് പിന്നെ ഒരുപാട് മക്കളെ ടെക്നിക്സ് ഉണ്ട്. അതായത് നമുക്ക് പറയാൻ പറ്റും ഈ പിന്നെ ഒരുപാട് പ്യൂരിഫിക്കേഷൻ, ക്വാളിറ്റേറ്റീവ് ക്വാണ്ടിറ്റേറ്റീവ് നമുക്ക് ഒരുപാട് തിയററ്റിക്കൽ സാധനങ്ങളുണ്ട്. അപ്പൊ അത് നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. എങ്ങനെ ഇത് എങ്ങനെ ക്വാളിറ്റേറ്റീവ് കണ്ടുപിടിക്കാം എന്നുള്ള കാര്യങ്ങൾ, ഏതൊക്കെയാണ് അതിന്റെ കളർ ഫോം ചെയ്യുന്നതൊക്കെയാണ്, അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ. അതായത് സോഡിയം ഫ്യൂഷൻ എക്സ്ട്രാക്റ്റുകൾ, അതിനകത്തുള്ള കണ്ടന്റുകൾ, അങ്ങനെ ഒരുപാട് സിമ്പിൾ ചോദ്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഭാഗത്തുനിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഐസൊലേഷൻ, പ്യൂരിഫിക്കേഷൻ വരും. പിന്നെ അരോമാറ്റിക് കോമ്പൗണ്ടുകളാണ്. അരോമാറ്റിക് കോമ്പൗണ്ട്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഹൈഡ്രോ കാർബണിൽ കൃത്യമായിട്ട് ബെൻസീനെ പറ്റി പഠിക്കുന്നുണ്ടെങ്കിലും നമ്മൾ അതിന്റെ മെക്കാനിസം മൊത്തം അല്ലെങ്കിൽ അതിന്റെ കാര്യങ്ങൾ മൊത്തം ഈ ചാപ്റ്ററിലാണ് ഹക്കൽസ് റൂള്, അരോമാറ്റിസിറ്റി കാണിക്കുന്നത്. ഓക്കെ, ആ ഹക്കൽസ് റൂളുമായി ബന്ധപ്പെട്ട കോൺസെപ്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യും, ഈ ചാപ്റ്ററിലാണ് പറയാൻ പോകുന്നത്. ഇത്രയുമാണ് മക്കൾ നോക്കി, എല്ലാവരും നോക്കിയേ. നെയിമിംഗ്, ഐസോമറിസം, റിയാക്ഷൻ മെക്കാനിസം ആൻഡ് ഐസൊലേഷൻ, പ്യൂരിഫിക്കേഷൻ ആൻഡ് അരോമാറ്റിക് ഹൈഡ്രോ കാർബൺ. ഇത്രയുമാണ് നമ്മുടെ ജനറൽ ഓർഗാനിക് കെമിസ്ട്രിയുടെ ബേസ് എന്ന് പറയുന്നത്. ജനറൽ ഓർഗാനിക് കെമിസ്ട്രിയുടെ ബേസ് മക്കളെ മനസ്സിലാവുന്നുണ്ടോ? ജനറൽ ഓർഗാനിക് കെമിസ്ട്രിയുടെ ബേസ് ആണ് ഞാൻ എന്ത് ചെയ്തത് ഇവിടെ കാണിച്ചു തന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും കാര്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, നമ്മുടെ ചാപ്റ്ററിലേക്ക് ഇങ്ങനെ കയറാൻ പോവാണ് പതിയെ. ഓക്കെ, അപ്പൊ എല്ലാ കുട്ടികളും എന്ത് ചെയ്യണം, എല്ലാ കുട്ടികളും ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കാം. കാരണം ഇത് വലിയൊരു കോംപ്ലിക്കേഷൻ ഉള്ള കാര്യമൊന്നുമല്ല. ഇത് വളരെ സിമ്പിളായ കാര്യമാണ്. നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ടെൻഷൻ അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് നമുക്ക് ഡീൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, യെസ്. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ബേസ്. അപ്പൊ നെയിമിംഗ് ആണ് റെഡിയാക്കണം. നെയിമിംഗ് നോക്കുകയാണെങ്കിൽ റീസെന്റ് പ്രീവിയസ് ഇയറിലൊക്കെ നെയിമിംഗ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഓരോ കാര്യങ്ങൾ എന്ത് ചെയ്യണം, പതിയെ സെറ്റ് ചെയ്ത് കൊണ്ടുവരണം. റെഡി അല്ലേ, സെറ്റ് അല്ലേ? സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, തുടങ്ങാം. നമ്മൾ NCERTയുടെ ഇൻട്രഡക്ഷൻ ഭാഗം നോക്കുകയാണെങ്കിൽ കുറച്ച് തിയററ്റിക്കൽ പോയിന്റ് ഓഫ് വ്യൂ ഉണ്ട്. അവിടെ നമുക്ക് ചോദ്യങ്ങൾ മേ ബി ഫ്രെയിം ചെയ്തെടുക്കാൻ പറ്റും. മേ ബി സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളായിട്ടോ അല്ലെങ്കിൽ കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനൊക്കെ ചോദിക്കാൻ സാധ്യതയുള്ള കൈൻഡ് ഓഫ് ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യങ്ങൾ എക്സ്പെക്ട് ചെയ്യാം. നീറ്റിന് അങ്ങനെ വലിയ ചോദിക്കാൻ സാധ്യത കുറവാണ്. എന്നിരുന്നാലും നമ്മൾ അതിന്റെ കെമിസ്ട്രി ബിഹൈൻഡ് ഓഫ് ഓർഗാനിക് കെമിസ്ട്രി പഠിച്ചിരിക്കണം. ജസ്റ്റ് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഓക്കെ, സിമ്പിളി ഞാൻ പറയുമ്പോൾ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ എന്താ ആക്ച്വലി ചോദിച്ചു കഴിഞ്ഞാൽ, ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞ മക്കളെ എന്താണെന്ന് അറിയുന്നവരോട് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് പറഞ്ഞു കൊടുക്കാം. ഒരു ചാപ്റ്റർ പഠിക്കുവാണല്ലോ, അപ്പോൾ നമുക്ക് അതിന്റെ ഒരു സ്ട്രക്ചർ തന്നെ പഠിച്ചു പോകാം. ഓർഗാനിക് കെമിസ്ട്രി ആരാണ്, എന്താണ്, എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും. എന്താണ് ഓർഗാനിക് കെമിസ്ട്രി? ഓർഗാനിക് കെമിസ്ട്രി ഇസ് എ സ്റ്റഡി ഓഫ് എന്താണ് ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയുമ്പോൾ മക്കൾ എല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവണേ. ഓക്കെ, ഓർഗാനിക് കെമിസ്ട്രി എന്താണെന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ലെറ്റ്സ് സേ എന്താണ് ഓർഗാനിക് കെമിസ്ട്രി? ഇസ് എ സ്റ്റഡി, ഇസ് എ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി ആണ്. ഓർഗാനിക് കെമിസ്ട്രി ഇസ് എ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി. ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞാൽ ഓർഗാനിക് കെമിസ്ട്രി എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയാൻ പറ്റും ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി. ഇസ് എ ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി. ബ്രാഞ്ച് ഓഫ് കെമിസ്ട്രി ആണ്, കെമിസ്ട്രിയുടെ ബ്രാഞ്ച് ആണ്. വിച്ച് ഡീൽസ് വിത്ത് കാർബൺ കോമ്പൗണ്ട്സ്, അതായത് സ്റ്റഡി ഓഫ് കാർബൺ കോമ്പൗണ്ട്സ്. കാർബൺ കോമ്പൗണ്ടിന്റെ സ്റ്റഡി ആണ്, അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഓർഗാനിക് കെമിസ്ട്രി. നിങ്ങൾക്ക് അറിയാം. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, എല്ലാ കാർബൺ കോമ്പൗണ്ടും എന്തല്ല, ഓൾ കാർബൺ കോമ്പൗണ്ട്സ് എന്തല്ല ഓർഗാനിക് അല്ല. ഫോർ എക്സാമ്പിൾ കാർബൺ ഡൈ ഓക്സൈഡ് എന്തല്ല ഓർഗാനിക് കോമ്പൗണ്ട് അല്ല. അതേപോലെ തന്നെ പറയാൻ പറ്റും മക്കളെ കാർബൺ മോണോക്സൈഡ് എന്തല്ല ഓർഗാനിക് കോമ്പൗണ്ട് അല്ല. അപ്പൊ അത് കൃത്യമല്ല. കാർബണിന്റെ എല്ലാ കോമ്പൗണ്ട്സും അതുമായി ബന്ധപ്പെട്ട ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയാൻ പറ്റത്തില്ല. സോ നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റും മക്കളെ, സോ ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ can be defined as the study of, as a branch of chemistry,
deals with എന്താ മക്കളെ, deals with that contain carbon and hydrogen atoms. കാർബണും ഹൈഡ്രജൻ ആറ്റവും ഉണ്ടെങ്കിൽ അതിന്റെ ഹൈഡ്രോ കാർബൺസിനെ പറ്റിയുള്ള പഠനം, അല്ലെങ്കിൽ കാർബണും ഹൈഡ്രജൻ ആറ്റം ഉള്ള അല്ലെങ്കിൽ അതിന്റെ ഡെറിവേറ്റീവ്സും ഉള്ള അല്ലെങ്കിൽ അല്ലെങ്കിൽ ഹൈഡ്രോ കാർബൺസും അതിന്റെ ഡെറിവേറ്റീവ്സിനെ പഠനത്തിന് വിളിക്കുന്ന പേരാണ് ഓർഗാനിക് കെമിസ്ട്രി എന്ന് പറയാം. സോ എന്താണ് ഓർഗാനിക് കെമിസ്ട്രി? സിംപ്ലി അറിയുന്ന ബേസിക് ആണ്, ജസ്റ്റ് പറഞ്ഞതേ. ഹൈഡ്രോ കാർബൺസും അതിന്റെ ഡെറിവേറ്റീവ്സുകളും എന്ന് വെച്ചാൽ ഹൈഡ്രോ കാർബൺ എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, മിഥൈൻ ഒരു ഹൈഡ്രോ കാർബണാ. ഈ മിഥൈനെ മാറ്റി ഞാൻ ആരെ കയറ്റിയിരിക്കുകയാണ്, ഹൈഡ്രജനെ മാറ്റിയിട്ട് ഇത് മിഥൈനാണ്. ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ അതിനകത്തുള്ള ഹൈഡ്രജനെ മാറ്റിയിട്ട് നമുക്ക് വേറെ ഫംഗ്ഷൻ ഗ്രൂപ്പിനെ അറ്റാച്ച് ചെയ്ത് വെക്കാന്നാണ്. അപ്പോൾ ഇത് മിഥൈൻ ആണല്ലോ, ഹൈഡ്രജനെ മാറ്റിയിട്ട് ഞാൻ ആരെ കയറ്റുന്നു, OH ഗ്രൂപ്പിനെ കൊണ്ടിരുത്തുന്നു. അപ്പം തൊട്ട് നമുക്ക് CH3OH എന്ന് കിട്ടും അല്ലെ. അപ്പോൾ നമുക്ക് ഈ ഹൈഡ്രജനെ മാറ്റിയിട്ട് ആരെ വേണം റീപ്ലേസ് ചെയ്യാം? ലെറ്റ്സ് എക്സാമ്പിൾ ഞാൻ പറയാം, ഈ ഹൈഡ്രജനെ മാറ്റി നമുക്ക് ആരെ റീപ്ലേസ് ചെയ്യാം? ഇവിടെ നമുക്ക് വേണമെങ്കിൽ ആരെ റീപ്ലേസ് ചെയ്യാം മക്കളെ? നമുക്ക് OH റീപ്ലേസ് ചെയ്യാം. അപ്പോൾ ആൽക്കഹോളായി. ഈ ഹാലജനെ റീപ്ലേസ് ചെയ്യുമ്പോൾ എന്ത്? ആൽക്കിൽ ഹാലൈഡായി. NO റീപ്ലേസ് ചെയ്യാം. അതേപോലെ നമുക്ക് COH ആസിഡ് ആക്കാം. അങ്ങനെ പല ടൈപ്പ് ഇതൊക്കെ ഡെറിവേറ്റീവ്സുകളാണ്. അപ്പോൾ ഇവരൊക്കെ പഠനം, അപ്പോൾ ഹൈഡ്രോ കാർബൺസിന്റെയും അതിന്റെ ഡെറിവേറ്റീവുകളെയും പഠനത്തിന് വിളിക്കുന്ന പേരാണ് ഓർഗാനിക് കെമിസ്ട്രി. അത് ബ്രാഞ്ചാണ്, അത്ര മനസ്സിലാക്കി വെച്ചാൽ മതി. ബേസിക്കലി അത്രയുള്ള കാര്യം. ദെൻ അപ്പോൾ ആര് ചോദിച്ചാലും പറയല്ലോ, പറയും. പിന്നെ ഒരു കോൺസെപ്റ്റ് ഉണ്ട്, ഇത് NCERT ഉള്ളിലുള്ള സാധനങ്ങൾ പല ആൾക്കാരും വായിച്ചിട്ടുണ്ടായില്ല, പക്ഷേ കീം എക്സാമിനൊക്കെ ചോദിക്കുന്നതാണ്. എന്താണ് സംഭവം? അതൊരു കഥയാണ്. നമുക്ക് കഥ പോലെ കേട്ടിരുന്നാൽ മതി, കൂടുതലൊന്നും അതിൻ്റെ അകത്തില്ല. എന്താണ് കഥ? ഈ ആൻഷ്യൻ ടൈം, അതായത് പണ്ട് കാലങ്ങൾ നമ്മൾ വിചാരിച്ചിരുന്നത് ഓർഗാനിക് കോമ്പൗണ്ട് അല്ലെങ്കിൽ ഈ ഓർഗാനിക് കോമ്പൗണ്ട് ഉണ്ടാകുന്നത് എങ്ങനെയാണ്? വൈറ്റൽ ഫോഴ്സ്. അതായത് വൈറ്റൽ ഫോഴ്സ്. ഓർഗാനിക് കോമ്പൗണ്ട് ഒറിജിൻ ഉണ്ടായത് ഉത്ഭവം എങ്ങനെ? ഓർഗാനിക് കോമ്പൗണ്ട് ഉണ്ടാകുന്നത് വൈറ്റൽ ഫോഴ്സ് ആണ്. വൈറ്റൽ ഫോഴ്സ് എന്ന് പറയുമ്പോൾ ലിവിങ് ഗുഡ്, അതായത് ജീവനുള്ള വസ്തുക്കളിൽ നിന്നുമാണ് നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ടുകൾ ഉണ്ടാവുന്നതാണ് ആദ്യം വിചാരിച്ചിരുന്നത്. അപ്പം അങ്ങനെ വിചാരിച്ചത് പ്രൊഡക്ഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് എന്താണ്? ലിവിങ് ആയിട്ടുള്ള ബോഡി എന്നാണ് വൈറ്റൽ ഫോഴ്സ് എന്നാണ് പറയും. വൈറ്റൽ ഫോഴ്സ് തിയറി എന്നൊക്കെ പറയാറുണ്ട്, വൈറ്റൽ ഫോഴ്സ് തിയറി എന്നൊക്കെ പറയാറുണ്ട്. എനിവേ, പക്ഷേ സയൻറ്റിസ്റ്റ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഫ്രെഡറിക് വോഹ്ലർ എന്ന് പറയുന്ന സയന്റിസ്റ്റ് എന്തുണ്ടാക്കി മക്കളെ? യൂറിയ ഉണ്ടാക്കിയ. എന്തുണ്ടാക്കി? യൂറിയ. എക്സാമിന് ചോദിക്കുന്ന ചോദ്യമാണ്, കേരള എഞ്ചിനീയറിംഗ് ചോദിക്കുന്ന ചോദ്യം, യൂറിയ ആരാണ് ഉണ്ടാക്കിയത് എന്ന് ഫ്രെയിം ചെയ്യാം. കാരണം കീം എന്നൊക്കെ പറയുന്ന NCERT ബേസ്ഡ് പക്ക NCERT ഇങ്ങനെ വേർഡ് ബൈ വേർഡ് ചോദിക്കുന്ന അല്ലെങ്കിൽ സെന്റൻസ് ചോദിക്കാറുണ്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ട്. അപ്പോൾ യൂറിയ എന്ന് പറയുന്ന സാധനം ആരുണ്ടാക്കിയതാ? അതുണ്ടാക്കി ഫ്രെഡറിക് വോഹ്ലർ ആണ്. ഇവിടെ ലാബിൽ ഉണ്ടാക്കി. എങ്ങനെ ഉണ്ടാക്കിയെന്ന് ചോദിക്കുമ്പോൾ അത് ഇവിടെ ചോദ്യം ഇതാണ്, എങ്ങനെ ഉണ്ടാക്കി? അത് വേണമെങ്കിൽ നീറ്റും ചോദിക്കും. അമോണിയം സയനേറ്റ് എന്ന് പറയുന്ന അമോണിയം സയനേറ്റ്. അപ്പം യൂറിയ എവിടെ നിന്ന് ഉണ്ടായെന്ന് ചോദിക്കും. അമോണിയം സയനേറ്റ് എന്ന് പറയുന്നതാണ് CH4CNO. ഇതാണെന്ത്? അമോണിയം സയനേറ്റ് എന്ന് പറയുന്നത്. അമോണിയം സയനേറ്റ്. ഈ അമോണിയം സയനേറ്റ് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അമോണിയം സയനേറ്റ് ഹീറ്റ് ചെയ്ത് എന്ത് കിട്ടും മക്കൾ? നിങ്ങൾക്ക് യൂറിയ കിട്ടും. എങ്ങനെ? ഇവിടെ നിങ്ങൾക്ക് എന്ത് കിട്ടും? NH2CONH2 എന്ന് കിട്ടും. NH2CONH2 ഇതാണെന്ത്? യൂറിയ എന്ന് പറയുന്നതാണ് യൂറിയ. അപ്പോൾ യൂറിയ എന്ന് പറയുന്നത് എന്താണ്? NH2CONH2 ആണ്. ഓക്കെ, അപ്പോൾ യൂറിയ കിട്ടി. അപ്പോൾ നമുക്ക് മനസ്സിലാക്കും യൂറിയ എന്നൊരു ഓർഗാനിക് കോമ്പൗണ്ടാ. അപ്പോൾ ഓർഗാനിക് കോമ്പൗണ്ടിന് നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റും? എവിടെ നിന്നുണ്ടാക്കാം? അമോണിയം സയനേറ്റ് എന്ന് പറഞ്ഞാൽ മറ്റൊരു കോമ്പൗണ്ട് ഉണ്ടാക്കാൻ പറ്റി. അപ്പോൾ ലിവിങ് ബോഡി അല്ലെങ്കിൽ ഒരു ജീവനുള്ള വസ്തു വേണോ? നിർബന്ധമായിട്ടും വേണോ? ഇതുണ്ടാക്കാൻ വേണ്ട, ലാബിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യം ആര് മനസ്സിലാക്കി? ഫ്രെഡറിക് വോഹ്ലർ മനസ്സിലാക്കി. അപ്പോൾ അതോടുകൂടി നമ്മൾ ആ ഒരു തിയറി, അതായത് വൈറ്റൽ ഫോഴ്സ് തിയറി എന്ത് ചെയ്ത് തെറ്റി. അങ്ങനെയൊന്നുമില്ല, നമുക്ക് ജീവനുള്ള വസ്തുവിനെ മാത്രം ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് പറയാം. ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ശരീരത്തിലുള്ള ബയോമോളിക്യൂൾസിലൊക്കെ ഓർഗാനിക്കാണ്. കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ അല്ല, അതൊക്കെ ഓർഗാനിക്കാണ്. കാർബണും ഹൈഡ്രജനും ഒക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവരും വിചാരിച്ചത് എന്താണ്? അത് ജീവനുള്ള വസ്തുവിൽ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നാണ്. പക്ഷെ അങ്ങനെയൊന്നും അല്ല. ഇപ്പോൾ ലാബിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യം മനസ്സിലാക്കി. പിന്നെ നമുക്ക് ഒരുപാട് സയന്റിസ്റ്റ്, അതായത് നമുക്ക് കുറെ NCERT പറയുന്നുണ്ട് കുറച്ച് സയന്റിസ്റ്റുള്ള പേര്, ജസ്റ്റ് നോട്ട് ചെയ്താൽ മതി, വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. അതായത് നമുക്ക് പറയുകയാണെങ്കിൽ ഒന്ന് പിന്നെ കോപ്സ് ഇലക്ട്രോളിസിസ്. ഈ കോപ്പ് എന്ന് കണ്ടുപിടിച്ച് മക്കളെ അസറ്റിക് ആസിഡ് ഉണ്ടാക്കി. അസറ്റിക് ആസിഡ് സിന്തസിസ് ചെയ്തു. അതേപോലെ തന്നെ ബർത്തിലോട്ട് എന്ത് ചെയ്തു? മിഥൈൻ ഉണ്ടാക്കി. മിഥൈൻ. ഇതൊക്കെ എന്താണ്? സയന്റിസ്റ്റിന്റെ പേര്. അപ്പോൾ ഒരുപാട് സയന്റിസ്റ്റ് ഇങ്ങനെ ഉണ്ടാക്കാൻ തുടങ്ങി ഓരോ ഓർഗാനിക് കോമ്പൗണ്ടുകൾ എന്ന കാര്യം ജസ്റ്റ് NCERT പറയുന്നുണ്ട്. പിന്നെ മക്കളെ എക്സാമിന് ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കെമിസ്ട്രി ബിഹിൻ എക്സിസ്റ്റൻസ് ലാർജ് നമ്പർ ഓഫ് കാർബൺ കോമ്പൗണ്ട്. അതായത് നിങ്ങൾക്കെല്ലാം അറിയാം, ലോകത്ത് ഒരുപാട് കാർബൺ കോമ്പൗണ്ട്, ഓർഗാനിക് കെമിസ്ട്രിയിൽ വലിയൊരു ശാഖയാണ്. ഒരുപാട് കോമ്പൗണ്ടുകൾ, ലാർജ് നമ്പർ ഓഫ് കാർബൺ കോമ്പൗണ്ടുകൾ ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും? വൈ എന്ന ചോദ്യം ഉണ്ടാവില്ല. എന്തുകൊണ്ടാണ് ഇത്രയും ലാർജ് നമ്പർ ഓഫ് കാർബൺ കോമ്പൗണ്ട് ഉണ്ടായത്? അപ്പം കെമിസ്ട്രി ബിഹൈൻഡ് എക്സിസ്റ്റൻസ് ഓഫ് ലാർജ് നമ്പർ ഓഫ് കാർബൺ കോമ്പൗണ്ട്സ്. അതിന് കെമിസ്ട്രി എന്താണെന്ന് ചോദിക്കും. എന്തുകൊണ്ടായിരിക്കാം? കെമിസ്ട്രി ബേസിൽ വേണം ചോദിക്കാം. കെമിസ്ട്രി ബേസിൽ എന്തുകൊണ്ടാണ് ഇത്രയും നമ്പർ ഓഫ് കാർബൺ കോമ്പൗണ്ട്സ് ഉണ്ടാകുന്ന ചോദ്യം വന്നാൽ അത് NCERT പോയിന്റ്സാണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന പോയിന്റ് പറഞ്ഞാൽ കാർബൺ കുറെ പ്രത്യേകതകളുണ്ട്. ആ പ്രത്യേകതകളാണ് നിങ്ങൾ പഠിക്കേണ്ടത്. പ്രത്യേകതകൾ എന്താണ് പ്രത്യേകത? ഒന്ന് ടെട്രാ വാലൻസി ഓഫ് കാർബൺ ആണ്. കാർബണിന്റെ വാലൻസി എന്താ മക്കളെ? ടെട്രാ വാലൻസി ഓഫ് കാർബണിന്റെ വാലൻസി 4. അപ്പം ഒരുപാട് 4 ഇലക്ട്രോൺസ് എന്ത് ചെയ്യാൻ പറ്റും? ഇങ്ങനെ എന്ത് ചെയ്യാം? എത്രയും ആൾക്കാരുമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അതിന് ഷെയർ ചെയ്യാൻ പറ്റും അല്ലേ? അപ്പം വാലൻസി ഓഫ് കാർബൺ 4 ആയതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാം മക്കളെ? വാലൻസി ഒക്ടറ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, കാരണം നിങ്ങൾക്ക് അറിയാം ഇവിടുത്തെ 2 ഇലക്ട്രോൺ 4 8 ഇലക്ട്രോൺസ് അല്ലേ? അപ്പം ഒക്ടറ്റ് കംപ്ലീറ്റ് ആകും. അപ്പം അത് അത്രയും ആൾക്കാരുമായിട്ട് എന്ത് ചെയ്യും? ബോണ്ടിങ്ങിൽ ഏർപ്പെടും.
ബട്ട് വാലൻസി 4 ആയതുകൊണ്ട് തന്നെ അതിന് അത്രയും കോമ്പൗണ്ടുകൾ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അബിലിറ്റി ടു ഫോം ജസ്റ്റ് ഇതിന്റെ പേര് മാത്രം പഠിച്ചിരുന്നത്. അബിലിറ്റി ടു ഫോം എന്താണ്? അബിലിറ്റി ടു ഫോം മൾട്ടിപ്പിൾ ബോണ്ട്സ്. മക്കളെ കാർബൺ സിംഗിൾ ബോണ്ട് മാത്രമാണ് ഉണ്ടാക്കുക, അല്ല കാർബൺ ഡബിൾ ബോണ്ട് ഉണ്ടാക്കാം, നമുക്ക് കാർബൺ ഡബിൾ ബോണ്ട് ഉണ്ടാക്കാം, കാർബൺ ട്രിപ്പിൾ ബോണ്ട് ഉണ്ടാക്കാം അല്ലേ. അപ്പൊ കാർബൺ എന്ത് ചെയ്യും? കാർബൺ മാത്രമായിട്ട് ഉണ്ടാക്കാൻ പറ്റും, അല്ല കാർബൺ നൈട്രജനായിട്ട് ഉണ്ടാക്കാം, അതേപോലെ തന്നെ കാർബൺ ഓക്സിജനായിട്ട് ഉണ്ടാക്കാം, ഇങ്ങനെയൊക്കെ സിംഗിൾ ബോണ്ട്. അപ്പൊ അബിലിറ്റി ടു ഫോം മൾട്ടിപ്പിൾ ബോണ്ട്സ് വിത്ത് കാർബണും അങ്ങ് അതുപോലെ തന്നെ മറ്റുള്ള എലിമെന്റ്സുമായിട്ട് ഇതേപോലെ മൾട്ടിപ്പിൾ ബോണ്ട്സുകൾ ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. ഓക്കെ അല്ലേ? ഓക്സിജൻ ഉണ്ടാക്കാം, നൈട്രജനായിട്ട് ഉണ്ടാക്കാം, ഒക്കെ ഉണ്ടാക്കാം. അങ്ങനെ ഹൈബ്രിഡൈസേഷൻ എന്തൊക്കെ ഉണ്ടാവും? ഹൈബ്രിഡ് കാർബൺ സിംഗിൾ ബോണ്ട് ആണെങ്കിൽ എന്താണ്? sp3 ആണ്. കാർബൺ ഡബിൾ ബോണ്ട് ആണ്, sp2 ആണ്. കാർബൺ ട്രിപ്പിൾ ബോണ്ട് ആണ്, sp ആണ്. ഇതൊക്കെ ഞാൻ ബേസിക് ആയിട്ട് പറയാണ് മക്കളെ. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന എനിക്കറിയാം, ബട്ട് എന്നിരുന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കാം. അതേപോലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരുപാട് ഓർഗാനിക് കോമ്പൗണ്ട് കാർബൺ കാണിക്കാനുള്ള പ്രധാനപ്പെട്ട റീസൺ എന്ന് പറയുന്ന മറ്റൊരു പോയിന്റ് ആണ് എന്ത്? കാറ്റിനേഷൻ എന്ന് പറയും. കാറ്റിനേഷൻ സെൽഫ് ലിങ്കിങ് പ്രോപ്പർട്ടി ആണ് കാറ്റിനേഷൻ. അത് കാർബൺ ഇങ്ങനെ ചെയിൻ പോലെ ഇങ്ങനെ പോകാൻ പറ്റും, ഇങ്ങനെ കണക്ട് ചെയ്ത് ചെയിൻ പോലെ ഇങ്ങനെ പോകും. അതിനോട് കാറ്റിനേഷൻ പ്രോപ്പർട്ടി. അപ്പോൾ കാറ്റിനേഷൻ പ്രോപ്പർട്ടി ആർക്കാണ്? സെൽഫ് ലിങ്കിങ് പ്രോപ്പർട്ടി ആണെന്ന്. ഒരു എലമെന്റ് സെൽഫ് ലിങ്കിങ് പ്രോപ്പർട്ടി ആണെന്ന് കാറ്റിനേഷൻ എന്ന് പറയുന്നത്. അത് ആർക്കുണ്ട്? കാർബൺ ഉണ്ട്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് പോയിന്റ്. ഇത് മക്കളെ നാലാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഐസോമറിസം. കാർബൺ എന്ത് കാണിക്കാൻ പറ്റും? നമുക്ക് ഐസോമറിസം കാണിക്കാൻ പറ്റും. അതായത് മക്കളെ നമുക്കറിയാം ഹാവിംഗ് സെയിം മോളിക്കുലർ ഫോമിൽ ഇപ്പോൾ ഡിഫറൻറ്റ് സ്പേഷ്യൽ അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ സ്ട്രക്ചർ, ഈ പറയുന്ന സ്ട്രക്ചറൽ അറേഞ്ച്മെന്റിനോ സ്പേഷ്യൽ അറേഞ്ച്മെന്റിനോ സ്ട്രക്ചറൽ അറേഞ്ച്മെന്റ് ഉണ്ടാക്കുന്ന മാറ്റം, സ്ട്രക്ചറിൽ മാറ്റം വന്നിട്ട് ഉണ്ടാകുന്ന ഐസോമേഴ്സിനെ വിളിക്കുന്ന സ്ട്രക്ചറൽ ഐസോമേഴ്സ് വന്നു. സ്പേസിൽ 3 ഡയമെൻഷണൽ വ്യൂവില് സ്പേഷ്യൽ അറേഞ്ച്മെന്റ് മാറ്റം വന്നിട്ട് സെയിം മോളിക്കുലർ ഫോമിൽ ഡിഫറൻറ്റ് സ്പേഷ്യൽ അറേഞ്ച്മെന്റ് ആണെങ്കിൽ അത്തരത്തിലുണ്ടാകുന്ന ഐസോമേഴ്സിനെ വിളിക്കുന്ന പേരാണ് സ്റ്റീരിയോ ഐസോമേഴ്സ് നമ്മൾ പഠിച്ചതാണ്. ഒപ്റ്റിക്കലും ജിയോമെട്രിക്കലും ഇനിവേ. അപ്പം ഇത് ഐസോമേഴ്സുകൾ ഒരുപാട് കാണിക്കാൻ പറ്റുന്നത് കൊണ്ട് തന്നെ മക്കൾ എന്ത് ചെയ്യാൻ പറ്റും? ഒരുപാട് കോമ്പൗണ്ടുകൾ ഉണ്ടാക്കാൻ പറ്റുന്ന കാര്യം അറിഞ്ഞിരിക്കാം. കാരണം എന്താ? സിസ്റ്ററിന്റെ ട്രാൻസ് ഉണ്ടാകും, മനസ്സിലാവുന്നുണ്ടോ? അപ്പം ഡിഫറെന്റ് കോമ്പൗണ്ടുകൾ ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നുള്ള കാര്യം കൂടി നിങ്ങൾ നോക്കുക. അപ്പോൾ 4 പോയിന്റുകൾ എന്തെല്ലാമാണ്? ലാർജ് നമ്പർ ഓഫ് കാർബൺ കോമ്പൗണ്ട്സ് അല്ലെങ്കിൽ ലാർജ് നമ്പർ ഓഫ് കാർബൺ കോമ്പൗണ്ട് ഉണ്ടാവുന്ന റീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെട്രാവാലൻസി, അബിലിറ്റി ഫോർ മൾട്ടിപ്പിൾ ബോണ്ട്സ്, കാറ്റിനേഷൻ ആൻഡ് സെൽഫ് ഐസോമേഴ്സ് എന്നുള്ള കാര്യം കൂടി എന്ത് ചെയ്യാം? ഒന്ന് ഇൻട്രൊഡക്ഷന്റെ ഭാഗങ്ങളായിട്ട് നിങ്ങൾ ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയുമാണ് നമ്മളൊരു വലിയൊരു 2-3 പാരഗ്രാഫായിട്ട് NCERT കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ അവിടെ എന്തൊക്കെയാണ് ഓർക്കേണ്ടതെന്നുള്ള കാര്യം ജസ്റ്റ് നോക്കിയാൽ മതി. ഒന്ന്, ജനറൽ ഇൻട്രഡക്ഷൻ്റെ അകത്ത് പ്രധാനമായിട്ടും ഇവിടെ പറയുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ് വൈറ്റൽ ഫോഴ്സ് എന്ന് പറയുന്ന തിയറി? ഞാൻ പറഞ്ഞില്ല നിങ്ങളോട്, ജീവനുള്ള വസ്തുക്കളിൽ നിന്നുണ്ടാക്കുന്ന അല്ലെങ്കിൽ ലിവിങ് ബോഡിയിനുള്ളിൽ നിന്നുണ്ടാക്കുകയാണ് ഓർഗാനിക് കോമ്പൗണ്ട് എന്ന് പറയുന്നത്. അത് ബെർസീലിയസ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് ആണ്. അതാണ് ബെർസീലിയസ്. അതൊരു ചോദ്യമാണ്. അപ്പോൾ വൈറ്റൽ ഫോഴ്സ് തിയറി പറഞ്ഞാൽ ബെർസീലിയസ് ആണ് ഓർഗാനിക് കോമ്പൗണ്ട് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. ഇനി അതേപോലെ തന്നെ അത് റിജക്ട് ചെയ്തത് ആരാണ്? ആരാന്ന് വെച്ചാൽ പറയണം, നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടതാണ്. ഫ്രെഡറിക് വോഹ്ലർ. അദ്ദേഹം എന്താ പറഞ്ഞത്? അത് നമുക്ക് ഒരു ഓർഗാനിക് കോമ്പൗണ്ട് ഉണ്ടാക്കാം. എങ്ങനെ? ഇനോർഗാനിക് കോമ്പൗണ്ട് ഉള്ള അമോണിയം സൈൻ. അപ്പോൾ അമോണിയം സൈൻ ഇനോർഗാനിക് കോമ്പൗണ്ട് ആണ്. ഇനോർഗാനിക് കോമ്പൗണ്ടായ അമോണിയം സൈനിനെ ഹീറ്റ് ചെയ്യുക ലാബിൽ വെച്ചിട്ട്. അപ്പോൾ എന്തുണ്ടാക്കാൻ പറ്റും? നമുക്ക് യൂറിയ എന്ന് പറയുന്ന ഓർഗാനിക് കോമ്പൗണ്ട് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ള കാര്യം ആര് പറഞ്ഞു? നമ്മുടെ ഫ്രെഡറിക് വോഹ്ലർ പറഞ്ഞു. അപ്പോൾ അതോടുകൂടി വൈറ്റൽ ഫോഴ്സ് തിയറി ബെർസീലിയസ് റിജക്ട് ചെയ്യപ്പെട്ടു എന്ന കാര്യം നോക്കി വെക്കുക. ഇനി NCERT പോയിന്റ് ഓഫ് വ്യൂ പഠിക്കാനുള്ള എന്താണ് മക്കളെ? കോൾബ് എന്ന് പറയുന്ന സയൻസ് എന്ത് കണ്ടുപിടിച്ചു? അസറ്റിക് ആസിഡ് കണ്ടുപിടിച്ചു. അതേപോലെ തന്നെ ബെർത്തിലോട് സയൻസ് എന്തുണ്ടാക്കി? മിഥൈൻ ഉണ്ടാക്കി എന്ന കാര്യം NCERT പറയുന്നുണ്ട്. ഇനി മക്കളെ അത്രയും ഉള്ളൂ കാര്യങ്ങൾ. പിന്നെ എന്തുകൊണ്ടാണ് ഒരുപാട് നമുക്ക് ഓർഗാനിക് കെമിസ്ട്രിയിൽ അല്ലെങ്കിൽ കാർബൺ കോമ്പൗണ്ട് ഒരുപാട് എക്സിസ്റ്റ് ചെയ്യാൻ റീസൺ? ഒന്ന് ടെട്രാവാലൻസി ഓഫ് കാർബൺ കോമ്പൗണ്ട് ആണ്. ടെട്രാവാലൻസി ഓഫ് കാർബൺ 4 വാലൻസി ഉള്ള കാര്യങ്ങൾ ഓർത്തിരിക്കുക. അതേപോലെ തന്നെ ഹൈബ്രിഡൈസേഷൻ sp2 sp3 കാര്യം ഓർത്തിരിക്കുക. അതേപോലെ തന്നെ മറ്റേ സം ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സുകൾ പറയാം നമുക്ക് വേണമെങ്കിൽ. പിന്നെ അതേപോലെ ഞാൻ ഓൾറെഡി നിങ്ങൾ എക്സ്ട്രാ പോയിന്റ് പഠിപ്പിച്ചത് എന്തൊക്കെ? കാർബൺ ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും അല്ലെങ്കിൽ കാറ്റിനേഷൻ പ്രോപ്പർട്ടി പഠിപ്പിച്ചു. അതേപോലെ നിങ്ങൾ എന്ത് പഠിപ്പിച്ചു? അബിലിറ്റി ഫോർ മൾട്ടിപ്പിൾ ബോണ്ട്, അതായത് കാറ്റിനേഷൻ പ്രോപ്പർട്ടി, അബിലിറ്റി ഫോർ മൾട്ടിപ്പിൾ ബോണ്ട്, ഐസോമറിസങ്ങൾ. ഇതൊക്കെ നിങ്ങൾ അഡീഷണൽ ആയിട്ട് ഇവിടെ നോട്ട് ചെയ്ത് വെക്കേണ്ട പോയിന്റുകളാണ്. ഓക്കെ, യെസ്, ദാറ്റ്സ് എ തിങ്. ഇനി മക്കൾ നമ്മൾ എങ്ങോട്ട് പോവാണ്? റെപ്രസെന്റേഷൻ ഓർഗാനിക് കോമ്പൗണ്ട്. ഒരു ഓർഗാനിക് കോമ്പൗണ്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുകയാണെങ്കിൽ ബേസ് ആണ് മക്കളൊക്കെ ബേസ് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ചാപ്റ്റർ ഇങ്ങനെ സ്റ്റെപ്പ് തീർക്കണം. അവർ സ്ട്രക്ചർ റെപ്രസെന്റ് ഓർഗാനിക് കോമ്പൗണ്ട് നമ്മൾ സ്ട്രക്ചറൽ റെപ്രസെന്റ് ചെയ്യാണ്. സ്ട്രക്ചറൽ റെപ്രസെന്റേഷൻ എനിക്ക് അറിഞ്ഞുകൂടാത്ത കുട്ടികൾ ഇതിനകത്ത് ഉണ്ടാവും, എനിക്കറിയാം. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. അറിയുന്നവരൊക്കെ സ്കിപ്പ് ചെയ്ത് പോവുക. സ്ട്രക്ചറൽ റെപ്രസെന്റേഷൻ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്. ഒരു ഓർഗാനിക് കോമ്പൗണ്ട് നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം, സ്ട്രക്ചറൽ റെപ്രസെന്റ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. കുറേ മെത്തേഡിൽ NCERT പറയുന്നുണ്ട്. അതിൽ ഒന്നാണ് മക്കളെ എന്തെന്ന് അറിയാം മക്കളെ? ഒന്ന് കംപ്ലീറ്റ് സ്ട്രക്ചറൽ ഫോർമുല. കംപ്ലീറ്റ് സ്ട്രക്ചറൽ ഫോർമുല എന്ന് പറയും. ഒന്ന് കംപ്ലീറ്റ് സ്ട്രക്ചറൽ ഫോർമുലയാണ്. എക്സാമ്പിൾ പറയാണ്, ഇഥൈൻ വരയ്ക്കാൻ പറയുന്നത് വരയ്ക്കും CH3. ഇതാണ് കംപ്ലീറ്റ് സ്ട്രക്ചറൽ ഫോർമുല എന്ന് പറയുന്നത്. ഇഥൈൻ്റെ കംപ്ലീറ്റ് സ്ട്രക്ചറൽ ഫോർമുല. ഇതാണ് കംപ്ലീറ്റ് സ്ട്രക്ചറൽ ഫോർമുല. രണ്ട് നിങ്ങളോട് മനസ്സിലാക്കേണ്ട, ഇതൊക്കെ മനസ്സിലാക്കിയാൽ അതുകൊണ്ട് ചോദ്യങ്ങളൊന്നുമില്ല. അതാണ് കണ്ടൻസ്ഡ് സ്ട്രക്ചറൽ ഫോർമുല. കണ്ടൻസ്ഡ് സ്ട്രക്ചറൽ ഫോർമുല എന്ന് പറയും. അപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ
സ്ട്രക്ചറൽ ഫോമിൽ. അതായത് നമുക്ക് കാണിക്കാം ഇഥൈൻ എങ്ങനെ കാണിക്കാൻ പറ്റും. ഇഥൈൻ എന്ന് പറയുമ്പോൾ CH3 ഇതാണ് കണ്ടൻസ്ഡ്. അപ്പൊ കണ്ടൻസിന്റെ എക്സ്പാൻഡ് ഫോം ആണ് എന്ത് കംപ്ലീറ്റ്. അപ്പൊ കണ്ടൻസിന്റെ എക്സ്പാൻഡ് ഫോം ആണ് കംപ്ലീറ്റ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ മക്കളെ, സെറ്റ് അല്ലേ. ഇനി അടുത്തതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബോണ്ട് ലൈൻ. ബോണ്ട് ലൈൻ റെപ്രസെന്റേഷൻ. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാനം. ആദ്യത്തെ രണ്ട് നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതാണ്. ബോണ്ട് ലൈൻ റെപ്രസെന്റേഷൻ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ മനസ്സിലാക്കി വെക്കുക. ബോണ്ട് ലൈൻ റെപ്രസെന്റേഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ സിഗ്സാഗ് ആയിട്ട് ഇങ്ങനെ കൊടുക്കുന്ന പരിപാടി. സിഗ്സാഗ് ആയിട്ട് ഇവിടെ മനസ്സിലാക്കുന്ന കാര്യം എന്ന് വെച്ചാൽ സിഗ്സാഗ് ആയിട്ട് കൊടുക്കുമ്പോൾ നിങ്ങൾ ഈ ഓരോ കുനിപ്പുകൾ അല്ലെങ്കിൽ ഒരു കോർണേഴ്സും എന്താണ് ആക്ച്വലി ഉദ്ദേശിക്കുന്നത്. ഇതൊക്കെ കാർബൺ ആറ്റംസ് ആണ്. എന്താണ് കാർബൺ ആണ്. ഇതൊക്കെ കാർബൺ ആണ്. ഓക്കെ, സിഗ്സാഗ് ആയിട്ട് കൊടുക്കുക. പിന്നെ അതേപോലെ ബ്രാഞ്ചുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം. ബ്രാഞ്ചുകൾ ഉണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യുക, ഒരു ബ്രാഞ്ചിന്റെ മിഥൈലാണ് ഇങ്ങനെ ബ്രാഞ്ചുകൾ കൊടുക്കുക. ഡബിൾ ബോണ്ടുകൾ അവിടെ റെപ്രസെന്റ് ചെയ്യുക. അപ്പോൾ ഞാനിത് പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് സിമ്പിളി ഞാൻ എന്ത് ചെയ്യാണ്, അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് നിങ്ങളെ കാണിച്ചു തരാം. അപ്പൊ അതിലൂടെ നിങ്ങൾ പഠിക്കാം. ഫോർ എക്സാമ്പിൾ ഞാൻ പറയട്ടെ, ഇതാണെന്ന് വിചാരിക്കും. അപ്പൊ ബേസിക്കലി മനസ്സിലാക്കേണ്ടത് ഈ CH3 നമ്മൾ ഇങ്ങനെ എഴുതാറില്ലേ, അയാൾ ഞാൻ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാണ്. സിമ്പിളി ഞാൻ വര പോലെ റെപ്രസെന്റ് ചെയ്യുന്നു. ഇവിടെ കാർബൺ ഉണ്ട്, ഇവിടെയും കാർബൺ ഉണ്ട്. പിന്നെ ഹൈഡ്രജൻ നമ്മളിവിടെ കാണിക്കൂല. ബോണ്ടിനെ റെപ്രസെന്റ് എന്ത് കാണിക്കില്ല, ഹൈഡ്രജനെ കാണിക്കില്ല. അതിന്റെ അർത്ഥം CH3 ഇടയിൽ ഒരു ബോണ്ട് ഉണ്ട്. ഇതാണ് സംഭവം. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിളി കാണിക്കാം മക്കളെ. ഞാൻ കാണിക്കുന്നു CH3 ഇങ്ങനെ കാണിക്കാന്നായിരിക്കും. പിന്നെ അർത്ഥം എന്താ, ഇത് CH3 ആണ്, ഇത് CH2 ആണ്, ഇത് CH3 ആണ്, ഇത് CH3 ആണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ ഇതിന് പകരം നമ്മൾ എന്ത് ചെയ്താണ് മക്കളെ, ഇതുപോലെ സിഗ്സാഗ് ആയിട്ട് എഴുതിയിട്ട് ബോണ്ടിനെ റെപ്രസെന്റേഷൻ കാണിക്കുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഈ ചെങ്ങൈന്റെ പേര് നിങ്ങൾ പറഞ്ഞേ, എല്ലാ കുട്ടികളും ഇതിന്റെ പേരൊന്ന് പറഞ്ഞേ മക്കൾ, ഇതിന്റെ പേരൊന്ന് പറഞ്ഞ്, ഇയാളുടെ പേരൊന്ന് പറഞ്ഞേ. എങ്ങനെ പറയാൻ പറ്റും, സിമ്പിൾ. നമ്മൾ എന്ത് ചെയ്യണം, ബ്രാഞ്ചിന് മിനിമം നമ്പർ ഇടുന്ന പോലെ എടുക്കണം. നമ്മൾ നെയിമിംഗിൽ പഠിക്കുന്നത് സെയിം സാധനം. നെയിമിംഗ് ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിപ്പിച്ചിട്ട് ഡോണ്ട് വറി. അപ്പൊ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണം, ലോങ്സ്റ്റ് സെലക്ട് ചെയ്യുക, ഇൻക്ലൂഡിങ് ബ്രാഞ്ചിന് മിനിമം കിട്ടുന്ന നമ്പർ കിട്ടണം. അപ്പൊ നിങ്ങൾ എടുക്കുമ്പോൾ 1 2 3 4 5 5 കാർബൺ ആറ്റമാണുള്ളത്. 3 ബ്രാഞ്ച് എന്താ, ഇത് മിഥൈൽ ബ്രാഞ്ചാണ്. CH3 ആണ് താഴോട്ട് ഇറങ്ങിയിരിക്കുന്നത്. സോ 3 മിഥൈൽ, 3 മിഥൈൽ, 5 കാർബൺസ്, 5 എന്താ പെന്റ്, ഒക്കെ ആൽക്കൈൻ ആണ്. സോ പെന്റൈൻ, 3 മിഥൈൽ പെന്റൈൻ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. റെഡിയല്ലേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, എനിക്ക് ഹെപ്റ്റനാൽ വരയ്ക്കണം. ഹെപ്റ്റനാൽ വരച്ചിട്ടുണ്ടോ, ഹെപ്റ്റനാൽ എല്ലാ കുട്ടികളും ഹെപ്റ്റനാൽ വരച്ച്. ഹെപ്റ്റനാൽ വരയ്ക്കാൻ പറയുമ്പോൾ നിങ്ങൾ ആദ്യം മനസ്സിലേക്ക് വരേണ്ടത് എന്താണ്, ഹെപ്റ്റനാൽ എന്നാണ്. അതായത് ഇടയിലൊന്നും എന്തില്ല, ഹെപ്റ്റ്3 അങ്ങനെ ഒന്നല്ല, ഹെപ്റ്റനാൽ എന്നാണ്. അതായത് എൻഡിലാണുള്ളത്, ഫസ്റ്റ് കാർബൺ ആറ്റത്തിലാണല്ലോ എന്തുള്ളത്, ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഉള്ളത്. മൊത്തം 7 കാർബൺ ആറ്റം. സിമ്പിൾ. അപ്പൊ 7 എണ്ണം വരയ്ക്കുക ആദ്യം. 1 2. നിങ്ങൾ എന്ത് ചെയ്യുക മക്കളെ, എല്ലാവരും എന്ത് ചെയ്യുക, എന്റെ കൂടെ വരച്ച്. നിങ്ങൾ എന്ത് ചെയ്യുക, ആദ്യം 1 2 2 3 4. ഇപ്പൊ എന്താ, 1 ആയി, 2 ആയി, 3 ആയി, 4 ആയി, 5 ആയി, 6 ആയി, 7 ആയി അല്ലെ. 7 കാർബൺ ആറ്റംസ് ആയി. ഇനി നിങ്ങൾ മനസ്സിലാക്കുന്ന കാര്യം എന്താ, 7 ആയാലോ. അത് 1 1 2 3 4 5 6 7. ഏഴാമത്തെ കാർബൺ ആറ്റത്തിന്റെ പ്രത്യേകത എന്താ, അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഏഴാമത്തെ കാർബൺ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്, ആ കാർബൺ ആറ്റത്തിന് നമ്മൾ എന്താണ്, C+OH ആണ് അല്ലെ. അതായത് ഇവിടെ എന്ത് കൊടുക്കണം, നിങ്ങൾ C+OH കൊടുക്കണം. എന്ന് വെച്ചാൽ അർത്ഥം ഇവിടെ നിങ്ങൾ ഒരു C+OH കൊടുക്കണം. ഓക്കെ, C+OH. അപ്പൊ C+OH മാത്രം നിങ്ങൾ H നെ കാണിക്കണം. ബാക്കി എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, H നെ കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പം ഇതാണ് സാധനം ഹെപ്റ്റനാൽ എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾ അങ്ങനെയാണെങ്കിൽ എന്റെ കുട്ടികൾ ഇതൊന്നും പറഞ്ഞാൽ നമുക്ക്, എനിക്കിതൊന്നും പറഞ്ഞു, എനിക്കിത് അറിയത്തില്ല, നിങ്ങളൊന്ന് പറഞ്ഞു എന്തായിരിക്കും. 3 മിഥൈൽ പെന്റനോയിക് ആസിഡ് എന്ന് വരച്ചെന്നേ. 3 മിഥൈൽ പെന്റനോയിക് ആസിഡ്. ഇതൊക്കെ ബേസ് ആണ്. നിങ്ങൾക്ക് അയ്യോ ഇത് ഇത്ര സിമ്പിൾ എന്തിനാ സാർ എടുക്കുന്നത് അങ്ങനെ വിചാരിക്കണം. അത് അറിയാത്ത കുട്ടികൾ ഉണ്ടാകും. 3 മിഥൈൽ പെന്റനോയിക് ആസിഡ്. അപ്പൊ 5 കാർബൺ ആയിട്ടുള്ള ആളാണ്. 3 മിഥൈൽ ഗ്രൂപ്പിൽ. അപ്പൊ 5 എണ്ണം വരച്ച് ആദ്യം. 1 2 3 4 5. ഇതൊക്കെ ബേസ് തെറ്റിക്കരുത്. ഇതൊക്കെ തെറ്റിക്കുന്ന കുട്ടികളുണ്ട്, എനിക്കറിയാം. 5ാമത്തെ കാർബണാറ്റിൽ എന്താ, 3 മിഥൈൽ പെന്റനോയിക് ആസിഡ്. 1ാമത്തെ കാർബണാറ്റിൽ എന്താണ്, ഓയിക് ആസിഡ്. സോ ഇവിടെ നിങ്ങൾക്ക് തുടങ്ങും. ഓയിക് ആസിഡ് പറയുമ്പോൾ എന്താണ്, C+OH. അപ്പൊ ഇവിടെ ഈ കാർബണാറ്റിൽ ഉണ്ട് C+OH ഉണ്ടാകും. ഓക്കെ, ഇത് നിങ്ങൾ എന്ത് ചെയ്യണം, സിഗ്സാഗ് ആയിട്ട് കൊടുക്കണം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം, ഈ സാധനം ഒന്ന് എന്ത് ചെയ്യാം മക്കളെ, ഇങ്ങനെ മുകളിലോട്ട് കൊടുക്കണം. ഈ OH ഈ പറയുന്ന കാർബൺ C+O താഴോട്ടാണെങ്കിൽ OH മുകളിലോട്ട്. മനസ്സിലായോ? ഇനി അതുപോലെ തന്നെ 3 മിഥൈൽ. സോ 1 2 3 ഇവിടെ മിഥൈൽ. ഇതാണ് എന്ത് മക്കളെ, 3 മിഥൈൽ പെന്റനോയിക് ആസിഡ്. അങ്ങനെ ഓരോന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം ഓർത്തിരുന്നാൽ മതി. ഇനി അടുത്തൊരു റെപ്രസെന്റേഷൻ ഉണ്ട്, ദാറ്റ് ഈസ് നോൺ ആസ് 3 ഡയമെൻഷൻ റെപ്രസെന്റേഷൻ. അതൊന്നും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. 3 ഡയമെൻഷൻ റെപ്രസെന്റേഷൻ, അതായത് വെഡ്ജ് റെപ്രസെന്റേഷൻ ഒക്കെ വിളിക്കും. വെഡ്ജ് റെപ്രസെന്റേഷൻ ഒന്നുമില്ല, വളരെ സിമ്പിൾ ആണ്. ഞാൻ എന്ത് ചെയ്യും, മിഥൈൻ എന്ന് പറയുന്ന CH4 റെപ്രസെന്റ് ചെയ്ത് കാണിക്കാം. ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി, ടെൻഷൻ ഒന്നും അടിക്കണ്ട. ഇത് ഒരു കാർബൺ ആറ്റം, ഇതൊരു ഹൈഡ്രജൻ. നോർമലി നമ്മൾ മിഥൈൻ എഴുതാം. നമ്മൾ നോർമലി മിഥൈൻ ഇങ്ങനെയല്ല വരയ്ക്കാറുള്ളത്. നോർമലി മിഥൈൻ നമ്മൾ ഇങ്ങനെ വരയ്ക്കും, CH4. പക്ഷെ ഇവിടെ പ്രത്യേകത ഉണ്ട്, 3 ഡയമെൻഷനിലാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. 3 ഡയമെൻഷൻ. അപ്പൊ എങ്ങനെ വരയ്ക്കണം, അവിടെ 2 ഹൈഡ്രജനുകൾ ഇല്ലടാ. 2 ഹൈഡ്രജനുകൾ, ഒന്ന് മുകളിലോട്ടോ ഒന്ന് ഇങ്ങോട്ടോ ആണ്, ഒന്ന് മുകളിലോട്ടോ സൈഡിലേക്കാണ്. 2 ഹൈഡ്രജന്റെ പ്രത്യേകത, ഒരാള് ടുവാർഡ്സ് ദി ഒബ്സർവറും മറ്റാൾ എന്താണ്, എവേ ഫ്രം ദി ഒബ്സർവർ ആണ്. അതായത് ഹൈഡ്രജൻ 4 ഹൈഡ്രജനുകൾ ഉണ്ട്. കാർബണുമായിട്ട് ബാലൻസ് 4 ആണല്ലോ. 4 ഹൈഡ്രജൻ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. 2 ഹൈഡ്രജൻ നമ്മൾ എന്താണ്, പ്ലെയിനിലാണ്.
ഇത് സാധാരണ നമ്മുടെ 2 ഡയമെൻഷനിലാണുള്ളത്. പക്ഷേ ബാക്കി 2 ഹൈഡ്രജൻ എന്താണ് 3 ഡയമെൻഷനിലാണ്. അതായത് ടുവാർഡ്സ് ഒബ്സർവർ, ഇത് അവേ ഫ്രം ദി ഒബ്സർവർ ആയിരിക്കും. ഇൻ ടു ദ പ്ലെയിനും ഔട്ട് ഓഫ് ദ പ്ലെയിനും, മനസ്സിലാവും? ഇൻ ടു ദ പ്ലെയിനും ഔട്ട് ഓഫ് ദ പ്ലെയിനും. അപ്പം ഇവിടെ വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ഹൈഡ്രജൻ എങ്ങനെയായിരിക്കും ഉണ്ടാവുക? ഒരു ഹൈഡ്രജൻ മക്കളെ ഇങ്ങനെ ഉണ്ടാവും. മറ്റേ ഹൈഡ്രജൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഡാഷൻ ഇങ്ങനെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അത് സംഭവം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ പറഞ്ഞു കൊടുക്കാം. ഇതൊരു ഹൈഡ്രജൻ, മറ്റേ ഹൈഡ്രജൻ. അപ്പൊ ഇങ്ങനെ കാണിക്കുന്നത് എന്താണ്? ഈ ഡാഷ് പോലെ, ഡാഷ് വര പോലെ. അപ്പൊ ഡാഷ് ആണ്. അപ്പൊ ദിസ് ഇസ് നോൺ ഡാഷ്ഡ് വെഡ്ജ്. ഡാഷ്ഡ് വെഡ്ജ് എന്ന് പറഞ്ഞാൽ ബോണ്ട് എവേ ഫ്രം ദി ഒബ്സർവർ. ഒബ്സർവർ എവേ എന്ന് വെച്ചാൽ എന്താണ്? ഇപ്പൊ ഞാൻ നോക്കുവാണെങ്കിൽ ഇപ്പൊ എന്താണ് ഒബ്സർവർ എവേ എന്ന് പറയുമ്പോൾ ഉള്ളിലോട്ടാണ്. എവേ ഫ്രം ദി ഒബ്സർവർ, അങ്ങോട്ടാണ്. ഇപ്പൊ നിങ്ങൾ ഒബ്സർവർ ആണെങ്കിൽ ഇങ്ങോട്ട്, എവേ ഫ്രം ദി ഒബ്സർവർ. ഇനി ടുവാർഡ്സ് ആണെങ്കിലോ അത് വെഡ്ജാണ്. അപ്പൊ ഇതൊന്ന് ഡാഷ്ഡ് വെഡ്ജാണ്, അത് സോളിഡ് വെഡ്ജ് ആയിരിക്കും. ഇത് ഡാഷ്ഡ് വെഡ്ജാണ്. അപ്പൊ നമ്മൾ എഴുതി വെക്കുക ബാക്കറ്റിൽ ബോണ്ട് എവേ ഫ്രം ഒബ്സർവർ. ഇനി ഇതെന്താ മക്കളെ? ഇത് സോളിഡാ, ഇത് കട്ടിയുള്ളതല്ലേ? അപ്പൊ സോളിഡ് വെഡ്ജാണ്. സോളിഡ് വെഡ്ജാണ്. അതിന്റെ അർത്ഥം ടുവാർഡ്സ് ദി ബോണ്ട് ടുവാർഡ്സ് ദി ഒബ്സർവർ ഇൻ ടു ദ പ്ലെയിൻ. അപ്പം ഓക്കെ അല്ലേ? അപ്പം എന്താണ് സോളിഡ് വെഡ്ജ് എന്ന് പറയുമ്പോൾ ബോണ്ട് ടുവാർഡ്സ് ദി ഒബ്സർവർ. അപ്പൊ ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അറിഞ്ഞിട്ടുണ്ടാകും. അപ്പൊ ഇത്രയുമാണ് നമ്മുടെ ഒരു റെപ്രസെന്റേഷൻ, അല്ലെങ്കിൽ നമ്മുടെ പറഞ്ഞിരിക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ടുകൾ എങ്ങനെ നമുക്ക് കാണിക്കാൻ പറ്റും, റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ബോണ്ട് കംപ്ലീറ്റ് ഉണ്ട്, കണ്ടൻസർ ഉണ്ട്, ബോണ്ട് ലൈൻ ഉണ്ട്, ആൻഡ് അതേപോലെ നമുക്ക് എന്ത് പറയാൻ പറ്റും, 3 ഡയമെൻഷനിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് നെക്സ്റ്റ് ആയിട്ട് ഇവിടെ കാണിക്കുന്നുണ്ടാകും, ഓരോ കാര്യങ്ങൾ പറയുന്നുണ്ടാകും. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. കംപ്ലീറ്റ് ഉണ്ട്, ബോണ്ട് ലൈൻ ഉണ്ട് ഒക്കെ പറയുന്നത് കംപ്ലീറ്റ് ഇവിടെ കാണിക്കുന്നു. ബോണ്ട് ലൈൻ ഉണ്ട്, ഓൾറെഡി പറഞ്ഞത്. അതുകൊണ്ട് കൂടുതലൊന്നും എന്ത് ചെയ്യേണ്ട, നമുക്ക് പറയാനില്ല. ബോണ്ട് ലൈൻ ഫോർമുലാസ് നിങ്ങൾ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവും. ഇതെന്താ ആക്ച്വലി സംഭവം സിമ്പിൾ ആടാ. ഇത് ഇങ്ങനെ ബോണ്ട് ലൈൻ വരയ്ക്കാറുണ്ട്. സൈക്ലിക് കോമ്പൗണ്ട് ബോണ്ട് ലൈൻ ആണ്. സൈക്ലിക് കോമ്പൗണ്ട് ബോണ്ട് ലൈൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. മറ്റെന്താ ഇതെന്താ? ഇത് ലീനിയർ ആയിട്ടുള്ള ആൾക്കാരുടെ ബോണ്ട് ലൈൻ ആണെങ്കിൽ സൈക്ലിക് കോമ്പൗണ്ടിന്റെ ബോണ്ട് ലൈൻ നിങ്ങൾ നോക്കണം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിപ്പോൾ എന്താ, ഇവിടെ CH2 ആയിരിക്കും, ഇവിടെ CH2 ആയിരിക്കും, ഇവിടെ CH2 ആയിരിക്കും. അപ്പോൾ 3 CH2 തന്നെ കൂടി കണക്ട് ചെയ്ത് സൈക്ലിക് എന്ന് പറഞ്ഞാൽ തുടങ്ങിയവിടെ തന്നെ അവസാനിക്കുന്നുണ്ട്. അപ്പം ഇതെന്തായിരിക്കും? 3 കാർബൺ ഉള്ള ആള് സൈക്ലോപ്രൊപ്പൈൻ ആണ്. ഇത് എത്ര കാർബൺ ആറ്റം ഉണ്ട്? ഇത് 1 2 3 4 5 5 അപ്പൊ നിങ്ങൾക്ക് അറിയില്ല ബെൻസീൻ നിങ്ങൾ സൈക്ലോ ഹെക്സൈൻ ആയിരിക്കും. സൈക്ലോ ഹെക്സൈൻ എന്ന് പറയുമ്പോൾ ഇതാണ് സൈക്ലോ ഹെക്സൈൻ. എല്ലാത്തിലും എന്തുണ്ടാവും? CH2 ഉണ്ടാകും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇതാണ് സൈക്ലോ ഹെക്സൈൻ എന്ന് പറയാം. ഇത് സൈക്ലോ പെൻറ്റീന. ഇനി സൈക്ലോ ഹെക്സൈൻ എങ്ങനെയാണ് നിങ്ങൾ ബെൻസീൻ ആക്കുക? സൈക്ലോ ഹെക്സൈൻ ബെൻസീൻ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഓരോ ഹൈഡ്രജനും ഇവിടെ ഓരോ ഡബിൾ ബോണ്ട് ആൾട്ടർനേറ്റീവ് കൊടുക്കണം. ആൾട്ടർനേറ്റീവ് ഡബിൾ ബോണ്ട് എടുക്കും. അവിടെയൊക്കെ എല്ലാ ഹൈഡ്രജൻ എന്തെയും റിമൂവ് ചെയ്ത് പോകും. സോ എല്ലായിടും CH ഉണ്ടാകും. ഇതൊക്കെ ബേസിക്കലി അറിയുന്ന കാര്യങ്ങളല്ലേടാ, അറിയുന്ന കാര്യങ്ങളാണ്. എനിവേ ഇത് സൈക്ലോ പെൻറ്റീൻ ആണ്. അടുത്തെന്താണ് അവിടെ ഒരു ഹൈഡ്രജനെ മാറ്റിയിട്ട് അതിൽ കയറുന്നു, ക്ലോറിൻ കയറുന്നു. സോ അതിനെ വിളിക്കുന്ന പേരെന്താ? അതിനെ വിളിക്കുന്ന പേരെന്താ മക്കളെ? വിളിക്കുന്ന പേര് പറഞ്ഞേ. ക്ലോറോ സൈക്ലോ ഹെക്സൈൻ എന്ന് പറയും. ക്ലോറോ സൈക്ലോ ഹെക്സൈൻ. ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. ജസ്റ്റ് ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നതാണ്. അതായത് നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? കണ്ടൻസ്ഡ് ഫോമിൽ വന്നിട്ട് എക്സ്പാൻഡ് ചെയ്യാൻ പറയാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഓരോന്നും CH3 CH2 CHCO CH2 CH3 അല്ലേ? ജസ്റ്റ് എന്ത് ചെയ്താൽ മതി? അങ്ങ് കൊടുത്താൽ മതി. സിമ്പിൾ കാര്യങ്ങളാണ്. അതേപോലെ ഇത് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ല, അതൊന്നും ഒരു കുഴപ്പമുള്ള കാര്യമല്ല. ദെൻ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും, ഡൗട്ടും ഇല്ല, ഒരു സീനും ഇല്ല. എക്സ്പാൻഡ് ചെയ്തെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ. ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് ബോണ്ട് ലൈൻ ഫോർമുലകൾ. അതായത് പിന്നെ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈച്ച് ഓഫ് ദ ഫോളോയിങ് കോമ്പൗണ്ട് എന്ത് ചെയ്യണം? ബോണ്ട് ലൈൻ ഫോർമുലയാക്കി മാറ്റാം. ബോണ്ട് അത് നമുക്ക് വേണം ചെയ്ത് നോക്കാം. ഈ സാധനം ഇതിന് മൂന്നിനെയും അല്ലെങ്കിൽ ഇയാളൊക്കെ ബോണ്ട് ലൈൻ ഫോർമുലയിലേക്ക് കൺവേർട്ട് ചെയ്യാന്നുള്ളതാണ്. സോ ആദ്യം തന്നെ തന്നിന് ചോദ്യം നോക്കിക്കേ. CH2OH ഒന്നാമത്തെ ഒരു കാർബൺ, 2 കാർബൺ, 3 കാർബൺ, 4 കാർബൺ, നാലാമത്തെ കാർബണിൽ ബ്രാഞ്ച് 5 കാർബൺ, അഞ്ചാമത്തെ കാർബണിൽ ബ്രാഞ്ച് 6 കാർബൺ, മൊത്തം 6 കാർബൺ ഉണ്ട്. ഒന്നാമത്തെ ഒരു ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടായതുകൊണ്ട് ഞാൻ നമ്പർ 1 കൊടുത്തത്. എനിവേ അപ്പോൾ നമുക്ക് 6 കാർബൺ ഉണ്ട്, അതേപോലെ 4 5 ബ്രാഞ്ച് ഉണ്ട്. സോ അതങ്ങ് വരച്ചേക്കാം, വളരെ സിമ്പിളായ കാര്യമാണ്. 6 കാർബൺ അതേപോലെ 4 5 ബ്രാഞ്ച് ഉണ്ട്. സോ 6 കാർബൺ 1 2 3 4. അപ്പോൾ 1 2 3 4 5 6, 4 5 ബ്രാഞ്ച്. അപ്പോൾ 4 5. ഇപ്പോൾ ഇവിടെ എന്തുണ്ട്? OH ഗ്രൂപ്പ് ഉണ്ട്. സോ OH ഗ്രൂപ്പ്. ദെൻ 1 2 3 4 5 6, 4 5 ബ്രാഞ്ച്. ഇവിടെ ബ്രാഞ്ച് CH3, ഇവിടെ ബ്രാഞ്ച് CH3. എങ്ങനെ വേണം ബ്രാഞ്ച് കൊടുക്കാം? എനിക്ക് കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ലല്ലോ. ഇയാൾക്ക് താഴോട്ട് കൊടുത്തു, അതൊക്കെ നന്നാവാം. താഴോട്ട് കൊടുക്കാം. ഇയാൾക്ക് ഒരാൾ മുകളോട്ട് കൊടുക്കാം, മറ്റൊരു താഴോട്ട് കൊടുക്കാം, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഇവിടെ മുകളോട്ട് കൊടുക്കുകയാണെങ്കിൽ ബെറ്റർ. ഇയാൾക്ക് മുകളോട്ട് കൊടുക്കാം. CH3 ഇത് ബ്രാഞ്ചാണ്, ഇയാൾക്ക് അവിടെ CH3 ഇത് ബ്രാഞ്ചാണ്. ഓക്കെ, നോക്കി ആൻസർ നോക്കിയേ. എല്ലാവരും നോക്കി ആൻസർ. കറക്റ്റ് അല്ലേ? അപ്പം എങ്ങനെയാണുള്ളത്? എങ്ങനെയാണ് നോക്കിക്കേ എല്ലാവരും. അപ്പം ഇവിടെ OH എന്ന് പറയുമ്പോൾ എങ്ങനെ OH കൊടുത്ത് നോക്കി. OH ഇങ്ങനെ കൊടുക്കട്ടോ, ഇങ്ങനെ കൊടുക്കട്ടെ, കുറച്ച് നന്നാവാം. മുകളിലോട്ടും താഴോട്ടേക്ക് സിഗ്സാഗ് ആയിട്ട് തന്നെ വരച്ചോ.
അതാണ് എൻ്റെ ഒരു വൃത്തി. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, സിഗ്സാഗ് ആയിട്ട് OH കൊടുത്തോ. ഇതാണ് OH എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ 3 4 5 ഉണ്ടാകും ഇതേപോലെ മിഥൈൽ ഗ്രൂപ്പുകൾ ഉണ്ടാകും. ഇനി അടുത്തത് എന്താണ്, നെക്സ്റ്റ് ചോദ്യം എന്ന് പറയുന്നത് എന്താ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ NCERT-യിൽ അടുത്ത ചോദ്യം എന്താണ് മക്കളെ, ഇത് CHOH CN ചോയ്സ്. അപ്പം CHOH CN ചോയ്സ് എന്നാ. അപ്പം എന്താ മനസ്സിലാക്കേണ്ട കാരണം ജസ്റ്റ് ഇങ്ങനെ സ്ട്രക്ചർ എന്താണെന്ന് അത് മനസ്സിലാക്കി. CH ഉണ്ട്, ഇവിടെ OH ഉണ്ട്, അതേപോലെ ഈ CH തന്നെ ആരുണ്ട്, CN ഉണ്ട്. ഇതാണ് സാധനം. കാരണം കാർബണിന്റെ വാലൻസി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഒരു ഹൈഡ്രജൻ, 2 CN, ഒരു OH. അപ്പോൾ സിമ്പിൾ, ഒറ്റ കാർബണാറ്റ് ആണുള്ളത്, ഒരു കാർബണാറ്റ് ഉള്ളത്. ആ കാർബണാറ്റ് എന്തുണ്ട് മക്കളെ, ഒന്ന് ആർക്ക് പോയി, ഒന്ന് OH-ന് പോയി, പിന്നെ ആർക്ക് പോയി, പിന്നെ ഒരു CN-ന് പോയി, പിന്നെ ആർക്ക് പോയി, അടുത്ത CN-ന് പോയി. ബാക്കിയുള്ള ഹൈഡ്രജൻ ഇവിടെ തന്നെ ഉണ്ടാകും, അത് കാണിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലാവുന്നുണ്ടോ? യെസ്. അപ്പോൾ അതാണ് ബോണ്ടിന്റെ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. മക്കളെ മനസ്സിലായില്ലടാ. ഇനി ഇത് എക്സ്പാൻഡ് ചെയ്യാനാണ് പറഞ്ഞത്. എക്സ്പാൻഡ് ചെയ്യാൻ അറിയാലോ, എക്സ്പാൻഷൻ വലിയ ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് നേരെ ബാലൻസ് കംപ്ലീറ്റ് ചെയ്ത് കൊടുത്താൽ മതി, അത്രയേ ഉള്ളൂ കാര്യം. ഇനി 3 ഡയമെൻഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇതാണ് 3 ഡയമെൻഷൻ, ഞാൻ ഓൾറെഡി പഠിപ്പിച്ച കാര്യമാണ്. ഓക്കെ അല്ലേ? ദെൻ ഈ രണ്ട് ഹൈഡ്രജൻ എന്താണ്, പ്ലെയിൻ ഓഫ് ദ പേപ്പറിലാണ് ഉണ്ടാവുക. പേപ്പറിന്റെ പ്ലെയിനിലാണ്, മറ്റേ 3 ഡയമെൻഷനിലാണ് ഈ പറഞ്ഞിരിക്കുന്ന ഡാഷും വെടിച്ചും ഉണ്ടാവും. മീൻസ് സോളിഡ് വെടിച്ചും അതേപോലെ ഡാഷ് വെടിച്ചും ഉണ്ടാവുന്ന കാര്യം ഓർത്തിരിക്കുക. ഇത്രയുമാണ് നമുക്ക് എന്ത് പറയാനുള്ളത്, നമുക്ക് നമ്മുടെ ഒരു കാര്യം, അതായത് ബേസിക്കലി അല്ലെങ്കിൽ എങ്ങനെയാണ് ഓർഗാനിക് കോമ്പൗണ്ട് റെപ്രസെന്റ് ചെയ്യാന്നുള്ള ജസ്റ്റ് ഇൻട്രൊഡക്ഷൻ പറഞ്ഞത്. ഇനി ക്ലാസിഫിക്കേഷൻ ഓർഗാനിക് പെട്ടെന്ന് പറഞ്ഞു. ഓർഗാനിക് കോമ്പൗണ്ട് ക്ലാസിഫിക്കേഷൻ പെട്ടെന്ന് പറഞ്ഞു പോകാൻ നമുക്ക്. ഓർഗാനിക് കോമ്പൗണ്ടിൽ നമുക്ക് 2 തരത്തിലുണ്ടാവും. അസൈക്ലിക് എന്ന് പറഞ്ഞാൽ ഓപ്പൺ ചെയിൻ, അതായത് ലീനിയർ ചെയിനുകൾ ഉണ്ടാവും. റിംഗ് ആയിട്ടില്ല, സൈക്ലിക് ആയിട്ടില്ല. ഓക്കെ, ഓപ്പൺ ചെയിൻ ആണ്, അതിനെ നമ്മൾ അസൈക്ലിക് എന്ന് പറയാറുണ്ട്. ഇനി സൈക്ലിക് ഉണ്ടാവും, അതായത് ക്ലോസ്ഡ് റിംഗ് ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ പോകുന്ന മക്കളെ നോക്കിയേ, ഇങ്ങനെ പോകുന്ന സ്ട്രക്ചറുകളൊക്കെ എന്താണ്, ദാറ്റ് ഈസ് അസൈക്ലിക് ആണ്, അല്ലെങ്കിൽ ഓപ്പൺ ചെയിൻ ആണ്. ഇനി ഇതുപോലുള്ള സംഭവങ്ങളാണെങ്കിൽ മക്കളെ എന്താ, ഇതുപോലെ സംഭവങ്ങളാണെങ്കിൽ എന്താണത്, ദാറ്റ് ഈസ് നോൺ ആസ് സൈക്ലിക് അല്ലെങ്കിൽ ക്ലോസ്ഡ് ചെയിൻ കോമ്പൗണ്ട് എന്ന് പറയാം. ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ടുള്ള റിംഗ് കോമ്പൗണ്ടുകൾ ഇല്ലേടാ, അത് 2 തരത്തിലുണ്ട്. ദാറ്റ് ഈസ് എന്താണ്, അലിസൈക്ലിക് ഉണ്ട്, അരോമാറ്റിക്കും ഉണ്ട്. അപ്പൊ അലിസൈക്ലിക്കും ഉണ്ട്, അരോമാറ്റിക്കും ഉണ്ട്. എന്താണെടാ അലിസൈക്ലിക് എന്ന് പറയുമ്പോൾ? അലിസൈക്ലിക് 2 തരത്തിലുണ്ട് മക്കളെ. ഹോമോസൈക്ലിക് കോമ്പൗണ്ടുകളുണ്ട്, ഹെട്രോസൈക്ലിക് അലിസൈക്ലിക്. അപ്പൊ അലിസൈക്ലിക് കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ ഇത്ര മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾ, അതായത് റിംഗ് ആയിട്ടുള്ള കോമ്പൗണ്ടുകൾ, റിംഗ് കോമ്പൗണ്ട്, സൈക്ലിക് കോമ്പൗണ്ടുകൾ, അരോമാറ്റിസിറ്റി എന്ന് പറഞ്ഞ ഹക്കലിന്റെ റൂൾ ഒബേ ചെയ്യുന്ന ആൾക്കാർ മാത്രമാണ് അരോമാറ്റിക് കോമ്പൗണ്ട് ആവുക. അപ്പൊ എല്ലാവരും എന്തല്ല, ഈ സൈക്ലിക് റിംഗ് കോമ്പൗണ്ട് എല്ലാവരും എന്തല്ല, അരോമാറ്റിക് അല്ല. ഫോർ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം മക്കളെ. ഇതെന്താണ്, ഇത് സൈക്ലിക്കാ, പക്ഷെ അരോമാറ്റിക് ആണല്ല. ഇത് എപ്പോഴും അരോമാറ്റിക് ആവുക, അത് കുറെ റൂളുകളുണ്ട്. ഇതിപ്പം ബെൻസീൻ അത് അരോമാറ്റിക്കാ. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് പറയുകയാണെങ്കിൽ ഈ പറഞ്ഞിരിക്കുന്ന സൈക്ലിക് അല്ലെങ്കിൽ റിംഗ് കോമ്പൗണ്ടുകൾ 2 തരത്തിലുണ്ട്. ഒന്ന് അലിസൈക്ലിക് ഉണ്ട്, അരോമാറ്റിക് ഉണ്ട്. അലിസൈക്ലിക് എന്നല്ല, അരോമാറ്റിക് നോൺ അരോമാറ്റിക് ആണ്. ഓക്കെ, അപ്പൊ അലിസൈക്ലിക് തന്നെ 2 തരത്തിലുണ്ട്. ഹോമോസൈക്ലിക് ഉണ്ട്, ഹെട്രോസൈക്ലിക് ഉണ്ട്. എന്താ ഹോമോസൈക്ലിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹോമോസൈക്ലിക് എന്ന് പറയുമ്പോൾ ആ സൈക്കിളിന്റെ അകത്തുള്ള റിംഗിന്റെ അകത്തുള്ള ആൾക്കാരും ഒക്കെ സെയിമാ, സിമിലർ ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഈ പറഞ്ഞിരിക്കുന്ന ഇവിടെയൊക്കെ കാർബണ, എല്ലാം കാർബണ. ഈ റിംഗിന്റെ അകത്തൊരു നൈട്രജൻ കയറിയിരിക്കണം, എന്താ എല്ലാവരും സെയിം അല്ല, ഡിഫറെന്റ്. അപ്പൊ അതെന്താണ്, അത് ഹെട്രോസൈക്ലിക് ആണ്. അപ്പൊ എന്താണ് ഹെട്രോസൈക്ലിക് എന്ന് പറഞ്ഞാൽ, റിംഗിന്റെ അകത്ത് തന്നെ അരോമാറ്റിക് അല്ലാത്ത, അതായത് മക്കളെ ഹെട്രോസൈക്ലിക് എന്ന് പറയുമ്പോൾ അരോമാറ്റിക് അല്ലാത്ത ആളാണ്, അലിസൈക്ലിക് ആണ്. അത് തന്നെ അത് റിംഗിന്റെ അകത്ത് ഡിഫറെന്റ് ആറ്റംസുകൾ ഉണ്ടാവുകയാണ്, അത് ഹെട്രോസൈക്ലിക് ആണ്. ഒരേപോലെ സെയിം ആറ്റംസ് ആണ്, അത് ഹോമോസൈക്ലിക് ആണ്. ഇനി അരോമാറ്റിക് കോമ്പൗണ്ട്സ് എടുക്കുമ്പോൾ അത് 2 തരത്തിലുണ്ട്. അത് ബെൻസിനോയിഡും ഉണ്ട്, നോൺ ബെൻസിനോയിഡും ഉണ്ട്. ബെൻസീനെ പോലുള്ള ബെൻസീനുമായി റിലേറ്റ് ചെയ്ത സ്ട്രക്ചറുകളായിട്ടുള്ള അരോമാറ്റിക് കോമ്പൗണ്ട് ബെൻസിനോയിഡ് ഒന്നും, ബെൻസീൻ പോലെ അല്ലാത്ത അരോമാറ്റിക് കോമ്പൗണ്ടുകളാണെങ്കിൽ നോൺ ബെൻസിനോയിഡ് എന്നും വിളിക്കും. അപ്പൊ അത്രയുമാണ് അരോമാറ്റിക് കോമ്പൗണ്ട്സ് നമുക്ക് പറയാനുള്ളത്. മാത്രമല്ല ബെൻസിനോയിഡും നോൺ ബെൻസിനോയിഡും ഉണ്ട്. ഇത് അതല്ലാത്ത ആൾക്കാരൊക്കെ എന്താണ്, ഹെട്രോസൈക്ലിക് അരോമാറ്റിക് കോമ്പൗണ്ട്സുകളാണ്. അപ്പൊ 3 സിംപ്ലി പറയാണ്, അരോമാറ്റിക് കോമ്പൗണ്ട്സ് 3: ബെൻസിനോയിഡ്, നോൺ ബെൻസിനോയിഡ് ആൻഡ് ഹെട്രോസൈക്ലിക് അരോമാറ്റിക് കോമ്പൗണ്ട്സ്. അപ്പൊ അത് മനസ്സിലാക്കി വെക്കാം. റെഡി അല്ലേ? അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞിരിക്കുന്ന ഓപ്പൺ ചെയിൻ സാധനം, അലിസൈക്ലികൾ, ഐസോബ്യൂട്ടൈൻ, അസറ്റാൽഡിഹൈഡ്, അസറ്റിക്. എക്സാമ്പിൾ പറയാണ്. അതേപോലെ തന്നെ സൈക്ലിക് കോമ്പൗണ്ടുകൾ ഉണ്ടെങ്കിൽ അലിസൈക്ലിക് ഉണ്ട്, അരോമാറ്റിക് ഉണ്ട്. അലിസൈക്ലിക് എക്സാമ്പിൾ ഞാൻ പറഞ്ഞ പോലെ ഇയാളൊക്കെ അലിസൈക്ലിക് എക്സാമ്പിൾ ആണ്, കാരണം അത് അരോമാറ്റിക് അല്ല. ഇനി അരോമാറ്റിക് കോമ്പൗണ്ടുകൾ പറയുകയാണെങ്കിൽ നമ്മൾ പറയാം എന്ത്, ഇതൊക്കെ എന്താണ് അരോമാറ്റിക് കോമ്പൗണ്ട് എന്ന് പറയുമ്പോൾ ബെൻസിനോയിഡ് ഉണ്ട്, നോൺ ബെൻസിനോയിഡുകൾ ഉണ്ട്. അതേപോലെ തന്നെ അരോമാറ്റിക് ഹെട്രോസൈക്ലിക് ഉണ്ട്. ദെൻ ഈ ടെട്രോഹൈഡ്രോഫുറാൻ എന്താ, എക്സാമ്പിൾ കാണിക്കാം മക്കളെ നോക്കിയേ. ഈ ടെട്രോഹൈഡ്രോഫുറാൻ എന്താണ്, ടെട്രോഹൈഡ്രോഫുറാൻ ഈസ് എക്സാമ്പിൾ ഓഫ് എന്താണ്, എക്സാമ്പിൾ ഓഫ് എന്താ, പറ എക്സാമ്പിൾ ഓഫ് എന്താണ്, പറഞ്ഞോ. എക്സാമ്പിൾ ഓഫ് എക്സാമ്പിൾ ഓഫ് ഹെട്രോസൈക്ലിക് അലിസൈക്ലിക്. ഹെട്രോസൈക്ലിക് എന്തുകൊണ്ടാ? ബിക്കോസ് ഇവിടെ ഓക്സിജൻ ഉണ്ട്, കാർബൺ ഉണ്ട്, ഒക്കെ ഡിഫറെന്റാ. അപ്പൊ ഡിഫറെന്റ് ആറ്റംസ് വരുമ്പോൾ ഹെട്രോസൈക്ലിക്കാ. മനസ്സിലാവുന്നുണ്ടോ മക്കളെ? മനസ്സിലാവുന്നുണ്ടോ? റെഡിയല്ലേ? മനസ്സിലായി എന്ന് വിചാരിക്കും. ഓക്കെ അല്ലേ? യെസ്.
ഇനി അരോമാറ്റിക് കോമ്പൗണ്ട്സ് നമ്മൾ പറയുകയാണെങ്കിൽ ബെൻസീനോയിഡ്, ബെൻസീൻ റിംഗ് വരുന്ന അരോമാറ്റിക് കോമ്പൗണ്ടുകളാണ് ബെൻസീനോയിഡ് അരോമാറ്റിക് കോമ്പൗണ്ടുകൾ. നമ്മൾ ഓൾറെഡി പറഞ്ഞു ബെൻസീൻ ഉണ്ട്, ബെൻസീൻ പറയാം. അതേപോലെ ബെൻസീൻ റിംഗിനെ പോലെ NH2 വന്ന ആന്റിൻ ആണ്, രണ്ട് ബെൻസീൻ റിംഗ് വന്ന നാഫ്തലീൻ ആണ്. ഈ നോൺ ബെൻസീനോയിഡ്, ബെൻസീൻ സ്ട്രക്ചർ അല്ലാത്ത ആൾക്കാർ, അതാണ് ട്രോപ്പോൺ. ഇതാണ് ട്രോപ്പോൺ സ്ട്രക്ചർ ആണ് നോൺ ബെൻസീനോയിഡ് കോമ്പൗണ്ട്. NCERT പറയുന്നതാ. ഹൈഡ്രോസൈക്ലിക്, അത് ബെൻസീനുമായി ബന്ധമില്ലാത്ത, അതായത് നോൺ ഹെട്രോസൈക്കിൾ, അതായത് ഇത്ര മനസ്സിലാക്കി വെച്ചത് ബെൻസീൻ റിംഗിന്റെ റിംഗ് ഒന്നും ഇല്ല. അത് മാത്രമല്ല ഹെട്രോസൈക്കിൾ എന്ന് പറയുമ്പോൾ അതിന്റെ അകത്തുള്ള ആൾക്കാർ ഡിഫറെന്റ് ആറ്റംസുകളായിരിക്കും. അതാണത് ഫ്യൂറാൻ, ട്രയോഫീൻ, പിരിഡിൻ എന്നുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യാൻ ഓർത്തിരുന്നാൽ മതി. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഫംഗ്ഷണൽ ഗ്രൂപ്പിനെ പറ്റിയാണ്. കാരണം ഫംഗ്ഷണൽ ഗ്രൂപ്പുകൾ എന്ന് പറയുമ്പോൾ വളരെ വൃത്തിക്ക് മനസ്സിലാക്കി വെക്കണം. കാരണം ഒരുപാട് ഫംഗ്ഷണൽ ഗ്രൂപ്പുകളുണ്ട്. നമ്മൾ ഹൈഡ്രോക്സിൽ, അമിനോ ഗ്രൂപ്പ്, അതുപോലെ ഹാലോ ഗ്രൂപ്പ്, ഇതൊക്കെ ഫംഗ്ഷണൽ ഗ്രൂപ്പാണ്. അതായത് ഫംഗ്ഷണൽ ഗ്രൂപ്പ് വരുമ്പോൾ അതിന് വരുന്ന പേരുകൾ എന്ത്, ആ ഒരു സാധനത്തിന് വരുന്ന പേരെന്തെന്ന കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ഫംഗ്ഷണൽ ഗ്രൂപ്പിൽ വരുമ്പോഴുള്ള പേരുകൾ ഓക്കെ ജസ്റ്റ് എന്ന് പറഞ്ഞാൽ ഫംഗ്ഷണൽ ഗ്രൂപ്പിനെ വേണ്ടി പറയുകയാണെങ്കിൽ ബേസിക്കലി ഇതാണ് മനസ്സിലാക്കുന്നത്. നിങ്ങളതൊരു ബോക്സിലാക്കി വെക്കുക, എല്ലാ കുട്ടികളും ബോക്സിലാക്കി വെച്ചേ, എല്ലാ കുട്ടികളും എന്ത് ചെയ്ത് ബോക്സിലാക്കി വെക്കുക, ഫംഗ്ഷണൽ ഗ്രൂപ്പും അതിന്റെ കാര്യങ്ങളും. സോ ഫംഗ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ എൻ്റെ കൂടെ നീ എഴുതിക്കോ, എൻ്റെ കൂടെ എഴുതിയെടുത്തോളൂ, അറിയാത്തവരെ എഴുതിയെടുത്തോ, അറിയുന്നവരാണെങ്കിൽ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ മാത്രം മതി. ഫംഗ്ഷണൽ ഗ്രൂപ്പുകൾ എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന ഗ്രൂപ്പ് ഓഫ് ആറ്റംസ് ആണ്. ഹൈഡ്രജൻ അല്ലാത്ത വരുന്ന ആൾക്കാരൊക്കെ നമ്മൾ ഫംഗ്ഷൻ, കാർബണിന്റെ മുകളിൽ അറ്റാച്ച് ചെയ്യുന്ന, ഇപ്പൊ നമുക്കറിയാം കാർബണിന്റെ മുകളിൽ കാർബണിന്റെ വാലൻസി എന്ന് പറയുന്ന 4 ഈ കാർബൺ ഹൈഡ്രജൻ അല്ലാത്ത വേറെ ഏതെങ്കിലും ഗ്രൂപ്പ്, ഞാൻ ജസ്റ്റ് X എന്ന് പറയാം, അല്ലെങ്കിൽ A എന്ന് പറയാം. ഈ A ഹൈഡ്രജൻ അല്ലാത്ത വേറെ ഏതെങ്കിലും ഗ്രൂപ്പ്, ഹാലജൻ ആവാം, OH ആവാം, ആരെങ്കിലും ആവട്ടെ, അതിനൊക്കെ നമ്മൾ ഫംഗ്ഷണൽ ഗ്രൂപ്പ് എന്നാണ് വിളിക്കാറുള്ളത്. എനിവേ ഓക്കെ, അപ്പൊ അതിനനുസരിച്ച് പേരുകൾ മാറും. അപ്പൊ ഞാൻ പറയുന്നു ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഹെഡിങ് കൊടുക്കുന്നു, ഫംഗ്ഷണൽ ഗ്രൂപ്പ്, അല്ലെങ്കിൽ ഫുള്ളായി കൊടുക്കാം ഫംഗ്ഷണൽ ഗ്രൂപ്പ്. ഓക്കെ, അപ്പൊ നെയിം ഓഫ് ദി ഗ്രൂപ്പ്, അങ്ങനെ ഫംഗ്ഷൻ ഗ്രൂപ്പ് വന്ന ഗ്രൂപ്പിന് എന്താ വിളിക്കുക, നെയിം ഓഫ് ദി ഗ്രൂപ്പ്, ഗ്രൂപ്പിന്റെ പേര്, ആ ഫംഗ്ഷൻ ഗ്രൂപ്പിന്റെ പേരെന്ത്. ഇനി അതേപോലെ തന്നെ അതിന്റെ ആ ഫംഗ്ഷൻ ഗ്രൂപ്പ് വന്നല്ല കോമ്പൗണ്ടിന്റെ പേരെന്താ, നെയിം ഓഫ് ദി കോമ്പൗണ്ട് എന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. നമുക്ക് എന്തിനാണ് ഇതൊക്കെ നെയിമിങ്ങിന് എളുപ്പമായിരിക്കും, അത്രേ ഉള്ളൂ, അല്ലാതെ വേറെ വലിയ കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഫംഗ്ഷൻ ഗ്രൂപ്പ് ഏത് വരുമ്പോൾ നെയിം ഓഫ് ദി ഗ്രൂപ്പ് എന്ത്, അതേപോലെ ഫംഗ്ഷൻ നെയിം ഓഫ് ദി കോമ്പൗണ്ട് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യാം. അപ്പം OH ആണ് ഫംഗ്ഷൻ ഗ്രൂപ്പ് എങ്കിൽ അതിനെ വിളിക്കുന്ന പേരെന്താ, OH എന്ന് പറയുന്ന ആളാണ് ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്ത് നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന ഓർഗാനിക് കോമ്പൗണ്ട് അല്ലെങ്കിൽ ആൽക്കീനിൽ വരുന്നത് എന്ന് വിചാരിക്കും. കാർബൺ അറ്റാച്ച് ചെയ്ത് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഹൈഡ്രോക്സിൽ. ആ OH ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരെന്താ, ആ OH ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് എന്ന് വിളിക്കുക, ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ്. അതേപോലെ OH അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഓർഗാനിക് കോമ്പൗണ്ട് വിളിക്കുന്ന പേരെന്താ, അത് ആൽക്കഹോൾ എന്ന് വിളിക്കുക. എന്താണ് ആ ഓർഗാനിക് കോമ്പൗണ്ട് പേരാണ് ആൽക്കഹോൾ എന്ന് പറയും, ആൽക്കഹോൾ. അതേപോലെ മക്കളെ നമ്മൾ NH2 ആണ് അറ്റാച്ച് ചെയ്യുന്നതെങ്കിൽ ആ NH2 വിളിക്കുന്ന പേരെന്താ, ദാറ്റ് ഈസ് നോൺ ആസ് അമിനോ ഗ്രൂപ്പ്. NH2 പറയുന്ന അമിനോ ഗ്രൂപ്പ് എന്നാ പറയാ. അങ്ങനെ അമിനോ ഗ്രൂപ്പിൽ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ കോമ്പൗണ്ട് വിളിക്കുന്ന പേരെന്താ, ദാറ്റ് ഈസ് അമൈൻ. എന്താ വിളിക്കുക, അമൈൻ എന്ന് വിളിക്കും, അമൈൻ. അപ്പൊ അതൊക്കെ ബേസിക് കാര്യങ്ങളാണ്. അറിയാത്തവർ മാത്രം എഴുതിയെടുക്കുക, അല്ലാത്തവർ എന്ത് ചെയ്യുക, പഠിച്ചെടുക്കുക. അറിയുന്നവരുണ്ടെങ്കിൽ ഓൾറെഡി പഠിച്ചായിരിക്കും, അറിയാത്തവരുടെ എഴുതിയെടുത്ത് പഠിക്കാം. റെഡി. ഇതിപ്പോൾ ഹാലജനാണ് അറ്റാച്ച് ചെയ്യുന്നത്, അതിനെ വിളിക്കുന്ന പേരെന്താ, ആ ഗ്രൂപ്പിന് ഹാലജൻ, ഈ X എന്ന് പറഞ്ഞ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേര് ദാറ്റ് ഈസ് നോൺ ആസ് ഹാലോ ഗ്രൂപ്പ് എന്ന് വിളിക്കും. അതേപോലെ ആരൻ അറ്റാച്ച് ചെയ്തതിനെ വിളിക്കുന്ന പേരെന്താ, ദാറ്റ് ഈസ് നോൺ ആസ് ഹാലോ കോമ്പൗണ്ട്സ്. ഓക്കെ, ഇനി CHO ആണെങ്കിൽ മക്കളെ CHO അറ്റാച്ച് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരെന്താണ്, ദാറ്റ് ഈസ് നോൺ ആസ് ആൽഡിഹൈഡ് ഗ്രൂപ്പ് എന്ന് വിളിക്കും, ആൽഡിഹൈഡ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഫോർമൽ ഗ്രൂപ്പ്, ആൽഡിഹൈഡ് ഗ്രൂപ്പാണ്. ഇനി ആൽഡിഹൈഡ് ഗ്രൂപ്പ് എന്ന് വിളിക്കും. അതേപോലെ കോമ്പൗണ്ടിനെ വിളിക്കുന്ന പേരാണ് ആൽഡിഹൈഡ് എന്ന് വിളിക്കും, ആൽഡിഹൈഡ്. അതുപോലെ CHO അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം CO ഗ്രൂപ്പാണ്. അതേതാണ് മക്കളെ, കാർബോണൈൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ കീറ്റോ ഗ്രൂപ്പ്, കീറ്റോ ഗ്രൂപ്പ്. ഇനി ഈ കീറ്റോ ഗ്രൂപ്പ് വന്നതിനെ വിളിക്കുന്ന പേരാണ് കീറ്റോൺ വിളിക്കും. അതേപോലെ COOH, ഇതെന്താ മക്കളെ, ഇതാണ് നമുക്കറിയാം ആസിഡ് ആണല്ലേ. അപ്പൊ അത് കാർബോക്സൈൽ ഗ്രൂപ്പ് ആൻഡ് ഇറ്റ് ഈസ് നോൺ ആസ് കാർബോക്സിക് ആസിഡ്. അങ്ങനെ കാർബോക്സിക് ഗ്രൂപ്പ് എന്നതിനെ വിളിക്കുന്ന പേരാണ് കാർബോക്സിക് ആസിഡ് എന്ന് വിളിക്കും, കാർബോക്സിക് ആസിഡ്. അതേപോലെ മക്കളെ ഈ പറഞ്ഞ ഓക്സിജൻ മാത്രം വരികയാണ് എന്ന് വിചാരിക്കും, ഓക്സിജൻ കാർബൺ അറ്റാച്ച് ചെയ്യണം, അതിനെ വിളിക്കുന്ന പേരെന്താ, ഓക്സി ഗ്രൂപ്പ് എന്ന് വിളിക്കുക. ആൻഡ് ദാറ്റ് ഈസ് നോൺ ആസ് ഇതർ എന്നാ വിളിക്കുക, ഇതർ. ഇനി മക്കളെ അതേപോലെ തന്നെ നമ്മൾ സൾഫർ അല്ലെങ്കിൽ CN വരികയാണ്, സയനൈഡ് വരികയാണെന്ന് വിചാരിക്കും, അപ്പൊ അത് സയനോ ഗ്രൂപ്പ്. ആൻഡ് ദ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരാണ് നൈട്രൈൽ എന്ന് വിളിക്കും, നൈട്രൈൽ. അതേപോലെ നമുക്ക് ലാസ്റ്റ് നമുക്ക് ഇതോടും പറഞ്ഞ് നിർത്താം, നമുക്ക് NO2 വരികയാണ്. NO2 ഒരുപാടുണ്ട്, നമ്മൾ ബേസിക് ആയിട്ടുള്ള എക്സാം ചോദിക്കുന്നില്ല, അറിയേണ്ട കാര്യങ്ങളാണ് എഴുതുന്നത്. നൈട്രോ ഗ്രൂപ്പ് എന്ന് വിളിക്കും. ആൻഡ് ദ കോമ്പൗണ്ട് ഈസ് നോൺ ആസ് നൈട്രോ കോമ്പൗണ്ട്സ്. അപ്പൊ ഇതാണ് നമുക്ക് ബേസ്. അപ്പം ഫംഗ്ഷൻ ഗ്രൂപ്പിൽ ഇങ്ങനെ കുറെ ഫംഗ്ഷൻ ഗ്രൂപ്പുകളുണ്ട്. അങ്ങനെ ഫംഗ്ഷൻ ഗ്രൂപ്പ് വന്നാൽ ആ ഫംഗ്ഷൻ ഗ്രൂപ്പിന്റെ പേരെന്താണ്, അങ്ങനെ ഫംഗ്ഷൻ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്ത ഓർഗാനിക് കോമ്പൗണ്ടിന്റെ പേരെന്താണെന്നുള്ളത് ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ഇനി ഹോമോലോഗ് സീരീസ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം. ഹോമോലോഗ് സീരീസ് ഒന്നുമില്ല. ഹോമോലോഗ് സീരീസ് ഒരു ഗ്രൂപ്പ് ഓഫ് സീരീസ് ആണ് അല്ലെ. അതായത് ജസ്റ്റ് ഞാൻ പറയാം, അഡ്ജസന്റ് മെമ്പേഴ്സിലായിരിക്കും ഈ പറഞ്ഞ ഹോമോലോഗ് സീരീസിൽ ഉണ്ടായിരിക്കാം. അത് തന്നെ ഡിഫേർഡ് ബൈ എന്തായിരിക്കും, ഡിഫേർഡ് ബൈ ഒരു CH2
ഒരു CH ഡിഫറൻസ് ആയിരിക്കും ഉണ്ടായിരിക്കും. ഫോർ എക്സാമ്പിൾ ഞാൻ പറയട്ടെ, അറിയുന്നതായിരിക്കും. ഒരു നമ്മൾ ആൽക്കെയിൻ ഫാമിലി എടുക്കാം. ആൽക്കെയിൻ്റെ ഫാമിലി എടുക്കുകയാണെങ്കിൽ ആദ്യം CH4 ഉണ്ടാകും, പിന്നെ C2H6 ഉണ്ടാകും, പിന്നെ C3H8 ഉണ്ടാകും. അപ്പോൾ നിങ്ങൾ ഇത് രണ്ടും C2H6ഉം C3H8 എന്താണ് ഈ പറയുന്ന ആൽക്കെയിൻ ഫാമിലിയല്ലേ, അതിൽ ഇവരൊരു ഹോമോലോഗസ് സീരീസ്. അപ്പോൾ അടുത്തടുത്തുള്ള കാർബൺ ആറ്റംസ് ആണ് ഹോമോലോഗസ് സീരീസ് കാണിക്കുക. അതിൽ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന CDC ഈ പറഞ്ഞിരിക്കുന്ന ആൾക്കാരുടെ ഇടയിൽ ഒരു CH2 ഗ്രൂപ്പിന്റെ ഡിഫറൻസ്, CH2ന്റെ ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ നോക്കിയാൽ C2H6 C3H8 തമ്മിൽ ഡിഫറൻസ് എന്താ, CH2 ആണ്. അപ്പോൾ ഇതെന്താണ്, ഇത് ഹോമോലോഗസ് സീരീസ് വരുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഹോമോലോഗസ് സീരീസ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോമൻ ക്ലാച്ചർ, ഓർഗാനിക് കോമ്പൗണ്ട് നോമൻ ക്ലാച്ചർ കടക്കാൻ പോകുന്നത്. നോമൻ ക്ലാച്ചർ ഓഫ് എന്താണ്, ഓർഗാനിക് കോമ്പൗണ്ട് ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇത്രയും ഞാൻ പറഞ്ഞുകൊണ്ട് കാര്യങ്ങളൊക്കെ NCERT അവിടെയും ഇവിടെ കൊടുത്തിരിക്കുന്ന കാര്യങ്ങളാണ്. ജസ്റ്റ് NCERT അതൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, എല്ലാ കാര്യങ്ങളും ബേസിക്കലി ഒന്ന് നോക്കി വെക്കുക. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാണ് പോവാണ്, ഓർഗാനിക് കോമ്പൗണ്ട് നോമൻ ക്ലാച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട് പറയാൻ പോവാണ്. നോമൻ ക്ലാച്ചർ IUPAC നോമൻ ക്ലാച്ചർ ആണ്. IUPAC എന്ന് പറയാം. നോമൻ ക്ലാച്ചർ അല്ലെങ്കിൽ IUPAC നോമൻ ക്ലാച്ചർ നമ്മൾ വിളിക്കാറുണ്ട്. IUPAC നോമൻ ക്ലാച്ചർ മക്കളെ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിവിടെ ഒരു നോമൻ ക്ലാച്ചർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബേസിക്കലി വേർഡ് റൂട്ടിനെ കുറിച്ച് നിങ്ങൾ അറിയും. വേർഡ് റൂട്ട് എല്ലാ കുട്ടികൾക്കും വേർഡ് റൂട്ട് പറ്റി അറിയുമെന്നാണ് ധാരണ. കാരണം നമ്പർ ഓഫ് കാർബൺ ആറ്റം വെച്ച് നമുക്ക് വേർഡ് റൂട്ട് പറയാം. നമ്പർ ഓഫ് കാർബൺ ആറ്റം വെച്ച് വേർഡ് റൂട്ട് പറയാൻ പറ്റും. മെത്ത് പ്രൊപ്പല്ലേ ഓൾറെഡി അറിയുന്നതാണ്. അപ്പോൾ NCERT നോക്കാം, നമുക്ക് വേർഡ് റൂട്ട് എന്ന് പഠിച്ചേക്കാം. എല്ലാവർക്കും അറിയുന്ന വിചാരിക്കും. NCERT കൊടുത്തിട്ടില്ലത് വേർഡ് റൂട്ട്. യെസ്, വേർ ഇസ് എ വേർഡ് റൂട്ട്. വേർഡ് റൂട്ട് എവിടെ, വേർഡ് റൂട്ട് എവിടെ മക്കളെ? വേർഡ് റൂട്ട് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ടത്, ഇതിനകത്ത് കാണുന്നില്ല, എവിടെയെങ്കിലും ഉണ്ടാവും. ഇനി ഞാൻ പറഞ്ഞാൽ വേർഡ് റൂട്ട് എന്ന് പറയുമ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം, എല്ലാവരും എൻ്റെ കൂടെ നിന്ന് സോ മക്കളെ, വേർഡ് റൂട്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ചെറുപ്പത്തിലേ പഠിച്ചിട്ടുണ്ടെങ്കിൽ SSLC നിങ്ങൾ പഠിച്ചതായിരിക്കും. അതായത് കാർബണിന്റെ എണ്ണം വെച്ചിട്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, വേർഡ് റൂട്ട് പറയാൻ പറ്റും. അതായത് മക്കളെ കാർബൺ 1 ആണെങ്കിൽ, നമ്പർ ഓഫ് കാർബൺ ആറ്റം 1 ആണെങ്കിൽ ഞാൻ വിളിക്കുന്ന പേരാണ് എന്ത് മക്കളെ, മെത്ത് എന്ന് പറയും. മെത്ത് 2 ആണെങ്കിൽ എന്ത് വിളിക്കും, എത്ത് എന്ന് വിളിക്കും. 3 ആണെങ്കിൽ എന്ത് വിളിക്കും മക്കളെ, 3 ആണെങ്കിൽ അതിനെ പ്രൊപ്പ് എന്ന് വിളിക്കും. പ്രൊപ്പ്. 4 ആണെങ്കിലോ, 4 ആണെങ്കിൽ അതിനെ ബ്യൂട്ട് എന്ന് വിളിക്കും. 5 ആണെങ്കിൽ നമ്മൾ എന്ത് പറയും, പെൻഡ് എന്ന് പറയും. 6 ആണെങ്കിൽ എന്ത് പറയും, ഹെക്സ് എന്ന് പറയും. 7 ആണെങ്കിൽ ഹെപ്റ്റ് എന്ന് പറയും. 8 ആണെങ്കിൽ എന്ത് വിളിക്കും മക്കളെ, 8 ആണെങ്കിൽ നമ്മൾ അതിനെ എന്ത് വിളിക്കും, ഒക്ട് എന്ന് പറയും. 8 ആണെങ്കിൽ എന്ത് വിളിക്കും, ഒക്ട് എന്ന് പറയും. 9 ആണെങ്കിൽ എന്ത് വിളിക്കും മക്കളെ, നൺ എന്ന് പറയും. 10 ആണെങ്കിൽ നമുക്ക് ഡെക്ക് എന്ന് പറയും. 11 ആണ് എന്ത് പറയും, 10 വരെ മതി നമുക്ക് ശരിക്കും നീറ്റ് എക്സാമിന് 10 വരെ മതി. ഇനി 11 ആണ് എന്ത് പറയും, അൺഡെക്ക് എന്ന് പറയും. അൺഡെക്ക്. 12 ആണെങ്കിലോ ഡോഡെക്ക്. 12 ആണെങ്കിൽ എന്ത് പറയും മക്കളെ, ഡോഡെക്ക്. മനസ്സിലായി മക്കളെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം അങ്ങനെ പോകും. അങ്ങനെ സംഭവങ്ങൾ പോകുമ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഇതൊന്നും വേണ്ട, നിങ്ങൾ എന്ത് വരെ പഠിച്ചാൽ മതി, 10 വരെ പഠിച്ചാൽ, ടെക്കീം വരെ പഠിച്ചാൽ മതി. ഓക്കെ അല്ലേ? അപ്പം മെത്ത് പ്രൊപ്പ് ബ്യൂട്ട് പെൻഡ് ഹെക്സ് ഹെപ്റ്റ് ഒക്ട് നൊണ്ണ് ഡെക്ക്, പിന്നെ ഡോഡെക്ക്, അതേപോലെ അൺഡെക്ക് ഡോഡെക്ക്, അങ്ങനെ പോകും. ഓക്കെ, അതൊന്നും ആവശ്യമില്ല, 10 വരെ മനസ്സിലാക്കിയാൽ മതി. ഇനി റൂൾസുകൾ പറയണം. അതിന് മുമ്പ് ഒരു കാര്യം പറയണം, നിങ്ങളോട് നെയിമിംഗ് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുന്ന കോൺസെപ്റ്റ് എന്ന് പറയുന്നത്, നെയിമിങ്ങിൻ്റെ അകത്ത് പ്രധാനമായിട്ടും 3 സംഭവങ്ങളുണ്ട്. നെയിമിങ്ങിൽ അറിയാത്ത കുട്ടികൾക്കാണ് പറഞ്ഞു കേട്ടോ. അറിയാത്തവരുണ്ടെങ്കിൽ നോക്കാം. ഒന്നാമത്താണെന്ന് പ്രിഫിക്സ്, പിന്നുള്ളതാണെന്ന് മക്കളെ റൂട്ട് നെയിം, അതേപോലെ സഫിക്സും. പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ വേർഡ് റൂട്ടിന് മുമ്പുള്ള പേരാണ്, വേർഡ് റൂട്ടിൻ്റെ മുമ്പുള്ള പേര്. സഫിക്സ് പറഞ്ഞാൽ വേർഡ് റൂട്ടിന് ശേഷം പറയുന്ന പേര്. ഇതാണ് സംഭവം. ഫോർ എക്സാമ്പിൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും, ലെറ്റ്സ് സേ പറയുകയാണെങ്കിൽ 3-മിഥൈൽ, വെറുതെ പറയാം 3-മിഥൈൽ ഹെക്, 3-മിഥൈൽ ഹെക്സനോൾ, വെറുതെ പറയാം 3-മിഥൈൽ ഹെക്സനോൾ. അപ്പോൾ ഈ ഇതിൽ വേർഡ് റൂട്ട് ഏതാ? വേർഡ് റൂട്ട് എന്ന് പറയുന്നത് ആരാണ്? ഈ ഹെക്സ് ആണ് വേർഡ് റൂട്ട്. ഇതാണ് വേർഡ് റൂട്ട്. ഈ ആദ്യം പറയുന്ന ഭാഗമല്ലേ, അത് വേർഡ് റൂട്ട് മുമ്പുള്ള ഭാഗം, അതാണ് പ്രിഫിക്സ്. പിന്നെ വരുന്നതാണ് എന്ത്, സഫിക്സ്. ബേസിക്കലി ഇതാണ് സാധനം. പിന്നെ അതേപോലെ ഞാൻ വേണമെങ്കിൽ ഇങ്ങനെ കാണിച്ചില്ല, വേറെ സംഭവം പറയാം. അതായത് ഇപ്പം സാധാരണ പ്രിഫിക്സ് സഫിക്സ് നമ്മൾ കൺഫ്യൂഷൻ വരുന്ന എവിടെ വെച്ചാൽ, ഒരു ഫംഗ്ഷൻ ഗ്രൂപ്പ് വന്നു കഴിഞ്ഞാൽ ഫംഗ്ഷൻ ഗ്രൂപ്പിന് പ്രയോറിറ്റി ഉണ്ട്. നമ്മളവിടെ ഇപ്പം പറയും ഫംഗ്ഷൻ ഗ്രൂപ്പിന് പ്രയോറിറ്റി ഉണ്ട്. അതായത് 2 ഫംഗ്ഷൻ ഗ്രൂപ്പിൽ എക്സാമ്പിൾ കാണിച്ചു തരാം നിങ്ങൾക്ക്. OH ഗ്രൂപ്പും വന്നു, അതേപോലെ COH ഗ്രൂപ്പും വന്നു. ഇതിൽ ആരാണ് മോർ പ്രയോറിറ്റി ഉണ്ടാവുക? ആർക്കാണ് പ്രയോറിറ്റി കൂടുതൽ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പ്രയോറിറ്റി റൂളൊക്കെ. ഞാൻ അവിടുത്തെ ഫംഗ്ഷൻ ഗ്രൂപ്പ് നമുക്ക് കൃത്യമായി എന്നോട് പറഞ്ഞു തരികയും ചെയ്യും. നിങ്ങൾക്കറിയാം COHനാണ് OHനേക്കാളും പ്രയോറിറ്റി കൂടുതലുള്ളത്. അപ്പം എക്സാമ്പിൾ ഞാൻ പറയട്ടെ, ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. കാർബൺ C. ബാക്കി വാലൻസ് എഴുതുന്നില്ല, ജസ്റ്റ് എന്ത് ചെയ്യാണ്, ഇങ്ങനെ കാണിക്കുന്നതേ ഉള്ളൂ. ഇങ്ങനെ കാണിക്കുന്നു, അല്ലെങ്കിൽ വേണ്ട. ഓക്കെ, ഇങ്ങനെ കാണിച്ചു. ഇതിൽ ഒന്നാമത്തെ കാർബൺ 2, 3, 4, നാലാമത്തെ കാർബണിൽ OH ഗ്രൂപ്പ് ഉണ്ടെന്ന് വിചാരിക്കും. ജസ്റ്റ് അസ്യൂം, വെറുതെ വിചാരിച്ചു. അല്ലെങ്കിൽ ഇവിടെ ആയിക്കോട്ടെ, മൂന്നാമത്തെ കാർബൺ OH ഗ്രൂപ്പ് എന്ന് വിചാരിച്ചു. അപ്പോൾ ഇതിനെങ്ങനെ പേരിടും? ഇത് വരുമ്പോൾ നമ്മൾ 3-ഹൈഡ്രോക്സി 1, 2, 3, 4 കാർബൺ, 4 എന്ന് പറഞ്ഞാൽ ബ്യൂട്ടനോയിക് ആസിഡ് എന്നാണ് പേരിടാം. നെയിമിംഗ് ഡീറ്റെയിൽ പറഞ്ഞുതരും. ഓക്കെ, നെയിമിംഗ് ഡീറ്റെയിൽ പറഞ്ഞുതരും. എനിവേ നിങ്ങൾ ബേസിക്കലി ഇത് മനസ്സിലാക്കി വെക്ക്.
എന്തിനു വെച്ചാൽ ഇവിടെ ഞാൻ സാധാരണ ഇപ്പം ഇങ്ങനെ മാത്രമായിരിക്കും CH3CH2OH നമ്മൾ എത്തനോൾ എന്നല്ല വിളിച്ചത്, എത്തനോൾ എന്ന് വിളിക്കാം. ഇവിടെ ഓൾ എന്നാണ് നമ്മൾ ആർക്ക് കൊടുത്തത്, OHന് കൊടുത്തത്. പക്ഷെ എന്തുകൊണ്ട് ഞാൻ ഇവിടെ ഹൈഡ്രോക്സിനെ വിളിച്ചു? അതാണ് ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, അതാണ് കോൺസെപ്റ്റ്. അതായത് മക്കളെ, നമ്മൾ പ്രയോറിറ്റി റൂൾ നോക്കുമ്പോൾ പ്രയോറിറ്റി നോക്കുന്ന സമയത്ത് നമ്മൾ പ്രയോറിറ്റി കൂടിയ ഫംഗ്ഷണൽ ഗ്രൂപ്പിനെ നമ്മൾ സഫിക്സ് ഉപയോഗിക്കുകയും പ്രയോറിറ്റി കുറഞ്ഞ ഫംഗ്ഷണൽ ഗ്രൂപ്പിനെ പ്രിഫിക്സും ആണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഒരു ഫംഗ്ഷണൽ ഗ്രൂപ്പിന് രണ്ട് പേരുകളുണ്ടാവും, പ്രിഫിക്സ് ഉപയോഗിക്കാം, സഫിക്സ് ഉപയോഗിക്കാം. കാർബോക്സിലിക് ആസിഡിന് ഏറ്റവും പ്രയോറിറ്റി കൂടിയ ആൾ, അതുകൊണ്ട് തന്നെ അയാൾക്ക് എപ്പോഴും നമ്മൾ എന്താ ഉപയോഗിക്കുള്ളൂ, സഫിക്സ് ആയിട്ടുള്ള ആരോ ഉപയോഗിക്കുക, ഒയിക് ആസിഡ് ആണ് ഉപയോഗിക്കുക. ഇനി നമ്മൾ OH ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ OH എന്ന് പറയുന്ന ആൽക്കഹോൾ അല്ലേ, ഇയാൾക്ക് രണ്ട് പേരുകളുണ്ട്, OH രണ്ട് പേരുകളുണ്ട്. ഒന്നെന്താണ് ഹൈഡ്രോക്സി എന്ന് വിളിക്കും, മറ്റേത് ഓൾ എന്ന് വിളിക്കും. ഇതിൽ ഏതാ സഫിക്സ്? സഫിക്സ് എന്ന് പറഞ്ഞാൽ ഓളാണ്, പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ ഹൈഡ്രോക്സി ആണ്. അപ്പൊ മക്കൾ വളരെ സിമ്പിൾ കോൺസെപ്റ്റ് ആണ്. ഒന്നിലധികം ഫംഗ്ഷണൽ ഗ്രൂപ്പുകൾ ഒരു ഇതിൽ വരികയാണെങ്കിൽ, സ്ട്രക്ചറിൽ വരികയാണെങ്കിൽ, അവിടെ പ്രയോറിറ്റി കൂടിയ ആൾക്ക് നമ്മൾ സഫിക്സ് ഉപയോഗിക്കുകയും സഫിക്സ് നെയിം ഉപയോഗിക്കുകയും പ്രയോറിറ്റി കുറഞ്ഞ ആൾക്ക് നമ്മൾ പ്രിഫിക്സ് നെയിം ഉപയോഗിക്കുകയും വേണം. അപ്പം ഇതാണ് ബേസിക് ഐഡിയ. നമ്മൾ അവിടെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരും. അപ്പം അങ്ങനെ സംഭവങ്ങളുണ്ടെന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ കുറെ റൂളുകൾ പറയാനുണ്ട്, ഇഷ്ടംപോലെ റൂളുകളുണ്ട്. റൂൾ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞുതരാം, ബാക്കി നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ അതിന്റെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി റൂൾ അങ്ങ് വന്നോളും. റൂളായിട്ട് നിങ്ങൾ പഠിക്കാനൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, ഒന്നാമത്തെ റൂൾ എന്ന് പറയുമ്പോൾ ആദ്യം നിങ്ങൾ ലോങ്ങസ്റ്റ് ചെയിൻ സെലക്ട് ചെയ്യാൻ, ലോങ്ങസ്റ്റ് ചെയിൻ എടുക്കണം. അതാണ് നിങ്ങളുടെ പാരന്റ് ചെയിൻ. അപ്പോൾ ലോങ്ങസ്റ്റ് ചെയിൻ എന്ത് ചെയ്യുക, പാരന്റ് ചെയിൻ ആക്കി എടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ നമ്പർ ഇടണം. നമ്പർ ഇടുമ്പോൾ എങ്ങനെ നമ്പർ ഇടണം? ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഇൻക്ലൂഡ് ചെയ്തിട്ട് ആയിരിക്കും നമ്പർ ഇടേണ്ടത്. അത് ഫംഗ്ഷൻ ഗ്രൂപ്പിന് ഇൻക്ലൂഡ് ചെയ്യാൻ വേണം. അല്ല, രണ്ട് തരത്തിലുള്ള ബ്രാഞ്ച് അറ്റാച്ച്മെന്റ് വരും. ഒന്നെങ്കിൽ ഫംഗ്ഷൻ ഗ്രൂപ്പ് വരാം, അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂവന്റ് വരാം. ഈ സബ്സ്റ്റിറ്റ്യൂവന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ മിഥൈൽ എന്നൊക്കെ പറഞ്ഞ സബ്സ്റ്റിറ്റ്യൂവൻസ്, അല്ലെങ്കിൽ OH എന്നൊക്കെ വരികയാണ് ഫംഗ്ഷണൽ ഗ്രൂപ്പാണ്. അപ്പം ബ്രാഞ്ചുകളായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഈ പറഞ്ഞിരിക്കുന്ന പോലെ എന്താണ് പറയാ, ഈ ഓർഗാനിക് കോമ്പൗണ്ടിൽ ഏതെങ്കിലും മറ്റേ എന്ത് ഗ്രൂപ്പുകൾ പ്രസന്റ് ചെയ്യാൻ പറ്റും. എങ്ങനെ പ്രസന്റ് ചെയ്യുക? അഡീഷണൽ ആയിട്ട് ഒരു സ്ട്രക്ചർ നമ്മളിപ്പോൾ ഇങ്ങനെ, ഫോർ എക്സാമ്പിൾ C നമ്മൾ ഇവിടെ എന്ത് ചെയ്യാം, ഒരു OH ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യും. ഇതെന്താ, അത് ഫംഗ്ഷണൽ ഗ്രൂപ്പാണ്. ഇവിടെ എന്ത് ചെയ്യാം, വേണമെങ്കിൽ ഒരു മിഥൈൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ അഡീഷണൽ കോമ്പൗണ്ട് എന്ത് ചെയ്യാം, അല്ലെങ്കിൽ അഡീഷണൽ ഗ്രൂപ്പ് അറ്റാച്ച് ചെയ്യും. അതെന്താ, മിഥൈൽ ഗ്രൂപ്പ്. അതെന്താണ്, സബ്സ്റ്റിറ്റ്യൂവന്റ് ആണ്. അപ്പം ബേസിക്കലി അറിഞ്ഞിരുന്നാൽ മതി. എനിവേ, മനസ്സിലാക്കുന്ന കാര്യം എന്ന് വെച്ചാൽ മക്കളെ, ഈ ഒന്നാമത് നിങ്ങൾ ആദ്യം ഒരു ലോങ്ങസ്റ്റ് ചെയിൻ സെലക്ട് ചെയ്യുക, അതിനുള്ള പാരന്റ് ചെയിൻ ആക്കി മാറ്റുന്നു. രണ്ടാമത്തെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ എടുക്കുന്ന നിങ്ങളുടെ ഫംഗ്ഷണൽ ഗ്രൂപ്പും അതേപോലെ സബ്സ്റ്റിറ്റ്യൂവന്റും ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ, നിങ്ങൾ നമ്പറിങ് ചെയ്യാൻ. അതിൽ തന്നെ ഇവർക്ക് മിനിമം നമ്പർ കിട്ടണം എന്നുള്ള ഒരു കണ്ടീഷനാണ്. ഓക്കെ, അപ്പോൾ ഫംഗ്ഷണൽ ഗ്രൂപ്പിനും സബ്സ്റ്റിറ്റ്യൂവന്റിനും മിനിമം നമ്പർ കിട്ടുക എന്നുള്ളതാണ്. ഫംഗ്ഷണൽ ഗ്രൂപ്പ് ആണെങ്കിൽ ഫംഗ്ഷണൽ ഗ്രൂപ്പിന് പ്രയോറിറ്റി കൊടുക്കുക, സബ്സ്റ്റിറ്റ്യൂവന്റ് ആണെങ്കിൽ മാത്രമേ ഉള്ളൂ സബ്സ്റ്റിറ്റ്യൂവന്റിന്. ഏതാണ് ഫംഗ്ഷണൽ ഗ്രൂപ്പിന്റെ സബ്സ്റ്റിറ്റ്യൂവന്റിന് മിനിമം നമ്പർ കിട്ടുന്ന രൂപത്തിൽ വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, നമ്പർ ഇടാൻ. അതാണ് രണ്ടാമത്തെ പോയിന്റ്. ഇഫ് ദർ ഇസ് മോർ ദാൻ വൺ സബ്സ്റ്റിറ്റ്യൂവന്റ്, ഒന്നിലധികം സബ്സ്റ്റിറ്റ്യൂവന്റ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ഉപയോഗിക്കണം, ഡൈ, ട്രൈ, ടെട്രാ പോലെ ടേംസ് ഉപയോഗിക്കണം. ഓക്കെ, ഇനി ഒരേ തളാണെങ്കിൽ നമ്മൾ ഡൈ മിഥൈൽ ഇങ്ങനെ പറയാറുണ്ട് നമ്മൾ. ഇപ്പം രണ്ട് മിഥൈൽ ഗ്രൂപ്പ് ആണെങ്കിൽ 2,2 രണ്ട് ബ്രാഞ്ചുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ 2,2 ഡൈ മിഥൈൽ ഉപയോഗിക്കാറില്ലേ? അപ്പോൾ എന്ത് യൂസ് ചെയ്യുക, ഒന്നിലധികം സബ്സ്റ്റിറ്റ്യൂവന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഡൈ, ട്രൈ, ടെട്രാ പോലെ ടേംസുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് അടുത്ത പോയിന്റ്. ഇനി നാലാമത്തെ പോയിന്റ് പറഞ്ഞാൽ ഇഫ് ഡിഫറെന്റ് സബ്സ്റ്റിറ്റ്യൂവൻസ് ആർ പ്രസന്റ് നമ്പർ യൂസിങ് എന്താണ്, അതായത് ഇങ്ങനെ ചെയ്യണം നമ്മൾ. അതായത് നമ്മളിപ്പം ഫോർ എക്സാമ്പിൾ മിഥൈൽ ഉണ്ട്, ഇഥൈൽ ഉണ്ടെന്ന് വിചാരിക്കും. മിഥൈലും ഉണ്ട്. അപ്പോൾ ഈ സബ്സ്റ്റിറ്റ്യൂവന്റിൽ ഇപ്പം മിഥൈലാണോ ഇഥൈലാണോ ആദ്യം പേര് പറയേണ്ടത്, അത് ആദ്യം ഇഥൈലിനെ പറയാം. കാരണം നമ്മുടെ ആൽഫബറ്റിക് ഓർഡർ സബ്സ്റ്റിറ്റ്യൂവന്റ് ഒന്നിലധികം ഉണ്ടെങ്കിൽ ആ സബ്സ്റ്റിറ്റ്യൂവന്റിന്റെ ആൽഫബറ്റിക് ഓർഡറിൽ വേണം നമ്മൾ ഇത് ചെയ്യാൻ, അത് നെയിം പറയാൻ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കാണിച്ചാൽ നിങ്ങൾക്ക് C ഇവിടെ C2H5 ഉണ്ട്, ഇവിടെ CH3 ഉണ്ടെന്ന് വിചാരിച്ചോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, നമ്പർ ഇടുമ്പോൾ 1 2 3 4 2 ഇഥൈൽ 3 മിഥൈൽ ബ്യൂട്ടൈൻ എന്ന് നമ്പർ ഇടാൻ. 2 ഇഥൈൽ 3 മിഥൈൽ ബ്യൂട്ടൈൻ ഇങ്ങനെ നമ്പർ ഇടാൻ. ഇനി വേറെ ഓപ്ഷൻ പറയാം, കാണിച്ചു തരാം. C ഇവിടെ CH3 ഇവിടെ C2H5. അപ്പോൾ നമ്മൾ നമ്പർ ഇടുന്ന സമയത്ത് എങ്ങനെയാണ് നമ്പർ ഇടുമ്പോൾ, ഞാൻ പറഞ്ഞ പോലെ തന്നെ അവിടെ ആൽഫബറ്റിക് നോക്കണം. നമ്പർ ഇടുമ്പോൾ നിങ്ങൾ ബ്രാഞ്ചിന് മിനിമം നമ്പർ ഇടണം. ഇവിടെ നമ്പർ ഇടുന്ന 1 2 3 3 ബ്രാഞ്ച് കിട്ടുക. ഇവിടെ നമ്പർ ഇടാണെങ്കിലോ 1 2 2 ബ്രാഞ്ച് കിട്ടും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇവിടെ റൈറ്റ് നിന്ന് ലെഫ്റ്റ് എടുക്കുക. ഇതാണ് നല്ലത്. ഇപ്പോൾ 2 മിഥൈലും 3 ഇഥൈലുമാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ എഴുതാൻ പറ്റും, 2 മിഥൈൽ 3 ഇഥൈൽ ഇങ്ങനെ എഴുതാൻ പറ്റും. ഇങ്ങനെ എഴുതാൻ പറ്റില്ല, തെറ്റാ. കാരണം എന്താ, ആദ്യം നെയിം ചെയ്യുന്ന സമയത്ത് ആൽഫബറ്റിക് ഓർഡർ ആണ് ആദ്യം പറയാം. എന്ന് വെച്ചാൽ ഇഥൈൽ കയറേണ്ട ഈ കഴിഞ്ഞിട്ടാണ് M. സോ നിങ്ങൾ പറയേണ്ട പോയിന്റ് എന്താണ്, 3 ഇഥൈൽ 2 മിഥൈൽ ബ്യൂട്ടൈൻ കൊടുക്കണം. മനസ്സിലായ മക്കളെ? അതാണ് അടുത്ത പോയിന്റ്. പിന്നെ ഫംഗ്ഷണൽ ഗ്രൂപ്പ് പ്രസന്റ് ആണെങ്കിൽ ആ ഫംഗ്ഷണൽ ഗ്രൂപ്പിനെ കൂടി ഉൾപ്പെടുത്തിയിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ലോങ്ങസ്റ്റ് ചെയിൻ എടുക്കാന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്തിരിക്കുക. ഇതൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള സംഭവങ്ങൾ. ഇത് നമുക്ക് എന്ത് ചെയ്യണം, ഓരോ കാര്യങ്ങൾ ചെയ്തു നോക്കണം. ഓരോ ചോദ്യങ്ങൾ ചെയ്യുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, കാര്യങ്ങൾ കൃത്യമായി പഠിക്കുക. അപ്പോൾ നിങ്ങൾ പറഞ്ഞ എന്തൊക്കെയാണ് റൂളുകൾ, UPSC റൂളുകൾ എന്തൊക്കെയാണ്, സെലക്ട് ലോങ്ങസ്റ്റ് ചെയിൻ എന്ന് പറയാൻ നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ എന്താണ്,
ബ്രാഞ്ചിന് മിനിമം നമ്പർ കിട്ടുന്ന രൂപത്തിലാണ് നിങ്ങൾ എന്ത് ചെയ്യാൻ നമ്പർ ഇടാൻ, ബ്രാഞ്ചിനോ അല്ല ഫംഗ്ഷണൽ ഗ്രൂപ്പിനോ. അതേപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം, വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. എൻ്റെ വെച്ചിന് മക്കളെ ശ്രദ്ധിക്കുക എല്ലാവരും. അതായത് മക്കൾ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന പ്രിഫിക്സുകൾ, അതായത് പ്രിഫിക്സ് എന്ന് പറയുമ്പോൾ ഐസോ നിയോ, ഇതൊക്കെ നിങ്ങൾ എന്ത് ഉപയോഗിക്കാം, നിങ്ങൾക്ക് ആൽഫബറ്റിക് ഓർഡർ നോക്കാം. ഇതൊക്കെ ചിലപ്പോൾ ഐസോ നിയോ പോലെയുള്ള ആളുകൾ ആൽഫബറ്റിക് ഓർഡർ നോക്കാം. പക്ഷേ നമ്മൾ പ്രിഫിക്സ് ആയിട്ട് ഉപയോഗിക്കുന്ന സെക്കൻഡറി അതേപോലെ തന്നെ ടെർച്ചറി പോലെയുള്ള ആൾക്കാർക്ക് എന്ത് നോക്കാൻ പാടില്ല. അതായത് നമ്മൾ പ്രിഫിക്സുകൾ ഉപയോഗിക്കുന്ന കുറെ ടേംസുകളുണ്ട്. അതായത് ഡൈ, ട്രൈ, അല്ലെങ്കിൽ ഐസോ നിയോ, സെക്കൻഡറി, ടെർച്ചറി ഒക്കെ. അതിൽ ഐസോ നിയോ നമുക്ക് എന്ത് ഉപയോഗിക്കാം, ഫണ്ടമെന്റൽ നെയിമുകളായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. ഫണ്ടമെന്റൽ നെയിംസ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. പക്ഷേ സെക്കൻഡറി, ടെർച്ചറി ഒന്നല്ല ഫണ്ടമെന്റൽ നെയിം ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് വെക്കാൻ പാടില്ല, അവിടെ ആൽഫബറ്റിക് ഓർഡർ ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. പിന്നെ ഒന്നിലധികം ഫംഗ്ഷണൽ ഗ്രൂപ്പിലുണ്ട് നമ്മൾ ഡൈ, ട്രൈ, ടെട്രാ പോലെയുള്ള ടേംസുകൾ എന്ത് ചെയ്യണം, നമ്മൾ ഉപയോഗിക്കണം എന്നുള്ള കാര്യം കൂടി നിങ്ങളൊന്ന് ഓർത്തിരിക്കണം. ഓക്കെ അല്ലേ മക്കളെ? യെസ്. പിന്നെ 2 സബ് ബ്രാഞ്ചുകളുണ്ട്. ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഓരോന്നിന് എക്സാമ്പിൾസ് കാണിച്ചു തരാം നിങ്ങൾക്ക് അപ്പോൾ മനസ്സിലാൻ പറ്റും. ലെറ്റ്സ് സേ CH3, CH2, CH, CH3, CH2, CH3. ഇനി ഇവിടെ ഉണ്ട് ഒരു CH3, CH3. ഇതാണെന്ന് വിചാരിക്കും. ഇതിന്റെ പ്രത്യേകത എങ്ങനെ നെയിം ഇടും? ഇതാണ് ഞാൻ ആദ്യം പറഞ്ഞ തന്നിരിക്കുന്ന എക്സാമ്പിൾ. നിങ്ങൾ എല്ലാവരും ഒന്ന് നെയിം ചെയ്തേ. എങ്ങനെ നെയിം ചെയ്യുക? ഫസ്റ്റ് നിങ്ങൾ ലോങ്ങസ്റ്റ് സെലക്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെ നോക്കിക്കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇതാണ് ഏറ്റവും വലിയ ചെയിനായി കിട്ടും. ഇതാണ് ഏറ്റവും വലിയ ചെയിൻ. നമ്പർ ഇടുമ്പോൾ ഇവിടെ നിന്ന് തുടങ്ങുകയാണെങ്കിൽ 1 2 3 4 5 6 7 അങ്ങനെ കിട്ടും. തിരിച്ചിട്ടാണെങ്കിലോ 1 2 3 4 5 6 7. അപ്പോൾ എങ്ങനെ ഇട്ടാലും എന്താണ് പ്രത്യേകത? ഇവിടെ നിന്ന് ഇടുമ്പോൾ നമുക്ക് മൂന്നാമത്തെ കാർബൺ ആറ്റത്തിന് ഇവിടെ നിന്ന് ഇടുമ്പോൾ 1 2 3 എന്തുണ്ട് ബ്രാഞ്ച് കിട്ടുന്നുണ്ട്. നമ്മൾ റൈറ്റ് നിന്ന് ലെഫ്റ്റ് പോകണം. നിങ്ങൾ ഇങ്ങനെ പോവാണെങ്കിലോ അവിടെ 4 ബ്രാഞ്ച് വരുന്നത്. സോ നമ്മൾ ഏത് ചൂസ് ചെയ്യണം? ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് വേണം ചൂസ് ചെയ്യാൻ. അപ്പോൾ എന്താ കിട്ടുക മക്കളെ? പേരിടുമ്പോൾ മൂന്നാമത്തെ കാർബൺ ആറ്റത്തിൽ എന്തുണ്ട്? ബ്രാഞ്ച് ഉണ്ട്. ആ ബ്രാഞ്ച് ഏത് ബ്രാഞ്ചാ? ആ ബ്രാഞ്ച് ഏത് നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് ബ്രാഞ്ച്. മൂന്നാമത്തേൽ ബ്രാഞ്ച് ഉണ്ട്. ആ ബ്രാഞ്ച് എന്താണ്? ആ ബ്രാഞ്ച് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നോക്കണം, ഈ ബ്രാഞ്ച് ഇങ്ങനെയാണ്. ഈ ബ്രാഞ്ച് ക്വസ്റ്റ്യൻ നോക്കിയാൽ മക്കളെ ഇതാണ് സാധനം. CH2, CH3 ഇതാന്ന് വിചാരിച്ചോ. അപ്പൊ മൂന്നാമത്തെ ബ്രാഞ്ച് എന്താണ്? ഇഥൈൽ ബ്രാഞ്ചാണ്. സോ മൂന്നിൽ ആരുണ്ട്? ഇഥൈലുണ്ട്. അത് മനസ്സിലാക്കി. ഇനി 4 മിഥൈലുണ്ട്. സോ 4,4 ഡൈമിഥൈൽ. കാരണം ഞാൻ ആദ്യം ഇഥൈൽ പറയാൻ റീസൺ എന്താ? അത് ആൽഫബറ്റിക് ഓർഡർ നോക്കണം. 4,4 ഡൈമിഥൈൽ. പിന്നെ ആരുണ്ട്? വേർഡ് റൂട്ട് നോക്കാം. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞു. പ്രിഫിക്സ് വേർഡ് റൂട്ട് മുമ്പ് എല്ലാവരും നമ്മൾ എഴുതി കഴിഞ്ഞു. ഇത് നമ്മൾ എന്ത് ചെയ്യണം? സബ്സ്റ്റിറ്റ്യൂഷനൊക്കെ എഴുതി കഴിഞ്ഞു. ഇത് നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? നമ്മൾ എഴുതേണ്ടത് വേർഡ് റൂട്ടാണ്. വേർഡ് റൂട്ട് എന്ന് പറയാൻ 7 കാർബണാണ്. സോ എന്താണ്? ഹെപ്റ്റാണ്. എല്ലാം ആൽക്കീനാണ്. സോ ഹെപ്റ്റൈൻ. ഇനി നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഇവിടെ വേറെ ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഒന്നുമില്ല. അതുകൊണ്ട് നമുക്ക് എൻഡ് ചെയ്യാം, ഹെപ്റ്റൈൻ ആയിട്ട് എൻഡ് ചെയ്യാം. സോ ഇതാണ് ആൻസർ എന്ന് വരുന്നത്. 3 ഇഥൈൽ 4,4 ഡൈമിഥൈൽ ഹെപ്റ്റൈൻ എന്ന് കിട്ടും. ഇനി മക്കളെ നിങ്ങൾ അടുത്തൊരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് കോൺസെപ്റ്റ് എന്താ? CH3, CH2, CH2, CH3. ഇവിടെ ഒരു മിഥൈൽ ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെ ഒരു മിഥൈൽ ഗ്രൂപ്പ് ഉണ്ട്. ഇനി 2 സബ്സ്റ്റിറ്റ്യൂട്ടുകൾ ഉണ്ട്. അത് രണ്ടും ഈക്വലന്റ് പൊസിഷനിലാണ്. രണ്ടും എന്താണ്? ഈക്വലന്റ് പൊസിഷൻ. അതായത് ഞാൻ ഇപ്പം ഇവിടെ നിന്ന് നെയിം ചെയ്യാണ് നമ്പർ ഇടാം 1 2 3. ഇവിടെ നെയിം ചെയ്യാണ് 1 2 3. 2 നമ്പറിങ് ചെയ്യുമ്പോഴും ഈക്വലന്റ് പൊസിഷനിലാണ് വരുന്നതെങ്കിൽ നമ്മൾ എങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇവിടെ CH2 CH3 ആണ്. നോക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കോൺസെപ്റ്റ്. ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റാണ്. അതായത് എൻ്റെ കയ്യിൽ 2 സബ്സ്റ്റിറ്റ്യൂന്റുകളുണ്ട്. 2 ഡിഫറെന്റ് സബ്സ്റ്റിറ്റ്യൂന്റുകളാണ്. പക്ഷെ 2 പേർക്കും ഈക്വൽ നമ്പറിംഗ് ആണ് കിട്ടുന്നത്. അത് 2 പേർക്കും ഈക്വൽ പൊസിഷനാണ്. ഞാൻ ഇവിടെ നിന്ന് ലെഫ്റ്റ് നിന്ന് റൈറ്റ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ബ്രാഞ്ചിന് 3 കിട്ടും. റൈറ്റ് ലെഫ്റ്റ് ചെയ്യണം, ബ്രാഞ്ചിന് 3 കിട്ടും. അപ്പൊ ഞാൻ ഏത് ചൂസ് ചെയ്യണം? അപ്പൊ നിങ്ങൾ പറയുന്ന പോയിന്റ് വെച്ചാൽ ആൽഫബറ്റിക് ഓർഡറിൽ ആരാണോ മുൻപിലുള്ളത് അവരെ വേണം ചൂസ് ചെയ്യാൻ. എന്ന് വെച്ചാൽ ഇത് ഇഥൈൽ ബ്രാഞ്ച് ആണ്, ഇത് മിഥൈൽ ബ്രാഞ്ച് ആണ്. സോ ഇഥൈൽ ബ്രാഞ്ചിന്റെ സ്റ്റാർട്ടിംഗ് ലെറ്റർ E ആണ്, മിഥൈൽ ബ്രാഞ്ച് സ്റ്റാർട്ടിംഗ് M ആണ്. 2 പേർക്കും മിനിമം നമ്പർ ആയിരുന്നത് 3, ഇവിടെയും 3 ആണ്. സോ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 2 ഈക്വൽ പൊസിഷൻ വരികയാണ്. ഡിഫറെന്റ് ബ്രാഞ്ചുകളാണെങ്കിൽ ആൽഫബറ്റിക് ഓർഡറിൽ ആരാണ് ബെറ്റർ അവരെ വേണം നിങ്ങൾ മിനിമം നമ്പർ കൊടുക്കുക. വിച്ച് മീൻസ് നിങ്ങൾ ചൂസ് ചെയ്യുന്ന ഈ മെത്തേഡാണ്. സോ 1 2 3 4 5 6ൽ ആരുണ്ടാകും മക്കളെ? 6ൽ മിഥൈൽ ഉണ്ടാകും. 6ൽ ആരുണ്ടാവും? 6ൽ മിഥൈൽ ഉണ്ടാവും. ആൻഡ് 3ൽ ആരുണ്ടാവും? ഇഥൈൽ ഉണ്ടാവും. ആൻസർ 3 ഇഥൈൽ. അപ്പോഴും പറയേണ്ടത് ഇഥൈൽ വെച്ചിട്ടാണ്. 3 ഇഥൈൽ 6 മിഥൈൽ ആൻഡ് ഒക്ടൈൻ എന്നുണ്ട്. ഒക്ടൈൻ. ഇതാണ് ആൻസർ. മനസ്സിലായോ? അതാണ് അടുത്തൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത്.
മക്കളെ റൂൾസ് ഇത്രയൊക്കെയാണുള്ളത് ബേസിക് ആയിട്ടുള്ളത്. ഇനി പ്രശ്നങ്ങൾ വരാൻ പോകുന്ന രണ്ട് ഭാഗങ്ങളാണ്. ഒന്ന്, ഈ ബ്രാഞ്ചഡ് ചെയിൻ ആൽക്കെയിൻസിന്റെ നെയിമിങ് ചിലപ്പോൾ പല കുട്ടികൾക്ക് അറിയത്തില്ല. അത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് പലപ്പോഴും. ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ബ്രാഞ്ചഡ് ചെയിൻ ആൽക്കെയിൻസിന്റെ പേര്, ഫോർ എക്സാമ്പിൾ ഐസോപ്രോപ്പൈൽ, ഐസോബ്യൂട്ടിൽ, സെക്കൻഡറി, നിയോ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അത് ഒന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ നല്ലതാണ്. അപ്പോൾ ജസ്റ്റ് ബേസിക്കലി നിങ്ങളൊന്ന് അറിഞ്ഞിരിക്കണം നോമൻ ക്ലേച്ചർ ഓഫ് എന്താണ്, നോമൻ ക്ലേച്ചർ ഓഫ് അത് അറിഞ്ഞിരിക്കേണ്ടതാണ്. ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് ബേസിക്കാണ്. നോമൻ ക്ലേച്ചർ ഓഫ് എന്താണ്, ബ്രാഞ്ചഡ് ചെയിൻ ആൽക്കെയിൻസ്. ബ്രാഞ്ചഡ് ചെയിൻ ആൽക്കെയിൻസിന്റെ നോമൻ ക്ലേച്ചർ അതറിയാതെ പോകരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ കാര്യം. സോ നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്ന് നോക്കിയേക്കാം. ലെറ്റ്സ് എ ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾ രണ്ട് ഇത് കൊടുത്തോളൂ, രണ്ട് കോളംസ് ആയിട്ട് കൊടുക്കാം, ബ്രാഞ്ചും അതിന്റെ നെയിമും. ഓക്കെ, ബ്രാഞ്ച് നെയിം. ബ്രാഞ്ച് എന്ന് പറയുമ്പോൾ ലെറ്റ്സ് ഞാൻ പറയുകയാണ് ബ്രാഞ്ചിൽ CH3 കണ്ടോ, ഇതെന്താ വാലൻസി ആണ്, വെറും CH3 അല്ല, CH4 നിന്ന് ഇതേ ഹൈഡ്രജൻ പോയിട്ട് ബാക്കി വരുന്ന ഗ്രൂപ്പാണ് എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ ചെയിൻ നമ്മൾ അറ്റാച്ച് ചെയ്യുന്നെങ്കിൽ ഇതാണ് ബ്രാഞ്ച് ആയിട്ട് വരിക, CH3 ബ്രാഞ്ചാണ്. ഓക്കെ, അപ്പോൾ അതിനെ വിളിക്കുന്ന പേരെന്താ, അത് മിഥൈൽ. അപ്പോൾ അത് കോൺസെപ്റ്റ്, അതായത് നമുക്ക് മീഥൈൻ എന്ന് പറയുമ്പോൾ മീഥൈൻ എന്ന് പറയുമ്പോൾ ഇത് CH4 ആണ്. അത് ഹൈഡ്രജനെ കളഞ്ഞിട്ട് ബാക്കി വരുന്ന ഭാഗം CH3 ഗ്രൂപ്പ് അല്ലെ, ഇതിനെ വിളിക്കുന്ന പേരാണ് മിഥൈൽ. അപ്പോൾ YL കുട്ടി കൊടുത്താൽ മതി, മിഥൈൽ എന്നാണ്, മിഥൈൽ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇയാളെ വിളിക്കുന്ന പേരെന്താ, CH2 CH3 വിളിക്കുന്ന പേരെന്തായിരിക്കും, ദാറ്റ് ഷുഡ് ബി എന്തായിരിക്കും, ഇഥൈലായിരിക്കും. ഇഥൈലിൽ നിന്നുമാണ് ആര് പോയത്, ഹൈഡ്രജൻ പോയത്, ഇഥൈലാണ്. അങ്ങനെയാണെങ്കിൽ മക്കളെ അടുത്ത കോൺസെപ്റ്റ് ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതായത് ഞാനിപ്പം ഇങ്ങനെ അറ്റാച്ച്മെന്റ് കൊടുക്കുന്നു, എങ്ങനെ അറ്റാച്ച്മെന്റ് കൊടുക്കുന്നു, അറ്റാച്ച്മെന്റ് കൊടുക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിപ്പം CH3 CH3 ഇങ്ങനെ, ഇതാണ് അറ്റാച്ച്മെന്റ്. അതായത് മക്കൾ നോക്കണേ ഇതാണ്, അതായത് 3 കാർബണാറ്റം ഉണ്ട്, അതിൽ നടുവത്തെ കാർബണാറ്റം, അതായത് 3 കാർബണാറ്റം ഉണ്ട്, അതിൽ നടുവത്തെ കാർബണാറ്റം സെൻട്രൽ കാർബണാറ്റമാണ്, അതായത് അവസാനത്തെ കാർബൺ തൊട്ട് മുമ്പുള്ള കാർബണാറ്റമാണ് എന്ത് ചെയ്യുന്നത്, അറ്റാച്ച്മെന്റ് കൊടുക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ്, നോക്കണം ഈ കാർബണാറ്റമാണ് കൊടുക്കുന്നത് വിചാരിക്കും, ഈ കാർബണാറ്റമാണ് കൊടുക്കുന്നത് വിചാരിക്കും. അപ്പൊ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത് മക്കളെ, ദാറ്റ് ഈസ് നോൺ ആസ് ഐസോപ്രോപ്പൈൽ. അപ്പൊ ഐസോ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ, ഐസോ ഗ്രൂപ്പ് എന്ന് പറയുന്നത് നമ്മുടെ പിന്നെ തൊട്ടടുത്തതാ എൻഡിലുള്ള, ഇവിടെ നോക്കി ഇതാണല്ലോ എൻഡ് കാർബണാറ്റം, ഈ എൻഡ് കാർബണാറ്റം അല്ല അറ്റാച്ച്മെന്റ് കൊടുക്കും. അതെ, ഇവിടെ എങ്ങനെയാണല്ല, ഇവിടെ നോക്കി 1 2 3 ഇതാണ് എൻഡ് കാർബണാറ്റം, എൻഡിന് തൊട്ട് മുമ്പ് അവസാനത്തെ തൊട്ട് മുമ്പുള്ള കാർബണാറ്റമാണ് കൊടുക്കുന്നത് ഈ പറഞ്ഞിരിക്കുന്ന ബ്രാഞ്ച് അല്ലെങ്കിൽ അറ്റാച്ച്മെന്റ് കൊടുക്കുന്നെങ്കിൽ അതിനെ വിളിക്കുന്നത് ഐസോ പ്രൊപ്പൈൽ. ഇവിടെ 3 കാർബണാറ്റമാണ് പ്രൊപ്പൈൽ എന്ന് കൊടുത്തു. അപ്പൊ അതാണ് ഐസോ ഗ്രൂപ്പ് എന്ന് പറഞ്ഞത്. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഐസോ നിങ്ങൾ മറക്കരുത്, ഐസോ ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഇനി മക്കൾ നിങ്ങൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, അപ്പം അടുത്തൊരു കോൺസെപ്റ്റ് പറഞ്ഞാൽ ഇങ്ങനെ വരികയാണ്. ഇപ്പൊ ഇയാൾ നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, ഇയാൾ വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം, CH3 twice CH ഏത് കൂടെ എങ്ങനെ എഴുതാം, ഇതാണ് ഐസോപ്രോപ്പൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CH ആണ് അറ്റാച്ച്മെന്റ് ഉള്ളത്. ഇനി അടുത്തൊരു എക്സാമ്പിൾ പറഞ്ഞിട്ട് CH3 CH2 ഹൈഫൺ എന്താ മക്കളെ, ഇവിടെ സിമ്പിൾ, അതായത് ഈ കാർബണാറ്റം എൻഡ് കാർബണാറ്റമാണ്. അപ്പൊ എന്താണത്, ബ്യൂട്ടൈൽ, നോ ഡൗട്ട്സ് ബ്യൂട്ടൈൽ ആണത്. അപ്പൊ 3 എണ്ണത്തിലധികം ഉണ്ടെങ്കിൽ നമ്മൾ 3 എണ്ണാണെങ്കിൽ നമ്മൾ നോർമൽ ഐസോപ്രോപ്പൈൽ എന്ന് നോർമൽ ഐസോബ്യൂട്ടൈൽ എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ എന്നെ കൊടുക്കാം, നിങ്ങൾ എന്നെ കൊടുക്കാം. ഇനി നിങ്ങൾ മക്കളെ ഇങ്ങനെ നോക്കിയാൽ CH3 CH2 CH3 ഇതാണ് നോക്കി, CH2 CH3. ഇതിന് പ്രത്യേകത എന്താ, ഇത് ഐസോയാണ്, ഇത് ഐസോ അല്ല, പകരം എന്താണ്, ഇതാണ് മക്കളെ സെക്കൻഡറി ബ്യൂട്ടൈൽ. എന്താ അങ്ങനെ മനസ്സിലായി മക്കളെ, നോർമലി എൻഡ് കാർബണാറ്റമാണ് പോകുന്നതെങ്കിൽ അറ്റാച്ച്മെന്റ് എങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ബ്യൂട്ടൈൽ എന്ന് വിളിക്കും. പക്ഷെ ഇവിടെ പ്രത്യേകത എന്താ, ഇവിടെ എൻഡ് കാർബണാറ്റം അല്ല, പകരം ഈ കാർബണാറ്റമാണ്. ആ കാർബണത്തിന്റെ പ്രത്യേകത എന്താ, ആ കാർബണത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്താണ് മക്കളത്, സെക്കൻഡറിയാണ്. കാരണം അത് 2 കാർബണാറ്റവുമായിട്ട് എന്ത് ചെയ്യുന്നത്, അറ്റാച്ച്മെന്റ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അത് സെക്കൻഡറിയാണ്. ഒരു കാർബണാറ്റമായി ഡയറക്റ്റ് അറ്റാച്ച് ചെയ്യുന്നത് പ്രൈമറി. അപ്പൊ ഇത് സെക്കൻഡറി കാർബണാറ്റത്തിന്റെ മുകളാണ് എന്തുള്ളത്, അറ്റാച്ച്മെന്റ് ഉള്ളതെങ്കിൽ ഇതാണ് അറ്റാച്ച്മെന്റ് ഉള്ളത്. അപ്പൊ അതിനെ വിളിക്കുന്ന പേരാണ് സെക്കൻഡറി ബ്യൂട്ടിൽ എന്ന് വിളിക്കുക. എന്താ വിളിക്കുക, സെക്കൻഡറി ബ്യൂട്ടിൽ. അപ്പൊ സെക്കൻഡറി ബ്യൂട്ടിൽ എന്താണെന്ന് മനസ്സിലാക്കാം. ഇനിയാണ് കുട്ടിക്ക് കൺഫ്യൂഷൻ വരുന്ന ഒരു എക്സാമ്പിൾ. സെക്കൻഡറി ബ്യൂട്ടിൽ നമ്മൾ വരച്ചു കഴിഞ്ഞു. ഇനി അടുത്ത എന്താ, നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾ എന്താണെന്ന് അറിയാം. മക്കൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, പല കുട്ടികൾക്ക് അറിയത്തില്ല. അടുത്താണ് നമുക്ക് CH3 CH2. ഇതെന്താ പ്രത്യേകത, ഇതാണ് സാധനം, ഇതെന്താ മക്കളുടെ സാധനം, ഇതെന്താണ് ദിസ് ഈസ് നോൺ ആസ് ഐസോബ്യൂട്ടൈൽ. കാരണം എന്താ, അങ്ങനെ ഐസോബ്യൂട്ടൈൽ മനസ്സിലായി. ഇപ്പോൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ ആയിരുന്നു കൊടുത്തായിരിക്കും. എങ്ങനെ ഇതിപ്പത്തെ ഐസ് കൂടിപ്പോയല്ലോ, ഒരു കാർബൺ കൂടിപ്പോയല്ലോ, ഒരു കാർബണാറ്റം കൂടിപ്പോയി, അതായത് ഇയാൾ കൂടിപ്പോയി, ഇപ്പൊ ബ്യൂട്ടിലല്ലേ, പെന്റയിലായി, ഇയാളെ മാറ്റാം, CH3 CH3. എന്താണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞ് ശ്രദ്ധിച്ച് നോക്കിക്കേ. CH2 ഇങ്ങനെ മക്കളെ, നോർമൽ കേസിൽ നോർമലി ശ്രദ്ധിച്ചിരിക്കണേ, നോർമലി ഇങ്ങനെ അറ്റാച്ച്മെന്റ് കൊടുത്തിട്ട് ഇവിടെ ഈ പറഞ്ഞിരിക്കുന്ന കാർബണാറ്റം, അതായത് സെന്റർ കാർബണാറ്റം അല്ല അവസാനത്തെ തൊട്ടുള്ള കാർബണാറ്റം ഇങ്ങനെ ആയിരുന്നു എങ്കിൽ ഇതിന്റെ ഈ കാർബണാറ്റം അറ്റാച്ച്മെന്റ് കൊടുക്കുകയാണ് എന്നെ വിളിക്കുന്ന പേരായിരുന്നു ഐസോപ്രോപ്പൈൽ. പക്ഷെ അതിന് തൊട്ടടുത്ത കാർബണാറ്റം, അതായത് ഐസോപ്രോപ്പൈലിന്റെ അറ്റാച്ച്മെന്റ് വരുന്ന കാർബണാറ്റം ഉണ്ട്, സെൻട്രൽ കാർബണാറ്റം, അതിന് തൊട്ടടുത്ത കാർബണാറ്റമാണ് എന്ത് ചെയ്യുന്നത്, അറ്റാച്ച്മെന്റ് കൊടുക്കുന്നെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഐസോബ്യൂട്ടൈൽ. എന്ന് വെച്ചാൽ സിമ്പിളടാ,
നിങ്ങൾ ഐസോപ്രോപ്പൈൽ വരയ്ക്കാം. എന്താ ഐസോപ്രോപ്പൈൽ? ഇതാണ് ഐസോപ്രോപ്പൈൽ എന്ന് പറയുന്നത്. ഇതാണ് ഐസോപ്രോപ്പൈൽ എന്ന് പറയുന്നത് അല്ലേ? അതിൽ നിന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ ഒരു CH2 ഗ്രൂപ്പിനോട് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ CH2 ഗ്രൂപ്പാണ് അറ്റാച്ച്മെന്റ് കൊടുക്കുന്നതെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഐസോബ്യൂട്ടൈൽ. എങ്ങനെ നിങ്ങൾ ഐസോപ്രോപ്പൈൽ വരയ്ക്കുക. ഐസോപ്രോപ്പൈലിന്റെ എവിടെയാണോ അറ്റാച്ച്മെന്റ് ഉള്ളത് അവിടെ നിങ്ങൾ ഒരു CH2 ഗ്രൂപ്പിനോട് അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ CH2 ഗ്രൂപ്പിന് വരുന്ന അറ്റാച്ച്മെന്റ് വരികയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ഐസോബ്യൂട്ടൈൽ. മനസ്സിലായോ മക്കളെ? മനസ്സിലായോ? അപ്പൊ എന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ ഐസോബ്യൂട്ടൈൽ ആൻഡ് സെക്കൻഡറി ബ്യൂട്ടൈൽ? നമുക്ക് മക്കളെ സെക്കൻഡറി ബ്യൂട്ടൈൽ ആണെങ്കിൽ സ്ട്രൈറ്റ് ആയിട്ടാ പോകുന്നത്, സ്ട്രൈറ്റ് ആയിട്ടാ. അതിലും സെക്കൻഡറി കാർബൺ ആറ്റത്തിന്റെ മുകളിൽ അറ്റാച്ച്മെന്റ് വരികയാണെങ്കിൽ അത് സെക്കൻഡറി ബ്യൂട്ടൈൽ. ഇത് അങ്ങനെയല്ല. നോക്കിയേ, ഇതെന്താണ്? ഇത് പ്രൈമറി കാർബൺ ആറ്റം തന്നെയാണ്. ഇത് പ്രൈമറി കാർബൺ ആറ്റം തന്നെയാണ് അറ്റാച്ച്മെന്റ് ഉള്ളത്. പക്ഷേ ഇതെന്താണ്? ഐസോപ്രോപ്പൈൽ ഗ്രൂപ്പിന് ശേഷം ഒരു CH2 ഗ്രൂപ്പ് വരുന്നു. ആ CH2 ഗ്രൂപ്പിന്റെ മുകളിലാണ് എന്ത് വരുന്നത്? ഈ അറ്റാച്ച്മെന്റ് വരുന്നെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഐസോബ്യൂട്ടൈൽ. മാറിപ്പോയത് അതാണ് ഐസോബ്യൂട്ടൈൽ. പല കുട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അത് മാറിപ്പോകാറുണ്ട്. വെരി വെരി ഇമ്പോർട്ടന്റ്. ഇനി മക്കൾ നോക്കിക്കേ, ഇനി അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾ എന്താ? CH3 3 തവണ CH3 വരുന്നു. CH3 3 അറ്റാച്ച് ചെയ്യുന്നു. ഓക്കെ, ഇതിനെ വിളിക്കുന്ന പേരെന്താ മക്കളെ? കാർബണിന്റെ വാലൻസി 4. കാർബണിന്റെ വാലൻസി എന്താണ്? 4 ആണ്. അപ്പൊ ഇവിടെയാണ് അറ്റാച്ച്മെന്റ് വരുന്നത്. അല്ലെങ്കിൽ ഇങ്ങനെ വരയ്ക്കാം, നിങ്ങൾക്ക് സിമ്പിളി മാറ്റി വരയ്ക്കാം, കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെ ആയിക്കോട്ടെ, ഇങ്ങനെ അറ്റാച്ച് ചെയ്തോട്ടെ. അപ്പൊ ഒരു കാർബൺ 4 വാലൻസി ഉണ്ട്. 4ലും 3 വാലൻസി സാറ്റിസ്ഫൈഡ് ബൈ ആരാണ്? CH3 ഗ്രൂപ്പാണ്. അതിൽ ബാക്കി വരുന്ന വാലൻസി ഡയറക്റ്റ് ആയിട്ട് അറ്റാച്ച്മെന്റ് പോവാണ്. അപ്പൊ ഈ കാർബൺ എന്ത് കാർബൺ ആടാ? ഈ കാർബൺ ടെർസറി കാർബൺ അല്ലേ? ഇത് ടെർസറി കാർബൺ ആണ്. മൊത്തം ടെർസറി ടെർസറി കാർബൺ. അപ്പൊ പേരെന്താ? ടെർട്ട്. പിന്നെ ഐഫൺ. പിന്നെന്താണ് ഇതിന്റെ പ്രത്യേകത? എത്ര കാർബണാറ്റം ഉണ്ട്? മൊത്തം 4 എണ്ണല്ലേ? 4 എൻഡിലുള്ള കാർബണാറ്റം അല്ലേ ഇത് അറ്റാച്ച് ചെയ്യുന്നത്? അതെ, വേറെ എൻഡിലുള്ള കാർബണാറ്റം. സോ ടെർട്ട് ബ്യൂട്ടൈൽ എന്ന് കൊടുക്കാം. ടെർട്ട് ബ്യൂട്ടൈൽ. അപ്പൊ ഇതാണ് ടെർഷറി ബ്യൂട്ടൈൽ എന്ന് പറയുന്നത്. ടെർഷറി ബ്യൂട്ടൈൽ, ടെർട്ട് ബ്യൂട്ടൈൽ നമ്മൾ എഴുതാറുണ്ട്. ഇനി മക്കളെ നമ്മൾ അടുത്തത് പറയാൻ പോകുന്നത് കൂടി നോക്കിയാൽ എല്ലാ ഭാഗവും കഴിഞ്ഞു. അടുത്തെന്ന് പറഞ്ഞ മക്കളെ ഇങ്ങനെയാണ്. CH3 3 തവണ CH3 കൊടുക്കാം നമുക്ക്. എന്നിട്ടൊരു CH2 ഗ്രൂപ്പ് കൊടുക്കുക. എന്നിട്ട് ഐഫൺ എന്ന് വെച്ചാൽ ഇതിന്റെ പ്രത്യേകത, നമ്മൾ ടെർസറി ബ്യൂട്ടൈലിന് ശേഷം ഒരു CH2 ഗ്രൂപ്പ് കൂടി അറ്റാച്ച് ചെയ്തിട്ട് ആ CH2 ഗ്രൂപ്പിന്റെ മുകളിലാണ് അറ്റാച്ച്മെന്റ് പോകുന്നതെങ്കിൽ ദാറ്റ് ഈസ് നോൺ ആസ് നിയോപെന്റൈൽ എന്ന് വിളിക്കുക. നിയോപെന്റൈൽ, അതായത് 5 കാർബണാറ്റം ഉണ്ട്. നിയോപെന്റൈൽ എന്ന് വിളിക്കും. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കണമെന്ന് വെച്ചാൽ ഇവിടെ പെന്റൈൽ എന്ന് വരുന്നത്. അപ്പം എൻഡ് കാർബണാറ്റം എന്താണത്? ഇത് പ്രൈമറിയാ. എൻഡ് കാർബണാറ്റം പ്രൈമറിയാ. സോ സിംപിളി മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ആദ്യം എന്ത് വരയ്ക്കുക? ഒരു ടെർഷറി ബ്യൂട്ടൈൽ വരച്ചിട്ട് അതിനുശേഷം ഒരു CH2 ഗ്രൂപ്പ് കൊടുത്തിട്ട് ഒരു ഐഫോൺ വരച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു അറ്റാച്ച്മെന്റ് കൊടുത്താൽ അതിന്റെ നിയോപെന്റൈലായി. അതേപോലെ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ ഐസോപ്രോപ്പൈൽ വരച്ചിട്ട് അതിന്റെ അറ്റാച്ച്മെന്റ് നമ്മൾ CH2 ഗ്രൂപ്പ് വരച്ചിട്ട് അറ്റാച്ച്മെന്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ ഐസോബ്യൂട്ടൈൽ. അപ്പൊ അങ്ങനെ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ പഠിച്ചു വെക്കുക. അപ്പൊ നിങ്ങൾ എന്തൊക്കെ പഠിക്കുക? നിങ്ങൾ ടെർഷറി ബ്യൂട്ടൈലും പഠിക്കുക, അതുപോലെ ഐസോപ്രോപ്പൈലും പഠിച്ചിട്ട് ഒരു CH2 ഗ്രൂപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ എന്തായി മാറി? ഐസോപ്രോപ്പൈൽ ബിക്കംസ് ഐസോബ്യൂട്ടൈൽ ആൻഡ് ടെർഷറി ബ്യൂട്ടൈൽ ബിക്കംസ് നിയോപെന്റൈൽ എന്നുള്ള കാര്യം ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇത് കാര്യം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരുപാട് സാധനങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇപ്പൊ ബ്രാഞ്ചിങ് നെയിമിങ് ചെയ്യുന്ന കാര്യം ഞാൻ പറഞ്ഞു തന്നു. അപ്പൊ ഇതും കൂടി നിങ്ങളൊന്ന് നിങ്ങളുടെ ഒരു ഇക്വേഷൻ ബുക്കിന്റെ അല്ലെങ്കിൽ ഒരു നോട്ട് ബുക്കിലൊക്കെ മാറ്റി എഴുതി വെക്കുന്നത് നല്ലതാണ്. ഇനി നമ്മൾ ഫംഗ്ഷണൽ ഗ്രൂപ്പിന് എങ്ങനെയാണ് നെയിം ചെയ്യുക? ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ നെയിം ചെയ്യാൻ ഒരുപാട് കാര്യം പറഞ്ഞു. അതിൽ നമ്പർ ചെയ്യുന്ന സമയത്ത് നമ്മൾ IUPAC നമ്പർ ചെയ്യുന്ന സമയത്ത് ഫംഗ്ഷണൽ ഗ്രൂപ്പിനെ ഇൻക്ലൂഡ് ചെയ്യുക. ഫംഗ്ഷണൽ ഗ്രൂപ്പിന് മിനിമം നമ്പർ കൊടുക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും പറയുന്ന കാര്യം. അതേപോലെ തന്നെ നമ്മൾ ഫംഗ്ഷണൽ ഗ്രൂപ്പിന് നമ്മൾ 2 തരത്തിൽ നെയിം കൊടുക്കാറുണ്ട്. ഒന്ന് പ്രിഫിക്സും അതേപോലെ സഫിക്സും. ഞാൻ പറഞ്ഞത് ഓൾ ബേസ്ഡ് ഓൺ എന്താണ്? അതിന്റെ പ്രയോറിറ്റി നോക്കിയിട്ടാണ് കൊടുക്കാറുള്ളത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഏതൊക്കെ ഉണ്ടാകും എന്ന് നോക്കണം. ഫംഗ്ഷണൽ ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ ഫംഗ്ഷണൽ ഗ്രൂപ്പ് അതിന്റെ നെയിം ഓഫ് ദ കോമ്പൗണ്ട് നിങ്ങൾക്ക് അറിയാം, അതുകൊണ്ട് ഞാൻ എഴുതുന്നില്ല. അതിന് സഫിക്സ് എന്ത് ഉപയോഗിക്കും? സഫിക്സ് ആണ് എന്ത് ഉപയോഗിക്കും? സഫിക്സ് പ്രഫിക്സ് എന്ന് കൊടുക്കാം തൽക്കാലം. സഫിക്സ് ഓർ പ്രഫിക്സ്. അതിന് IUPAC നെയിം എന്ത് എന്ന് കൊടുക്കാം. സഫിക്സ് പ്രഫിക്സ് IUPAC നെയിം. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? തൽക്കാലം സഫിക്സ് എഴുതാം. സഫിക്സ് പ്രിഫിക്സ് ആദ്യം എഴുതാം. പ്രിഫിക്സ് അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ആദ്യം പ്രിഫിക്സ് പഠിപ്പിക്കും നിങ്ങളെ. അതായത് അത് മെയിൻ ഫംഗ്ഷൻ ഗ്രൂപ്പ് അല്ലാതെ വരുമ്പോൾ ഉണ്ടാകുന്ന പേരാണ് പ്രിഫിക്സ്. അപ്പൊ ആദ്യം നിങ്ങൾ അത് പഠിപ്പിച്ചതിന് ശേഷം സഫിക്സ് പഠിപ്പിക്കുക. അതാണ് കുറച്ച് നല്ലത്. അപ്പൊ ഫംഗ്ഷൻ ഗ്രൂപ്പ് ചെയ്യുന്നു, പ്രിഫിക്സ് ചെയ്തു. പ്രിഫിക്സ് എന്ന് പറഞ്ഞാൽ എന്താടാ? പ്രിഫിക്സ് എന്ന് പറയുന്നത് മെയിൻ ഫംഗ്ഷൻ ഗ്രൂപ്പ് അല്ലാതെ. ഇപ്പൊ OH ഉം COH ഉം വരുമ്പോൾ COH ആണ് മെയിൻ ഫംഗ്ഷൻ ഗ്രൂപ്പ്. OH എന്തല്ല? മെയിൻ ഫംഗ്ഷൻ ഗ്രൂപ്പ് അല്ല. അപ്പൊ OH ന് കൊടുക്കേണ്ട പേര് എന്ത് എന്നുള്ളതാണ് പഠിപ്പിക്കുന്നത്. അതായത് ഫംഗ്ഷൻ ഗ്രൂപ്പ് ചെയ്യുന്നു, അതിനെ പ്രിഫിക്സ് പഠിപ്പിക്കുന്നു. അപ്പൊ OH ഗ്രൂപ്പ് ആണ് എന്ത്? നമ്മൾ ഫംഗ്ഷൻ ഗ്രൂപ്പ് എങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? പ്രിഫിക്സിനെ വിളിക്കുന്ന പേരാണ് ഹൈഡ്രോക്സി എന്ന് വിളിക്കുക. ഹൈഡ്രോക്സി. ഇനി ഞാൻ എല്ലാം കൂടി എഴുതാൻ സമയമൊന്നും ഉണ്ടാവില്ല, എന്നാലും ബേസിക് ആയുള്ള കുറച്ച് കാര്യം നമ്മൾ എഴുതണം നിർബന്ധമായിട്ടും. അടുത്ത എന്താണ് നോക്കുക? NH2 എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അമൈൻ ഗ്രൂപ്പ് ആണ്. സോ എന്താണ് വിളിക്കുക? അമിനോ എന്ന് വിളിക്കുക. അമിനോ പ്രിഫിക്സ് അമിനോ എന്ന് കൊടുക്കാം. അതൊരു ഹാലജൻ വരികയാണെങ്കിൽ എന്താ വിളിക്കുക? നമ്മൾ വിളിക്കുന്ന പേരാണ് ഹാലോ, അതായത് ക്ലോറോ, ബ്രോമോ അങ്ങനെ കൊടുക്കാം. ഇനി അതുപോലെ CHO ആണെങ്കിലും അത് ആൽഡിഹൈഡ് ഗ്രൂപ്പ്. അപ്പൊ എന്ന് വിളിക്കാം നമ്മൾ അതിനെ ഫോർമൈൽ എന്ന് വിളിക്കുക. ഫോർമൈൽ എന്ന് വിളിക്കും. അതേപോലെ മക്കളെ കീറ്റോൺ ഗ്രൂപ്പ് ആണെങ്കിലോ നമ്മൾ വിളിക്കുന്ന പേരെന്താ? ഓക്സോ. നമ്മൾ വിളിക്കും ഓക്സോ എന്ന് വിളിക്കും. ഓക്സോ. ദെൻ അഗൈൻ നമ്മളിപ്പം വരുന്നത് കാർബോക്സിലിക് ആസിഡ് ആണ്. COH ആണെങ്കിൽ എന്താ വിളിക്കും? നമ്മളിതിനെ അതിനെ കാർബോക്സി. ശ്രദ്ധിക്കണേ, കാർബോക്സി എന്ന് വിളിക്കുക. കാർബോക്സി. ഇതൊക്കെ എന്താ മക്കൾ? ഇതൊക്കെ പ്രിഫിക്സ് ആണ്. എന്താണ്? പ്രിഫിക്സ് ആണ്.
അതുപോലെ നമ്മൾ O ആണെങ്കിലോ ഓക്സിജൻ ആണ് വരുന്നെങ്കിലോ ഓക്സിജൻ ആണെങ്കിൽ ഇത് പോളിവാലൻ കോമ്പൗണ്ട് ആണ്, വാലൻസി അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാവും. അപ്പോൾ ഓക്സിജൻ എന്താ വിളിക്കുക, ഓക്സിജൻ ആണെങ്കിൽ O ആണെങ്കിൽ മക്കൾ എന്താ സോണസ് ആൽക്കോക്സി എന്ന് വിളിക്കുക, ആൽക്കോക്സി. ഇനി മക്കൾ നമ്മൾ CN ആണെങ്കിലോ CN ആണെങ്കിൽ എന്താ വിളിക്കുക, സയാനോ എന്ന് വിളിക്കും, സയാനോ. then again മക്കൾ ഏതാണ് NO2 ആണെങ്കിൽ എന്ത് വിളിക്കും നമ്മൾ, നൈട്രോ. then again നമ്മൾ എന്ത് പറയാം, നമുക്ക് വേണമെങ്കിൽ COOR ആണ് എന്ന് വിളിക്കുക, എസ്റ്റർ ആണെങ്കിൽ എന്താ വിളിക്കുക നമ്മൾ ആൽക്കോക്സി കാർബൺ എന്ന് വിളിക്കുക, ആൽക്കോക്സി കാർബോണൈൽ. then again അടുത്ത നമ്മൾ എന്ത് കൊടുക്കുക, നമ്മൾ CONH2 ആണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും, അമൈഡ് ഗ്രൂപ്പ് അല്ലേ, അപ്പൊ എന്താ വിളിക്കുക, കാർബൊമൈൽ. then again നമ്മൾ കൊടുക്കുകയാണ് COCl, അതായത് നമ്മൾ ആസിഡ് ക്ലോറൈഡുകളൊക്കെ, അപ്പൊ എന്നെ വിളിക്കുന്ന പേര് എന്താ, ഹാലോ കാർബോണൈൽ. ഇതൊന്നും നോക്കണം, ജസ്റ്റ് സിമ്പിൾ, വളരെ സിമ്പിൾ. അങ്ങനെ കുറെ എഴുതി വെച്ച് പേടിക്കൊന്നും വേണ്ട. അതിൽ എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കാറുള്ളത് എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ എപ്പോഴും ക്വസ്റ്റ്യൻ പേപ്പർ കാണാറുള്ള ആൾക്കാരെന്ന് കാണിച്ചാൽ നിങ്ങൾക്ക് എപ്പോഴും ചോദ്യ പേപ്പറിലുള്ള ആൾക്കാരാണ് എന്ത്, ഒന്ന് OH, NH2, ഹാലജൻ, CHO, CO, COH, NO2, then COR. അതൊക്കെയാണ് സ്ഥിരമായിട്ട് ചോദ്യ പേപ്പറിൽ കാണുന്ന സാധനങ്ങൾ. എനിവേ എല്ലാം നിങ്ങൾ പഠിച്ചോളൂ, അത് അധികം നെയ്തിട്ടില്ല. അപ്പം നിങ്ങൾ എന്തൊക്കെ പഠിക്കണം, OH ഹൈഡ്രോക്സി എന്നും, അമിനോ ആണെങ്കിൽ NH2 അമിനോ എന്നും, ഹാലജൻ ആണ് ഹാലോ, ഫോർമൈൽ. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ ഹാൽഡിഹൈഡ് നിങ്ങൾ പഠിച്ചത് ആൽ എന്നായിരിക്കും നിങ്ങൾ പഠിച്ചത്. ആൽ എന്താ, അത് സഫിക്സ് ആണ്. ഇവിടെ പ്രിഫിക്സിന് വിളിക്കുന്ന പേരെന്താ, ഫോർമിൽ എന്നാണ്. അതേപോലെ കീറ്റോൺ നിങ്ങൾ എന്താ പഠിച്ചത്, കീറ്റോൺ ആണെങ്കിൽ നിങ്ങൾ ഓർക്കേണ്ടത് പ്രിഫിക്സ് ഈസ് എന്താണ്, ഓക്സോയാണ്. എന്താണ് പ്രിഫിക്സ് എന്താണ്, അല്ലെങ്കിൽ ഓൺ 2 പെന്റനോൺ 3 പെന്റനോൺ ഓൺ ആണ് നിങ്ങൾ കൊടുത്തിട്ടുണ്ടാവുക സഫിക്സ് ആയിട്ട്. ഇവിടെ പ്രിഫിക്സ് എന്താ മക്കളെ, പ്രിഫിക്സ് എന്ന് പറയുന്നത് ഓക്സോയാണ്. ഇതിന്റെ കാര്യം നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. ബാക്കിയൊക്കെ ഓൾമോസ്റ്റ് എന്താണ്, നിങ്ങൾക്ക് ഇത് രണ്ടുമാണ് പലപ്പോഴും നമുക്ക് എക്സാമിന് യൂസ് ചെയ്യേണ്ടി വരുന്നത്, ഫോർമൈലും ഓക്സോയും. ഓക്കെ, പിന്നെ കാർബോക്സി ഒക്കെ ഉണ്ട്. ഇനി ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. ഇനി നമ്മൾ അതിന്റെ സഫിക്സും കൂടെ ഒന്ന് എഴുതിയേക്കാം. സഫിക്സ് എന്ന് പറയുമ്പോൾ മക്കളെ, സഫിക്സ് എന്ന് പറയുമ്പോൾ ലെറ്റ്സ് സേ സഫിക്സ് മെയിൻ ഫംഗ്ഷണൽ ഗ്രൂപ്പായി വരുന്ന സമയത്ത് അയാൾ നമ്മൾ സഫിക്സ് ആയിട്ടാണ് കൊടുക്കാറുള്ളത്. സഫിക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ടത് OH ഗ്രൂപ്പ് വരെ നമ്മൾ എന്താ വിളിക്കുക, ഓൾ എന്ന് വിളിക്കും, ഓൾ. ആൽക്കോ, പിന്നെ പെന്റനോൾ, എക്സനോൾ അങ്ങനെ കൊടുക്കും, ബ്യൂട്ടനോൾ അല്ലെ, ഇതാണ് ഓൾ എന്ന് കൊടുക്കുക. ഇനി NH2 ആണെങ്കിൽ നമ്മൾ എന്താ വിളിക്കുക, അത് നമ്മൾ അമൈൻ എന്ന് വിളിക്കുക, അമൈൻ, പെന്റനമൈൻ, എക്സനമൈൻ, എത്തനമൈൻ അല്ലെ, അമൈൻ എന്നാണ് വിളിക്കുക. അല്ല ഹാലജൻസ് വരികയാണ് നമ്മൾ എന്താ വിളിക്കുക, അതിന് ഹാലോ, അതിനും അങ്ങനെ തന്നെ ഹാലോ തന്നെയാ, അല്ലാതെ തന്നെ വേറെ പ്രത്യേകിച്ച് പേരൊന്നുമില്ല, ഹാലോ തന്നെയാണ് കൊടുക്കാറുള്ളത്. ആൽഡിഹൈഡ് ആണെങ്കിൽ ആൽ നേടി കൊടുക്കും, ആലെന്ന് കൂട്ടി വിളിക്കും, അതായത് പെന്റനാൽ, ഹെക്സനാൽ, ബ്യൂട്ടനാൽ ഇങ്ങനെ കൊടുക്കും. ഇനി കീറ്റോൺ ആണെങ്കിൽ മക്കൾ നമ്മൾ കൊടുക്കും ഓൺ കൊടുക്കും, ഓൺ, പെന്റനോൺ, ഹെക്സനോൺ, ബ്യൂട്ടനോൺ ഇങ്ങനെ കൊടുക്കും. ഇനി നമ്മൾ അതേപോലെ COH ആണ്, കാർബോക്സി ആണെങ്കിലോ ഓയിക് ആസിഡ് എന്താ വിളിക്കുക, ഓയിക് ആസിഡ് കൂട്ടി കൊടുക്കും, ഓയിക് ആസിഡ്, അതായത് പെന്റനോയിക് ആസിഡ്, ഹെക്സനോയിക് ആസിഡ് കൂട്ടി കൊടുക്കും. അതേപോലെ നമ്മൾ O ഗ്രൂപ്പ് അല്ലെങ്കിൽ നമ്മുടെ ആൽക്കോക്സി ആണെങ്കിലോ ഇഥർ ആണെങ്കിൽ നമ്മൾ വിളിക്കും മക്കളെ ആൽക്കോക്സി എന്ന് വിളിക്കും, ആൽക്കോക്സി. ഇതും ആൽക്കോക്സി, രണ്ടും ആൽക്കോക്സി തന്നെയാണ്, രണ്ടും എന്താണ് ആൽക്കോക്സി തന്നെയാണ്. ദെൻ അഗെയിൻ അപ്പം നമ്മൾ അടുത്തതാണെങ്കിലും എന്താണ് അടുത്തത്, സയനോ ആണെങ്കിൽ വിളിക്കും, സയനോ നൈട്രൈൽ എന്ന് വിളിക്കുക, നൈട്രൈൽ. ഇപ്പൊ നൈട്രൈലാണ് സഫിക്സ്, സയനോ എന്താ പ്രിഫിക്സ് ആണ്. ദെൻ NO2 ആണെങ്കിലോ NO2 നമ്മൾ പ്രിഫിക്സ് ഉപയോഗിക്കുന്ന നൈട്രോ ആണെങ്കിൽ സഫിക്സ് എന്താണ്, അതും നൈട്രോ തന്നെയാണ്, നൈട്രോ. ദെൻ അഗെയിൻ മക്കളെ എന്താ COR, എസ്റ്റർ ആണെങ്കിൽ എന്താ വിളിക്കുക, എസ്റ്റർ. COR ആണെങ്കിൽ നമ്മൾ OH വിളിക്കും, OH എന്ന് വിളിക്കും. അതേപോലെ തന്നെ നമ്മൾ എന്താണ് CONH2 അമൈഡുകളാണ്. അപ്പൊ അമൈഡുകൾ നമ്മൾ സഫിക്സ് ആയിട്ട് അമൈഡ് എന്നും പ്രിഫിക്സ് ആയിട്ട് കാർബോമൈൽ എന്നും ഉപയോഗിക്കും. അപ്പൊ അത് നോട്ട് ചെയ്ത് വെക്കണം. അമൈഡുകൾ നമ്മൾ വിളിക്കുന്നത് എന്താണ്, അമൈഡുകളെ എന്താണ് സഫിക്സ് അമൈഡ് എന്നും പ്രിഫിക്സ് കാർബോമൈലുമാണ്. then അതേപോലെ അവസാനം നമ്മൾ പറയുകയാണെങ്കിൽ ലെറ്റ്സ് സേ COX ഹാലോ കാർബോണൈൽ ആണെങ്കിൽ എന്നെ വിളിക്കുന്ന പേരാണ് ഓയിൽ ക്ലോറൈഡ് അല്ലെങ്കിൽ ഓയിൽ ഹാലൈഡ്, അതായത് ആസിഡ് ക്ലോറൈഡ് അങ്ങനെയൊക്കെ പറയാറില്ല. അപ്പൊ അങ്ങനെ പെന്റനോയിൽ ക്ലോറൈഡ് അങ്ങനെ പറയാറുണ്ട്. അപ്പം ആ സംഭവം എന്താണ് ആക്ച്വലി അത് ഹാലോ അല്ലെങ്കിൽ ആൽക്കൈൽ ഹാലൈഡുകളാണ്, സോറി എന്താണ് ആസിഡ് ക്ലോറൈഡുകളാണ്. ദെൻ സൾഫോണിക് ആസിഡ് ഉണ്ട്, ഇപ്പോൾ സൾഫോണിക് ആസിഡ് ഉണ്ട്, SO3H. അപ്പോൾ എഗെയിൻ ഇത്രയൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഫംഗ്ഷൻ ഗ്രൂപ്പ്, അതിന്റെ പ്രിഫിക്സും അതിന്റെ സഫിക്സും. ഓക്കെ, ഇനി നിങ്ങൾ ഇതിന്റെ പ്രയോറിറ്റി ഓർഡർ ഇതൊക്കെ പഠിച്ചിട്ട് കാര്യമില്ല, ഇതിന്റെ പ്രയോറിറ്റിയും കൂടി നിങ്ങൾ അറിയണം. എന്നാൽ മാത്രമേ ഉള്ളൂ ഇത് ഏത് ഉപയോഗിക്കുക, ഏതാ പ്രിഫിക്സ് ഏതാ സഫിക്സ് അറിയത്തുള്ളൂ. പ്രയോറിറ്റി ഓർഡർ NCERT കൊടുത്തിട്ടുണ്ട്. ആ NCERT കൊടുത്തിരിക്കുന്ന ഓർഡർ ജസ്റ്റ് നോക്കുക നിങ്ങൾ. അതിനകത്ത് പ്രധാനമായിട്ടും കൊടുത്ത ഏറ്റവും പ്രയോറിറ്റി ഉള്ള ഫംഗ്ഷൻ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ആരാന്ന് വെച്ചാൽ അത് COOH ആണ്. ആരാണ്? ആസിഡ് ആണ്, കാർബോക്സിലിക് ആസിഡ്. പിന്നെ ആരാ മക്കളെ? പ്രയോറിറ്റി ഓർഡർ. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇത് അറിഞ്ഞാലേ നമുക്ക് നെയിം ചെയ്യാൻ പറ്റത്തുള്ളൂ. നെയിമിംഗ് ഇസ് ബേസ്ഡ് ഓൺ എന്താണ്, അല്ലെങ്കിൽ ഫംഗ്ഷൻ ഗ്രൂപ്പ് നെയിമിംഗ് ഇസ് ബേസ്ഡ് ഓൺ പ്രയോറിറ്റി ഓർഡർ ആണ്. സോ ആരാണ് ആദ്യം വരുന്നത്? ആദ്യം വരുന്നത് ആരാണ്? COH ആണ്. ആരാണ് മക്കളെ? COH എന്ന് പറഞ്ഞാൽ ആസിഡ് ആണ്. പിന്നെ വരുന്നത് സൾഫോണിക് ആസിഡ് ആണ്, സൾഫോണിക് ആസിഡ് SO3H. പിന്നെ വരുന്നത് എസ്റ്റർ ആണ്, COR. പിന്നെ വരുന്ന ആരാണ് മക്കളെ? പിന്നെ വരുന്നത് COCl എന്ന് വെച്ചാൽ ആരാണ്? COCl എന്ന് പറഞ്ഞാൽ ആസിഡ് ക്ലോറൈഡുകളാണ്. പിന്നെ വരുന്നവരാണ് അമൈഡുകളാണ്, CONH2 അമൈഡുകളാണ്. പിന്നെ വരുന്നവരാണ് മക്കളെ? പിന്നെ വരുന്നതാണ് ആര്? സയനോ ഗ്രൂപ്പുകൾ,
സയനോ പിന്നെ വരുന്നതാണ് മക്കളെ ആര് CHO ആൽഡിഹൈഡ് ഗ്രൂപ്പുകൾ പിന്നെ വരുന്ന കീറ്റോ ഗ്രൂപ്പുകളാണ് സോ കീറ്റോ ഗ്രൂപ്പ് പിന്നെ വരുന്നവരാണ് മക്കളെ നമ്മളെ ആൽക്കഹോൾ അതായത് OH ഗ്രൂപ്പ് പിന്നെ വരുന്നതാണ് ആര് NH2 അമീൻ പിന്നെ വരുന്നതാണ് ആര് ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഈ ഫംഗ്ഷണൽ ഗ്രൂപ്പിലൊക്കെ കഴിഞ്ഞാൽ ലീസ്റ്റ് വരുന്ന ആളാണ് എന്ന് വെച്ചാൽ നമ്മുടെ ഡബിൾ ബോണ്ട് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ആളാണ് ട്രിപ്പിൾ ബോണ്ട് പിന്നെ കഴിഞ്ഞ വരുന്ന ആളാണ് ട്രിപ്പിൾ ബോണ്ട് സോ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട പോയിന്റ് ഓഫ് വ്യൂ എക്സാം പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും വരികയാണെങ്കിൽ ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും നിങ്ങളുടെ കോമ്പൗണ്ടിനകത്ത് വരികയാണ് ആർക്ക് പ്രയോറിറ്റി കൊടുക്കണം ഡബിൾ ബോണ്ടിന് പ്രയോറിറ്റി കൊടുത്തതിന് ശേഷം മാത്രമായിരിക്കും ട്രിപ്പിൾ ബോണ്ടിന് പ്രയോറിറ്റി കൊടുക്കണം അപ്പോൾ ഇതാണ് നിങ്ങളുടെ പ്രയോറിറ്റി ഓർഡർ എന്ന് പറയുന്നത് ഇത് നോട്ട് ചെയ്ത് വെക്കണം ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് അപ്പോൾ എൻ്റെ ചോദ്യം ഇതാണ് നിങ്ങളുടെ ചോദ്യപേപ്പറിൻ്റെ അകത്ത് എക്സാമിന് എപ്പോഴും ചോദിക്കാറുള്ളത് ആരൊക്കെ വെച്ചാൽ ആൽഡിഹൈഡ് ഉണ്ടാകും ആസിഡ് ഉണ്ടാകും കാർബോക്സിലിക് കീറ്റോൺ ഉണ്ടാകും ദെൻ ആൽക്കഹോൾ ഉണ്ടാവും ഇതൊക്കെ ഉണ്ടാവും ഇതിന് ആരാണ് മോർ പ്രയോറിറ്റി അപ്പോൾ ഇയാൾക്ക് മോർ പ്രയോറിറ്റി സെക്കൻഡ് പ്രയോറിറ്റി ഇത് തേർഡ് പ്രയോറിറ്റി ഇത് ഫോർത്ത് പ്രയോറിറ്റി ഇനി ആൽഡിഹൈഡും ആൽക്കഹോളും ഉണ്ടെങ്കിൽ ആരെ നമ്മൾ പ്രിഫിക്സ് ഉപയോഗിക്കണം ആൽക്കഹോളിനെ പ്രിഫിക്സ് ഉപയോഗിക്കണം ആൽഡിഹൈഡ് കീറ്റോൺ ഉണ്ടെങ്കിൽ ആരെ പ്രിഫിക്സ് ഉപയോഗിക്കണം കീറ്റോനെ പ്രിഫിക്സ് ഉപയോഗിക്കണം ആൽഡിഹൈഡിനെ സഫിക്സ് ഉപയോഗിക്കണം ഇതാണ് കോൺസെപ്റ്റ് മക്കളെ മനസ്സിലായോ ഇത്രയും മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം നെയിമിംഗ് വളരെ സുഖമാണ് ഒരു ടെൻഷനും വേണം നെയിമിംഗ് വളരെ സുഖമാണ് ഓക്കെ അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യാം കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ നെയിം ചെയ്ത് എല്ലാവരും നെയിം ചെയ്തേടാ എല്ലാവരും എൻ്റെ കൂടെ നെയിം ചെയ്ത് ഒന്നാമത്തെ ചോദ്യം ഇതാണ് CH3 CHOH നമ്മൾ കോൺസെപ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അത് സമയം എടുക്കും പിന്നെ നമ്മൾ സ്പീഡാക്കും COCH3 ഇത് ഒന്നാമത്തെ ചോദ്യമാണ് രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത് CH2Cl again CH2 CHBr CH2OH രണ്ട് ഇനി മൂന്നാമത്തെ ചോദ്യം CH3 CHNH2 CH2COH ആയിക്കോട്ടെ നാലാമത്തത് CH3 CH2 CH2Cl CH2CO COH എല്ലാവരും ഇതിന്റെ പേരൊന്ന് പെട്ടെന്ന് പറഞ്ഞ് എല്ലാ കുട്ടികളും പെട്ടെന്ന് ഇതെങ്ങനെ നമ്മൾ നെയിം ചെയ്യാൻ പറ്റും എങ്ങനെ നെയിം ചെയ്യും നമ്മൾ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫംഗ്ഷണൽ ഗ്രൂപ്പ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്ന ആളെ നമ്മൾ എന്ത് ചെയ്യുക ലോങ്ങസ്റ്റ് ചെയിൻ എടുക്കാനുള്ള അപ്പോൾ ഇതാണ് എന്ത് മക്കളെ നമ്മുടെ ലോങ്ങസ്റ്റ് ചെയിൻ എന്ന് പറയുന്നത് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഏതിനാണ് നമ്മൾ നമ്പർ ചെയ്ത് തുടങ്ങുന്നത് എവിടെ നമ്പർ ചെയ്ത് തുടങ്ങണം നമ്മൾ നമ്പറിങ് ഇവിടെ നിന്ന് തുടങ്ങുകയാണെങ്കിൽ 1 2 എന്നുണ്ടാവും ഇവിടെ നമ്പർ തുടങ്ങുകയാണെങ്കിൽ 1 2 രണ്ട് കേസിലും ഫംഗ്ഷണൽ ഗ്രൂപ്പിന് 2 നമ്പർ കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ നമുക്ക് പ്രയോറിറ്റി നോക്കണം പ്രയോറിറ്റിയിൽ ആരാ കൂടുതലും കീറ്റോൺ ആണോ ആൽക്കഹോൾ ആണോ കീറ്റോൺ അല്ലേ സോ നിങ്ങൾ ലെഫ്റ്റ് ഇതാണ് നമ്മൾ നമ്പർ ചെയ്യേണ്ടത് 1 2 3 4 5 നാലാമത്തെ ആരുണ്ട് OH ഉണ്ട് OH എന്താണ് മക്കൾ ഇവിടെ പ്രിഫിക്സ് ആണ് സഫിക്സ് ആണ് പ്രിഫിക്സ് ആയിട്ട് ഉപയോഗിക്കേണ്ടത് ബിക്കോസ് എന്താ മെയിൻ ഫംഗ്ഷണൽ ഗ്രൂപ്പ് അല്ല അപ്പൊ നമ്മൾ എന്താ ഉപയോഗിക്കുക 4ൽ എന്താ ഹൈഡ്രോക്സി ഓൾ എന്ന് വിളിക്കണം 4 ഹൈഡ്രോക്സി പേര് കൊടുത്തോ 4 ഹൈഡ്രോക്സി കൊടുക്കാം 4 ഹൈഡ്രോക്സി ഇനി മക്കൾ ആരുണ്ട് 2ൽ ആരുണ്ട് കീറ്റോൺ ഉണ്ട് സോ നിങ്ങൾ അത് സെപ്പറേറ്റ് എന്ത് ചെയ്യണം അതിനെ കാണിക്കണം പെന്റ് 2 ഓണെന്നോ അല്ലെങ്കിൽ 2 പെന്റനോണെന്നോ കൊടുക്കാം അപ്പൊ പെന്റ് 2 ഓണെന്നോ പെന്റ് 2 ഓണെന്ന് കൊടുക്കാം അല്ലെങ്കിൽ 2 പെന്റനോൺ രണ്ടും ശരിയാണ് പെന്റ് 2 ഓണെന്നോ അല്ലെങ്കിൽ 2 പെന്റനോണെന്നോ കൊടുക്കാം അപ്പൊ ഇതാണ് ആൻസർ റെഡി ഇനി അടുത്തെന്ന് പറഞ്ഞ മക്കൾ എന്താണ് ഇത് എന്തെങ്കിലും പ്രത്യേകത ഇവിടെ ശ്രദ്ധിക്കുന്ന വെച്ചാൽ ഇതൊക്കെ സബ്സ്റ്റിറ്റ്യൂവന്റുകളാണ് ഇത് ഫംഗ്ഷണൽ ഗ്രൂപ്പ് അപ്പൊ ഫംഗ്ഷണൽ ഗ്രൂപ്പിനാണ് നമ്പറിംഗ് കൊടുക്കുന്നത് ഫസ്റ്റ് കൊടുക്കേണ്ടത് 1 2 3 4 5 ഓക്കെ അപ്പൊ വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ കാര്യം അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഇവിടെ നിന്ന് ഫംഗ്ഷൻ ഗ്രൂപ്പിന് മിനിമം നമ്പർ കൊടുക്കാതെ ഇവിടെ നിന്ന് ബ്രാഞ്ചിന് മിനിമം നമ്പർ കിട്ടുക ഇവിടെ നിന്ന് 1 2 3 ഇതേ തെറ്റും അങ്ങനെ കൊടുക്കരുത് ഫംഗ്ഷൻ ഗ്രൂപ്പിന് മിനിമം നമ്പർ കൊടുത്തിട്ട് ആണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് അപ്പോൾ നിങ്ങൾ ഫംഗ്ഷൻ ഗ്രൂപ്പ് മിനിമം നമ്പർ കൊടുക്കുക എന്നുള്ള ഫസ്റ്റ് ഓഫ് ഓൾ അല്ല ബ്രാഞ്ചിന് മിനിമം നമ്പർ കൊടുക്കട്ടെ എന്ന് ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യും സബ്ജക്റ്റുവിനെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യരുത് അലമ്പാക്കി കൊളാക്കരുത് അപ്പോൾ നിങ്ങൾ ഇവിടെ നമ്പർ ചെയ്യുക അപ്പോൾ 3ലും 5ലും ആൾക്കാരുണ്ട് ബ്രാഞ്ചുകളുണ്ട് അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷനുകളുണ്ട് അപ്പോൾ 3ൽ ആരാ ബ്രോമിന 5ൽ ക്ലോറിനും അപ്പോൾ ആദ്യം ആര് എഴുതണം ബ്രോമിൻ എഴുതണം അക്കോർഡിംഗ് ടു എന്താണ് ആൽഫബറ്റിക് ഓർഡർ സോ 3ൽ ബ്രോമിൻ ഉണ്ട് 3 ബ്രോമോ 5 ക്ലോറോ 3 ബ്രോമോ 5 ക്ലോറോ 5ൽ ക്ലോറിൻ ഉണ്ട് മൊത്തത്തിൽ 2 പെന്റാണ് സോ പെന്റനോൾ എന്നിട്ട് 3 ബ്രോമോ 5 ക്ലോറോ പെന്റനോൾ പെന്റാൻ 1 ഓൾ എന്ന് പറഞ്ഞാൽ മതി പക്ഷേ പെന്റനോൾ 1 ആയതുകൊണ്ട് പ്രത്യേകിച്ച് സ്പെസിഫിക്കിന് ആവശ്യമില്ല ഇനി അടുത്തത് 1 2 3 4 കാരണം എന്താ കാർബോക്സിലിക് ആസിഡ് ആണ് എന്ത് മോർ പ്രയോറിറ്റി സോ 3ൽ ആരുണ്ട് NH2 ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ 3ൽ NH2 ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ എന്താ വിളിക്കുക 3 അമിനോ 3ൽ അമിനോയാണ് 3 അമിനോ ഉണ്ട് ദെൻ അഗെയിൻ
അമിനോ ആണെന്ന് അതിന്റെ പ്രിഫിക്സ് ആണ്. 4 കാർബൺ ആറ്റം എന്ന് പറയുമ്പോൾ ബ്യൂട്ടാണ്, ബ്യൂട്ടനോയിക് ആസിഡ്. മക്കളെ മനസ്സിലായോ? ഇനി നോക്കി ഇത് നോക്കി 4ാമത്തെ ചോദ്യം. ഇവിടെ നമ്മൾ നോക്കണ സമയത്ത് ഇവിടെ നിന്ന് 1 2 3 3 ബ്രാഞ്ച് ഉണ്ട്, ഇവിടെ നിന്ന് 1 2 3 4 5 ബ്രാഞ്ച് ഉള്ളൂ എന്ന് കരുതി നമ്മൾ ഇവിടെ നമ്പർ ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഫംഗ്ഷൻ ഗ്രൂപ്പിന് മിനിമം നമ്പർ എടുക്കുന്ന രൂപത്തിൽ നമ്പർ ചെയ്യാം. സോ ഇവിടെ നിന്ന് തുടങ്ങാം 1 2 3 4 5 6 7 ആൻഡ് 3ാമത്തിൽ ആരുണ്ട്? കീറ്റോൺ ഉണ്ട്. സോ 3ാമത്തിൽ കീറ്റോൺ എന്ന് പറയുമ്പോൾ 5ാമത്തിൽ ക്ലോറിൻ ഉണ്ട്. സോ 5 ക്ലോറോ ദെൻ 3 എന്താണ്? 3ൽ കീറ്റോണ, കീറ്റോണിന്റെ പ്രിഫിക്സ് എന്താ? ഓക്സോയാ. 3 ഓക്സോ. മൊത്തം എത്ര കാർബൺ ആറ്റം? ഹെപ്റ്റനോയിക് ആസിഡ് അല്ലെങ്കിൽ ഹെപ്റ്റനോയിക് ആസിഡ് എന്ന് പറയാം. ഓക്കെ ഫൈൻ. ഇനി ഒരു ചോദ്യം കൂടി തരട്ടെ മക്കൾ, ഒരു ചോദ്യം കൂടി തരാം. അതുകൂടി ആകുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? ഏകദേശം ഈ ഫംഗ്ഷൻ ഗ്രൂപ്പിന്റെ ഒരു ഐഡിയ കിട്ടും നിങ്ങൾക്ക്. ഫംഗ്ഷൻ ഗ്രൂപ്പിന്റെ ഐഡിയ കിട്ടും. അതായത് മക്കളെ CH3 CH2 ലെറ്റ്സ് സേ CO CH2 CH2 CHO, അതായത് 2 ഫംഗ്ഷൻ ഗ്രൂപ്പുകൾ. അതൊക്കെയാണ് ആൽഡിഹൈഡും ഉണ്ട് കീറ്റോണും ഉണ്ട്. മക്കൾ ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുള്ളൂ. ആൽഡിഹൈഡും ഉണ്ട് കീറ്റോണും ഉണ്ട്. ഇതിൽ ആരാണ് മക്കളെ പവർഫുൾ? ആരാണ് സ്ട്രോങ്? കീറ്റോൺ ആൽഡിഹൈഡ് അല്ലേ? സോ ഇവിടെ 1 2 3 4 5 6 പേര് പറഞ്ഞേ. 4ാമത്തേൽ എന്തുണ്ട്? കീറ്റോൺ ഉണ്ട്. അപ്പം കീറ്റോൺ 4ാമത്തേതാകുമ്പോൾ നമ്മൾ അവിടെ പ്രിഫിക്സ് ഉപയോഗിക്കണം, സഫിക്സ് ഉപയോഗിക്കണം? സഫിക്സ് ഉപയോഗിക്കരുത്, പകരം പ്രിഫിക്സ് ഉപയോഗിക്കണം. ഏത്? ഓക്സോ പ്രിഫിക്സ് ഉപയോഗിക്കണം. സോ 4ൽ ആരുണ്ട്? 4 ഓക്സോ എന്താണ്? മൊത്തം കാർബൺ ആറ്റം X. സോ ഹെക്സനാൽ. ഇതാണ് ഹെക്സനാൽ. റെഡി അല്ലേ? 4 ഓക്സോ ഹെക്സനാൽ എന്ന് കിട്ടും. 4 ഓക്സോ ഹെക്സനാൽ. മക്കളെ മനസ്സിലായോ? റെഡി അല്ലേ? സെറ്റ്. ഇനി മക്കളെ മനസ്സിലാക്കുന്ന മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ പല കുട്ടികൾക്കും ബുദ്ധിമുട്ടുണ്ടാകുന്ന വേറെ സാധനം പറഞ്ഞു തരട്ടെ. അതായത് നമ്മുടെ ആൽക്കീനും ആൽക്കൈനും വരികയാണ്. ഫോർ എക്സാമ്പിൾ ഞാൻ കാണിച്ചത് എനിക്ക്, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ബോൺസ് വരും. എക്സാമ്പിൾസിലൂടെ പഠിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മളിങ്ങനെ എന്താ പറയാൻ പറ്റില്ല, കാണാതെ എങ്ങനെ പഠിക്കുന്നതല്ല. എക്സാമ്പിൾസിലൂടെ നമ്മൾ സോൾവ് ചെയ്ത് പോകണം. ലെറ്റ്സ് സേ ഒന്നിലധികം ഫംഗ്ഷൻ ഗ്രൂപ്പുകൾ വരികയാണ് എങ്ങനെ പേര്? ഒന്നിലധികം ഫംഗ്ഷൻ ഗ്രൂപ്പുകൾ വരുമ്പോൾ എങ്ങനെ പേരിടും? കാണിച്ചു തരാം. മോർ ദാൻ വൺ ഫംഗ്ഷൻ ഗ്രൂപ്പ്, സെയിം മോർ ദാൻ വൺ സിമിലർ ഫംഗ്ഷൻ ഗ്രൂപ്പ് കൊടുക്കുക. അപ്പൊ എങ്ങനെ പേര്? ഓക്കെ, സെയിം ഫംഗ്ഷൻ ഗ്രൂപ്പ്, സിമിലർ ഫംഗ്ഷൻ ഗ്രൂപ്പ് വരികയാണ് എങ്ങനെ പേരിടും എന്ന് കാണിച്ചു തരാം. ലെറ്റ്സ് സേ CH2OH സിമ്പിൾ ബേസ് തുടങ്ങാം. അപ്പൊ എന്തായിരിക്കും? ഇത് ഈതൈൻ അല്ലേ? ഈതൈൻ്റെ മുകളിൽ 1ലും 2ലും ഓൾ ഉണ്ട്. സോ ഈതൈൻ. അപ്പൊ നിങ്ങൾ ഉപയോഗിക്കേണ്ട ടേബിൾ ഡൈ ട്രൈ ടെട്ര ഉപയോഗിക്കുക. ഈതൈൻ 1,2 ഡയോൾ. ഇതാണ് ബേസിക്. ഇനി ഞാൻ പറയട്ടെ, അടുത്തത് CHO. ഇതെന്താ സാധനം? ഇത് ഈതൈൻ്റെ മുകളിൽ 1,2 ഡയാൽ. ഇതാണ് ഗ്ലയോക്സാൽ എന്ന് പറയുന്ന സാധനം. ഗ്ലയോക്സാൽ. ഓക്കെ, ഗ്ലയോക്സാൽ. ഇനി മക്കൾ അടുത്തത് കുറച്ചുകൂടി കയറ്റി വരാം. COOH 2 കാർബോക്സിലിക് ആസിഡ് അല്ലേ? അപ്പൊ ഇതിന് വിളിക്കുന്നത് എന്താ? ഈതൈൻ 1,2 ഡൈഓയിക് ആസിഡ് എന്ന് പറയും. ഡൈഓയിക് ആസിഡ് ആണ് എന്ത്? ഓക്സാലിക് ആസിഡ്. ഓക്കെ, അത്രയും മതി. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോണേ? 2 കീറ്റോൺ വരുമ്പോൾ എന്ത്? 2 കീറ്റോൺസിനെ കൊടുക്കാം. അപ്പം CH3 CO CH2 CO CH3 നോക്കിക്കാം മക്കളെ. ഇതെന്താ പ്രത്യേകത? ഇവിടെ സിമിലർ ആയിട്ടുള്ള 2 ഫംഗ്ഷൻ ഗ്രൂപ്പ് വന്നു. അതൊക്കെയാണ് CO എന്ന് പറയുന്ന കീറ്റോ ഗ്രൂപ്പ് വന്നു. അപ്പൊ എങ്ങനെ നമ്മൾ നമ്പർ ചെയ്യും? എങ്ങനെ പേരിടും മക്കളെ? സിമ്പിൾ ആണ്. നിങ്ങൾ എങ്ങനെ ഇവിടെ തുടങ്ങിയാൽ ലെഫ്റ്റ് തുടങ്ങിയാൽ റൈറ്റ് തുടങ്ങിയാൽ നമ്പർ ചെയ്യാൻ പോകുന്നത് അത് കീറ്റോണ് നമ്പറിങ് കിട്ടുന്നത് സിമിലർ ആയിട്ടാണ്, ഈക്വലൻ പൊസിഷൻ. അപ്പൊ നിങ്ങൾ എവിടെ തുടങ്ങിയാലും കുഴപ്പമില്ല. 1 2 3 4 5 റൈറ്റ് തുടങ്ങിയാൽ 1 2 3 4 5, അതായത് നിങ്ങൾക്ക് 2ലും 4ലും കിട്ടും. അപ്പൊ എവിടെ നിന്ന് ഓക്കെ അല്ലേ? ഓക്കെയാണ്. ഇനി നിങ്ങൾ എന്ത് ചെയ്യാം? എത്ര കാർബൺ ആയിട്ടാണ് നോക്കുക? 5 കാർബൺ. പെൻറ്റെയിൻ. ഒക്കെ ആൽക്കൈന് പെൻറ്റെയിൻ ചെയ്ത് ആൽക്കൈൻ ആയതുകൊണ്ട് ഒക്കെ പെൻറ്റെയിൻ ചെയ്താൽ. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? എവിടേക്കാണ് ഇതിന്റെ പൊസിഷൻ നോക്കണം. 2ലും 4ലും എത്ര ഉണ്ട്? 2 എണ്ണം ഉണ്ട്. ഇനി കീറ്റോൺ ഗ്രൂപ്പ് മാത്രമല്ല, വേറെ ആരും ഇല്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ എന്ത് യൂസ് ചെയ്യാം? സഫിക്സ് യൂസ് ചെയ്ത് ഡയോൺ ഓൺ ചെയ്ത് കൊടുക്കുക. അപ്പൊ പെൻറ്റെയിൻ 2,4 ഡയോൺ. മക്കളെ മനസ്സിലായോ? ഇനി ഞാൻ പറയട്ടെ, 2 ഡബിൾ ബോണ്ടുകൾ വരികയാണ് എങ്ങനെ കൊടുക്കും? 2 ഡബിൾ ബോണ്ടുകൾ കാണിച്ചു തരാം. CH2 ഡബിൾ ബോണ്ട്, CH ഡബിൾ ബോണ്ട്, CH2 2 ഡബിൾ ബോണ്ടുകൾ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യാം? നമ്പറിങ് ചെയ്യാം. നമ്പർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ 2 ഫംഗ്ഷൻ ഗ്രൂപ്പ് വരുമ്പോൾ എങ്ങനെയാണ് ചെയ്തത് അതുപോലെ തന്നെ. അപ്പോൾ ഇവിടെ നിന്ന് ചെയ്താലും ലെഫ്റ്റ് നിന്ന് റൈറ്റ് നിന്ന് ഒരുപോലെ തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എവിടെ നിന്ന് വേണം ചെയ്യാം. 2 ഓക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് എവിടെ നിന്ന് വേണം ചെയ്യാം. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? എത്ര കാർബണാറ്റം ഉണ്ട്? 4 എണ്ണം. അപ്പൊ എന്താണത്? ആ കാർബണത്തിന്റെ പ്രത്യേകത എന്താ? കാർബണാറ്റത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ ആൽക്കീൻ ഉണ്ട്. സോ 1ലും 3ലും എന്തുണ്ട്? ആൽക്കീൻ ഉണ്ട്. സോ 1,3 ബ്യൂട്ടാഡൈൻ. 1,3 ബ്യൂട്ടാഡൈൻ അല്ലെങ്കിൽ ബ്യൂട്ടാ 1,3 ഡൈ എന്ന് പറയാം. അപ്പൊ 1,3 ബ്യൂട്ടാഡൈൻ ആണ് കുറച്ചും പറയാം. 1,3 ബ്യൂട്ടാഡൈ എന്ന് പറയാം. 1,3 ബ്യൂട്ടാഡൈൻ. ഓക്കെ അല്ലേ? അല്ല, ബ്യൂട്ടാ 1,3 ഡൈ എന്നും പറയാറുണ്ട്. ഇനി അടുത്ത മക്കൾ നോക്കിയേ. CH2 ഡബിൾ ബോണ്ട് CH2 സിംഗിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് CH ട്രിപ്പിൾ ബോണ്ട് ആക്കാം. ട്രിപ്പിൾ ബോണ്ട്. അപ്പം ഇവിടെ എന്തുണ്ടാവും? ഇവിടെ നമുക്ക് ആരോ ഒഴിവാക്കാം? ഹൈഡ്രജൻ ഒഴിവാക്കാം. സോ
സി ട്രിപ്പിൾ ബോണ്ട് സി എച്ച്. ഇതൊക്കെ മക്കളെ ഇവിടെ ഡബിൾ ബോണ്ടും ട്രിപ്പിൾ ബോണ്ടും ഉണ്ട്. നല്ല ക്വസ്റ്റ്യൻ. നീറ്റ് എക്സാം ചോദിക്കേണ്ട ടൈപ്പ് ചോദ്യങ്ങളാണ്. ഡബിൾ ബോണ്ട് ട്രിപ്പിൾ ബോണ്ടുള്ള കേസ്. ഡബിൾ ബോണ്ട് വരും, ട്രിപ്പിൾ ബോണ്ട്. അപ്പോൾ ആർക്ക് പ്രയോറിറ്റി? അപ്പോൾ അക്കോർഡിംഗ് പ്രയോറിറ്റി നമ്മൾ ഓൾറെഡി പഠിപ്പിച്ചു തരും. എന്താണ് ആർക്കാ കൂടുതലുണ്ടാവുക? ട്രിപ്പിൾ ബോണ്ടിനേക്കാളും പ്രയോറിറ്റി സിംഗിൾ ഡബിൾ ബോണ്ടിനാണ്. സോ നമ്മൾ നമ്പർ ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ 1 എന്ന് കിട്ടും. ഇവിടെ ചെയ്യുമ്പോൾ ഇയാൾക്ക് 1 കിട്ടും. ആരാ നല്ലത്? ഡബിൾ ബോണ്ടിന് 1 കിട്ടണം, ട്രിപ്പിൾ ബോണ്ട് 1 കിട്ടണം? ഡബിൾ ബോണ്ടിന് 1 കിട്ടണം. ബിക്കോസ് പ്രയോറിറ്റി ഡബിൾ ബോണ്ടിനാണ് കൂടുതൽ. സോ 1 2 3 4 5 എന്ന് കിട്ടും. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക? എത്ര കാർബണേറ്റ് ഉണ്ട്? പെൻഡ് ഉണ്ട്. പെൻഡ്. ഓക്കെ, ഇവിടെ നിങ്ങൾ എന്ത് ചെയ്യാം മക്കളെ? ഇതിന്റെ പേര് ഇങ്ങനെ ചെയ്തോട്ടെ മക്കളെ. ബ്യൂട്ട് 1,4 ഡൈ എന്ന് കൊടുക്കാം. അത് കുറച്ച് നല്ലത്. ബ്യൂട്ട് 1,3 ഡൈ അങ്ങനെ കൊടുക്കാം. ബ്യൂട്ട 1,3 ഡൈ എന്ന് കൊടുക്കാം. ബ്യൂട്ട 1,3 ഡൈ അങ്ങനെ കൊടുക്കാം. ഇനി ഇതാണെങ്കിൽ മക്കളെ ഇത് പെൻഡാന്ന് കൊടുക്കുക. പെൻഡ് അല്ലെങ്കിൽ പെൻഡ് എങ്ങനെയാണ് കുഴപ്പമില്ല. പെൻഡ്. അപ്പം പെൻഡ് 1ൽ എന്തുണ്ട്? 1ൽ ഈനുണ്ട്, 4ൽ YNE ഉണ്ട്. സോ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യണം? 1ൽ ഈനെ കൊടുക്കാം. 1 ഈൻ പെൻഡ് 1 ഈൻ 4 YNE കൊടുക്കാം. പെൻഡ് 1 ഈൻ 4 YNE. അങ്ങനെയാണ് മക്കൾ ഇത് നിങ്ങൾ ചെയ്ത് നിങ്ങൾ സ്വന്തമായി ചെയ്ത് CH ട്രിപ്പിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് CH2. ഒന്നുകൂടെ എഴുതിക്കുക. ചോദ്യം ഒന്നുകൂടെ എഴുതിക്കുക. CH ട്രിപ്പിൾ ബോണ്ട് CH ഡബിൾ ബോണ്ട് CH അഗെയിൻ C ഡബിൾ ബോണ്ട് CH2. ഇപ്പൊ ഓക്കെ, ഇപ്പം വാലൻസി എല്ലാം ഓക്കെ. റെഡി അല്ലേ? നോക്കിയാൽ വാലൻസി ഓക്കെ അല്ലേ? കറക്റ്റാണ്. ദെൻ ഇതിന്റെ പേര് എങ്ങനെ ഇടും? ഇതിന്റെ പേര് എങ്ങനെ? ഇതൊക്കെ ചെയ്യിപ്പിക്കുന്ന വെച്ചാൽ മക്കൾ ഇതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ബേസ് മൊത്തം പറഞ്ഞ് കറക്റ്റാക്കി തരുന്നത് നിങ്ങളെ. ഓക്കെ, അല്ലെങ്കിൽ എനിക്ക് ഓടിച്ചങ്ങ് പോയാൽ മതി. പക്ഷേ ബേസ് കൃത്യമായിട്ട് പോയാൽ ഇന്ന് നെയിമിങ് എന്തെങ്കിലും കാര്യം ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ വെറുതെ കീറാമുട്ടി ഭയങ്കര ടഫായ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അതൊന്നും ഒരിക്കലും ചോദിക്കുന്നില്ല. അതൊക്കെ നിങ്ങൾ പഠിക്കും. പക്ഷെ അതൊന്നും ചോദിക്കില്ല. സിമ്പിൾ അല്ലെങ്കിൽ ചോദിക്കും, നിങ്ങൾ തെറ്റിക്കും. അപ്പോൾ അതുകൊണ്ട് അത് റെഡിയാക്കി വെക്കുക. ആദ്യം ഇവന് സിമ്പിൾ മിനിമം നമ്മൾ ഇട്ടു 1 2 3 4 5 6. അപ്പം 5ൽ എന്തുണ്ട്? YNE ഉണ്ട്. 1ലും 3ലും ഈനും ഉണ്ട്. അപ്പൊ ഇങ്ങനെ പേരിടുക. മൊത്തം എത്ര കാർബൺ ആറ്റം? ഹെക്സ്. സോ ഹെക്സ 1,3 ഡൈൻ 5 YNE എന്നിട്ട് ഇതാണ് സാധനം. ഇത്രയും നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. ഓൾമോസ്റ്റ് എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏത് ടൈപ്പ് ചോദ്യങ്ങൾ വന്നാലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും മക്കളെ? ആൻസർ ചെയ്യാൻ പറ്റും. അത്രയേ ഉള്ളൂ കാര്യം. അത്രയേ ഉള്ളൂ ഓർഗാനിക്കിന്റെ നെയിമിങ്. പിന്നെ നിങ്ങൾക്ക് വേറെ പ്രശ്നം വരാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ എന്താണ്? ഓർഗാനിക് കോമ്പൗണ്ട് കണ്ടെയ്നിങ് എന്താണ്? ബെൻസീൻ കോമ്പൗണ്ട്, സബ്സ്റ്റിറ്റ്യൂട്ട് ബെൻസീൻ കോമ്പൗണ്ട്. അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും അറിയാം എന്ത്? ഇപ്പോൾ ക്ലോറോ ബെൻസീൻ ഇങ്ങനെയൊക്കെ ഇതാണെങ്കിൽ എന്താ? നൈട്രോ ബെൻസീൻ. ഇത് നൈട്രോ ബെൻസീൻ ആണ് അല്ലെ? ഇത് ക്ലോറോ ബെൻസീൻ ആണ്. ഇങ്ങനെ എല്ലാവർക്കും അറിയുന്നതാണ്. അപ്പോൾ എന്തൊക്കെ ബ്രോമി വന്ന ബ്രോമോ ബെൻസീൻ. അതേപോലെ ആൽഡിഹൈഡ് CH ഗ്രൂപ്പ് വന്ന ബെൻസാൽഡിഹൈഡ്. COH ഗ്രൂപ്പ് വന്ന എന്താണ്? ബെൻസോയിക് ആസിഡ്. OH വന്നത് ഫീനോള് അല്ലെ? CH3 ഗ്രൂപ്പ് ടൊളിവിന്. ദെൻ OCH3 വരുന്ന അനിസോള്. അതേപോലെ തന്നെ NH2 ഗ്രൂപ്പ് അനിലിൻ. ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ഞാൻ അധികം പറയുന്നില്ല. പിന്നെ നമ്മൾ ഒന്നിലധികം എന്താണ്? പോളി സബ്സ്റ്റിറ്റ്യൂട്ട് ബെൻസീൻ, അതായത് പോളി സബ്സ്റ്റിറ്റ്യൂട്ടഡ് ആയിട്ടുള്ള ബെൻസീൻ വന്ന് നമ്മൾ എന്ത് ചെയ്യും? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നേരത്തെ നമ്പറിങ് പറഞ്ഞ പോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ടിന് മിനിമം നമ്പർ കിട്ടുക എന്നുള്ളതാണ് ഏറ്റവും അടിപൊളി പരിപാടി. അതായത് നിങ്ങൾ ഇങ്ങനെ ആണെന്ന് വിചാരിക്കും ബ്രോമിൻ. അപ്പൊ നമുക്ക് 2 തരം നമ്പർ ചെയ്യാൻ പറ്റും ഇയാളെ. അതായത് ഇങ്ങനെ നമ്പർ ചെയ്യാം 1 2 3 4 5 6. ഇത് തെറ്റാ. കാരണം എന്താ? ഇങ്ങനെ ചെയ്യാനേക്കാൾ ഇത് ഇങ്ങനെ വളഞ്ഞു മൂക്കടിക്കണ്ടേ? അപ്പൊ 1ഉം 6ഉം ആണ് എന്ത്? ഇയാൾ കിട്ടുന്ന ബ്രാഞ്ച് അല്ലെങ്കിൽ ഇതിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് കിട്ടുന്ന നമ്പർ. അത് നല്ലത് എന്താ? 1 2. 1ഉം 2 അല്ലേടാ? 1ഉം 6നേക്കാൾ നല്ലത്. അപ്പൊ എന്താ നല്ലത്? ഇങ്ങനെ നമ്പർ ചെയ്യുന്ന നല്ലത്. അപ്പൊ 1,2 എന്ത് കിട്ടും? 1,2 ഡൈബ്രോമോ ബെൻസീൻ എന്ന് കിട്ടും. ഇതല്ല നല്ലത്. യെസ്, ഇതാ നല്ലത്. ഇനി ഇതേപോലെ തന്നെ മക്കളെ ഇങ്ങനെയാണെങ്കിലോ? ഇങ്ങനെയാണെങ്കിൽ എന്ന് പറഞ്ഞേ ഇവിടെ ബ്രോമിൻ ഉണ്ട്, ഇവിടെ ബ്രോമിൻ ഉണ്ട്. 1,3 ഡൈബ്രോബെൻസീൻ നല്ലത്. യെസ്. അടുത്ത പാരയിലാണ് 1,4 ഡൈബ്രോബെൻസീൻ ഉണ്ടാവും. അപ്പൊ അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അത് വളരെ നല്ലൊരു കോൺസെപ്റ്റ് ആണ്, മനസ്സിലാക്കി വെക്കുക. അതേപോലെ മക്കളെ, അതേപോലെ ഞാൻ പറയുന്നു ഇങ്ങനെയാണെങ്കിലോ? ഇവിടെ ക്ലോറിൻ ഉണ്ട്, ഇവിടെ NO2 ഉണ്ട്, ഇവിടെ എവിടെ NO2 ഉണ്ട്. ഇപ്പൊ എങ്ങനെ പേരിടും? ഇവിടെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ക്ലോറിനും നൈട്രോയും ഒക്കെ എന്താണ്? ഇവിടെയൊക്കെ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ഇവരൊക്കെ സബ്സ്റ്റിറ്റ്യൂവന്റുകളാണ്. അപ്പോൾ ഈ സബ്സ്റ്റിറ്റ്യൂവന്റുകൾ എന്ത് ചെയ്യുക? നമ്പർ അല്ലെങ്കിൽ എന്ത് കിട്ടണം? നമ്മുടെ ഈ പറഞ്ഞ പോലെ നമ്പർ ചെയ്യുന്ന സമയത്ത് മിനിമം നമ്പർ കിട്ടുക എന്നുള്ളതാണ്. അപ്പോൾ മിനിമം നമ്പർ കിട്ടുമ്പം ആക്ച്വലി നമുക്ക് എന്ത് ചെയ്യും? ഇവിടെ നിന്ന് തുടങ്ങാണല്ലോ 1 2 3 4. 1ലും 2ലും 4ലും ബ്രാഞ്ച് കിട്ടും. അപ്പോൾ ഇതെല്ലാം നല്ലത്. ഇങ്ങനെ തിരിച്ചെടുക്കുകയാണെങ്കിലോ 1ലും 1 2 3 1ലും 4ലും 6ലും കിട്ടുക. അതിനേതാ ഇങ്ങനെ എടുക്കുന്നതാണ്. ദിസ് ഇസ് ബെറ്റർ തിങ്. അപ്പം പേരിടുമ്പോൾ 1 ക്ലോറോ, 1ൽ ക്ലോറോ ഉണ്ട്. പിന്നെ 2ലും 4ലും ആരുണ്ട്? ഡൈ നൈട്രോ ഉണ്ട്. കാരണം നൈട്രോനേക്കാൾ നല്ലത് ക്ലോറോയാണ്. C കഴിഞ്ഞിട്ടാണ്
N വരുന്നത്. സോ ഡൈ നൈട്രോ. സി കഴിഞ്ഞിട്ടാണ് എന്ത് വരുന്നത്, ഈ ഡൈ വരുന്നത്, ഡൈ ഡി. ഓക്കെ, അപ്പം 2,4 ഡൈ നൈട്രോ, ദെൻ എന്താണ് ബെൻസീൻ എന്ന് കിട്ടും. അപ്പൊ ഇങ്ങനത്തെ ബേസിക് ആയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഇഷ്ടം പറയാനുള്ളത്. പിന്നെ ഐസോമറിസം ആണ് ഇനി പറയാനുള്ളത്. അതിന് മുമ്പ് നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഒരുപാട് ചോദ്യങ്ങൾ നമ്മൾ ഇതിന്റെ എക്സസൈസുകളായിട്ട് ചെയ്തു, എന്നാലും കോൺസെപ്റ്റ് റെഡി ആവത്തുള്ളൂ. അപ്പോൾ നമ്മൾ NCERT ഒന്ന് തിരിഞ്ഞു വന്നേ, നമ്മൾ കുറേ എന്തൊക്കെയോ പറഞ്ഞു അല്ലേ, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇതിന് NCERT ബേസ് കൂടെ ഒന്ന് പറയണം. ലെറ്റ്സ് സേ നമ്മൾ പറയുകയാണെങ്കിൽ എല്ലാവരും എൻ്റെ കൂടെ നോക്കിക്കുക, 2 സെക്കൻഡ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോണ്, ടപ്പേ നമ്മൾ ഇതിന്റെ കാര്യം റിവൈസ് ചെയ്യും. ഇത് ബ്രാഞ്ചാണ്, ഇത് ഫംഗ്ഷണൽ ഗ്രൂപ്പാണ്, ഇത് പാരന്റ് ചെയിൻ ആണ്, ഇത് ഫംഗ്ഷണൽ ഗ്രൂപ്പാണ് എന്നൊക്കെ കാണിക്കുന്നുണ്ട്. എനിവേ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു, ബ്യൂട്ടൈൻ, ഡെക്കെയിൻ എന്നൊക്കെ പറഞ്ഞു. ഇതാണ് വേർഡ് റൂട്ട് പറഞ്ഞു. ദെൻ അഗെയിൻ എല്ലാം നമ്മൾ പറഞ്ഞത്, അതൊക്കെ പറഞ്ഞു. സൈക്ലിക് കോമ്പൗണ്ടുകളുടെ പേരിടുമ്പം സൈക്ലിക് കോമ്പൗണ്ട് സൈക്ലോപെൻറ്റൈൻ ആണ്. ദെൻ ഇവിടെ നിങ്ങൾ നെയിം ചെയ്യാൻ 2 ബ്രാഞ്ചുകളുണ്ട് ഇവിടെ. നോക്കിയേ, സൈക്ലോ എക്സൈന് മുകളിൽ 2 ബ്രാഞ്ചുകൾ, ഒന്ന് ഇവിടെ ഒരു ബ്രാഞ്ച് ഉണ്ട്, ഇവിടെ ഒരു ബ്രാഞ്ച് ഉണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ബ്രാഞ്ചിന് മിനിമം നമ്പർ കിട്ടുന്ന രൂപത്തിലാണ് നെയിം ചെയ്യാൻ. അപ്പോൾ നിങ്ങൾ നെയിം ചെയ്യുന്ന സമയത്ത് 1, 2, 3 1 മിഥൈൽ 3 പ്രൊപ്പൈൽ സൈക്ലോ എക്സീൻ ആണ് ഇവിടെ കിട്ടുന്നത്. പക്ഷെ അതിനേക്കാൾ നല്ല എന്താ, നിങ്ങൾ ഇവിടെ ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കണം, എല്ലാവരും നോക്കിയേ. ഞാനിപ്പം ഒന്നാമത്തത് മിഥൈൽ കൊടുത്തു, മൂന്നാമത്തതിൽ പ്രൊപ്പൈലുമാണ്. അപ്പം എന്താ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ കയ്യിൽ ഇത് വളരെ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റാണ്. അതായത് ഞാനോട് പറഞ്ഞ കാര്യം തന്നെയാണ്. ഇപ്പം എൻ്റെ സ്ട്രക്ചർ ഇങ്ങനെയാണ്. അപ്പം എനിക്ക് ഇവിടെയും ബ്രാഞ്ചുണ്ട്, ഇവിടെയും ബ്രാഞ്ചുണ്ട്. ഞാനിപ്പോൾ ഇയാൾ ഇങ്ങനെ ചെയ്യാം, 1, 2, 3. ഇപ്പോൾ 1ലും 3ലും ബ്രാഞ്ച് വരും, തിരിച്ചിട്ടാൽ 1ലും 3ലും തന്നെ. അപ്പോൾ രണ്ടും സെയിമാണ്. ഇനിയിപ്പോൾ നിങ്ങൾ എന്താ നോക്കണം, പിന്നെ ഈ പറഞ്ഞിരിക്കുന്ന ആൽഫബറ്റിക് ഓർഡറിൽ ആരാണ് മുമ്പിലുള്ളത് അവൻ എന്ത് ചെയ്യണം, നെയിം ചെയ്യണം. ഫസ്റ്റ് അവിടെ നമ്പർ കൊടുക്കണം, മിനിമം നമ്പർ. അപ്പോൾ ഇവിടെ മിഥൈല, പിന്നെ പ്രൊപ്പൈല. അപ്പോൾ M അല്ലേ ഫസ്റ്റ് വരുന്നത്, M ആണ് ഫസ്റ്റ്. അപ്പോൾ നിങ്ങൾ ആദ്യം മിഥൈലിന് കൊടുക്കണം, പിന്നെ പ്രൊപ്പൈലിന് കൊടുക്കുക. അപ്പോൾ എന്ത് കിട്ടും, 1 മിഥൈൽ 3 പ്രൊപ്പൈൽ സൈക്ലോഹെക്സൈൻ. ഇനി ഇഥൈലായിരുന്നെങ്കിൽ ആദ്യം ഇഥൈലിന് കൊടുക്കണം, എന്നിട്ട് മിഥൈൽ. അപ്പോൾ നിങ്ങൾ എന്ത് വരും പേര്, 1 മിഥൈൽ 3 മിഥൈൽ സൈക്ലോഹെക്സൈൻ ഇങ്ങനെ കിട്ടും. അപ്പോൾ അതാണ് കോൺസെപ്റ്റ്. റെഡിയല്ലേ? യെസ്. പിന്നെ ഫംഗ്ഷണൽ കോമ്പൗണ്ട്സിലെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞു, പേരിന് വളരെ വൃത്തിക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ടേബിളൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങളെ. അപ്പോൾ നിങ്ങൾ വൃത്തിക്ക് എന്ത് ചെയ്യുക, അത് നോക്കുക. അഗെയിൻ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതേപോലെ നമ്മുടെ ഓർഗാനിക് ബെൻസീൻ ഉള്ള ആൾക്കാരെ പറ്റി പറഞ്ഞു. ബെൻസീൻ റിങ്ങിന് മുകളിൽ അറ്റാച്ച് ചെയ്ത ഫംഗ്ഷൻ ഗ്രൂപ്പിനെ പറ്റി പറഞ്ഞു. ടൊളുവിനാണ്, അനിസോളാണ്, അനിലിനാണ്, നൈട്രോ ബെൻസീനാണ്, ബ്രോമോ ബെൻസീനാണ്. ഓക്കെ, ഇതൊക്കെ നമ്മൾ പേരിട്ടല്ലോ. ഇതിങ്ങനെ പേരിടുക. ഇവിടെ 1, 2, 3, 4. അപ്പം എന്തുണ്ടാവും മക്കളെ, 1 ക്ലോറോ 2,4 ഡൈനൈട്രോ ബെൻസീൻ കിട്ടും. ഓക്കെ, ഇനി ഇതാണെങ്കിൽ മക്കളെ, നമുക്ക് എങ്ങനെ നെയിം ചെയ്യാൻ പറ്റും? ഇതാണ് നെയിം ചെയ്യാൻ പറ്റുന്നതെങ്കിൽ നമ്പർ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കണം, ഇവിടെ നമ്മൾ 1 കൊടുത്താൽ 1, 2, 3, 4 ഒരു ഓപ്ഷനാണ്. അല്ലെങ്കിലോ തിരിച്ചിങ്ങനെ ഇടുകയാണെങ്കിലോ 1, 2, 3 1ലും 3ലും ബ്രാഞ്ച് കിട്ടുക. ഇതാണ് മറ്റേതാണെങ്കിലോ 1ലും 2ലും 4ലും കിട്ടും. അപ്പോൾ നല്ലത് ഇങ്ങനെ ചെയ്യുന്നില്ല, നല്ലത് ഇങ്ങനെ ചെയ്യുന്ന നല്ലത്. സോ ആൻസർ എന്താ ഉണ്ടാവുക, അപ്പോൾ ബെൻസീൻ റിങ്ങിന്റെ മുകളിലാണെങ്കിൽ ഫംഗ്ഷൻ ഗ്രൂപ്പിൽ മിനിമം നമ്പർ ബ്രാഞ്ചിന് കിട്ടുക മാത്രം നോക്കിയാൽ വേറെ ഒന്നും നോക്കണ്ട. അപ്പോൾ എന്തുണ്ടാവും മക്കളെ, അപ്പം 2 ക്ലോറോ 2 ക്ലോറോ 1 മിഥൈൽ 4 നൈട്രോ ബെൻസീൻ. ഇതാണ് ആൻസർ. ഇനി ഇത് നോക്കിയേ, ഇതാണെങ്കിലോ ഇതാണെങ്കിൽ നിങ്ങൾ എങ്ങനെ നമ്പർ ചെയ്യാം, നിങ്ങൾക്ക് 2 ഓപ്ഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ പോകാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് ഇങ്ങനെ പോകാം. അപ്പോൾ ഇവിടെ പോകുമ്പോൾ 1, 2, 3, 4 1ലും 2ലും 4ലും കിട്ടും. അപ്പോൾ 4 ഇഥൈല, 2ലും ഇഥൈല. അപ്പോൾ ആദ്യം പേര് പറയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആൽഫബറ്റിക് ഓർഡറിൽ പറഞ്ഞാൽ മതി. സോ 4 ഇഥൈൽ 2 മിഥൈൽ അനിലിൽ കിട്ടും. ഒരേ മിഥൈലും ഒരേ ഗ്രൂപ്പിലാണ് അല്ലെങ്കിൽ ഒരേ പിന്നെ നമ്പറിലാണ് വരുന്നതെങ്കിൽ അപ്പം നിങ്ങൾ എന്ത് നോക്കണം, ആൽഫബറ്റിക് ഓർഡർ നോക്കിയിട്ട് ഇഥൈൽ നമ്പർ എളുപ്പത്തിൽ നോക്കാം. അത്രയേ ഉള്ളൂ കാര്യം. അപ്പം അതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ എന്താണ് അടുത്ത പറയാൻ പോകുന്നത്, പിന്നെ ഇതെന്താ പേരുണ്ടാവും, ഇതിന്റെ പേര് നിങ്ങളെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഒരു ബുദ്ധി വെച്ചിട്ട് പറഞ്ഞ് ഇതിന്റെ പേരെന്താ ഉണ്ടാവുക, സിമ്പിൾ, വളരെ സിമ്പിൾ. അപ്പം നിങ്ങൾ ആദ്യം നോക്കേണ്ടത് ഈ ബെൻസീൻ റിങ്ങിന്റെ മുകളിൽ ഫംഗ്ഷൻ ഗ്രൂപ്പ് വരികയാണെങ്കിൽ നിങ്ങൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, അവിടെ ഈ പറഞ്ഞിരുന്ന ആൾക്കാർക്ക് എന്ത് വരണം, മിനിമം നമ്പർ കിട്ടണം. മിനിമം നമ്പറിലാണ് പോകേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ 1 കൊടുത്താൽ 1, 2, 3, 4 ഒരു ഓപ്ഷനാണ്. CH2H 1 കൊടുത്താൽ 1, 2, 3. അപ്പോൾ 1, 2, 4 സിമ്പിൾ ഫോമാണ്. ഇനി C2H5 നമ്മൾ 1 കൊടുത്താൽ 1, 2, 3 1, 3 അപ്പോൾ അത് പറ്റൂല. ഇനി ഞാൻ ഫ്ലൂറിന് NO2 1 കൊടുക്കുകയാണെങ്കിൽ, ഇവിടെ നിങ്ങൾ ഉറങ്ങുകയാണെങ്കിൽ 1, 3, 2, 3 1, 3 വരിക. ഞാൻ NO2 തിരിച്ചിടാണെങ്കിലോ 1, 2 പിന്നെ 3, 4 5 വരിക. അപ്പോൾ ഏറ്റവും ബെറ്റർ എന്താ, ഫ്ലൂറിന് 1 കൊടുക്കുന്നത്. അപ്പം ഫ്ലൂറിന് 1 കൊടുക്കുമ്പം 4 ഇഥൈൽ, അപ്പോൾ 4 ഇഥൈൽ വരും. ഒരു ആൽഫബറ്റിക്കൽ ഇഥൈലാണ് ഫസ്റ്റ്, 4 ഇഥൈൽ. പിന്നെ അടുത്തത് ആരാണ്, 2 നൈട്രോ വേണം അല്ലെങ്കിൽ 1 ഫ്ലൂറോ വേണം.
1 ഫ്ലൂറോ ആണ് ആദ്യം പറയുന്നത്, കാരണം എന്താ ആൽഫബറ്റിക് ഓർഡർ. സോ 4 ഇതേൽ 1 ഫ്ലൂറോ 2 നൈട്രോ ബെൻസീൻ എന്ന് പറയാം. ദാറ്റ്സ് സംതിങ്. ഇതാണ് കോൺസെപ്റ്റ്. എല്ലാവർക്കും മനസ്സിലായില്ലേ? എല്ലാവർക്കും മനസ്സിലായി പക്കയല്ലേ? പക്കയാണെന്ന് വിചാരിക്കുന്നു. ഒരു കുഴപ്പമില്ലല്ലോ, ഒരു കുഴപ്പമില്ല. എൻറ്റയർ സാധനം പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ ഞാൻ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ പോവാണ്. എല്ലാവരും എൻ്റെ കൂടെ ഇല്ലേ? എല്ലാ മക്കളും എൻ്റെ കൂടെ ഇല്ലേ? എല്ലാവരും എൻ്റെ കൂടെ ഇല്ല, എല്ലാ മക്കളും എൻ്റെ കൂടെ ഇല്ല. അപ്പോൾ എല്ലാവരും കറക്റ്റ് IUPAC നെയിം കൂടെ ഇത് പറഞ്ഞുതരാം. നീറ്റ് എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു പാറ്റേൺ ഉണ്ട്, അതങ്ങ് പിടിക്കാം. റെഡിയല്ലേ? എല്ലാവരും റെഡിയല്ലേ? നോക്കിയോ. IUPAC നെയിം പ്രാക്ടീസ്. പെട്ടെന്ന് ആൻസർ പറയണം എല്ലാവരും. കുട്ടികൾ ഇങ്ങോട്ട് ആൻസർ പറയൂ. ഓരോന്നും ഞാൻ സെറ്റ് വരയ്ക്കുന്നു. എല്ലാവരും എൻ്റെ കൂടെ അങ്ങ് പറഞ്ഞാൽ മതി. എല്ലാവരും എൻ്റെ കൂടെ പറഞ്ഞേ. ഇയാളുടെ പേര് പറഞ്ഞേ. യെസ്, ഇയാളുടെ പേര് എന്തായിരിക്കും? ഓർത്ത് പറ. ഇവിടെ ഇങ്ങനത്തെ ചോദ്യം വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇങ്ങനത്തെ ചോദ്യം വരുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ആദ്യം ഓപ്ഷൻ ഞാൻ ഇതാ നിൽക്കുന്നത്, ഞാൻ ആൻസർ അങ്ങ് പറയാം, മെത്തേഡ് അങ്ങ് പറയാം, കോൺസെപ്റ്റ്. ഇവിടുത്തെ മെയിൻ ഫംഗ്ഷൻ ഗ്രൂപ്പ് ആരാടാ? OH അല്ലേ മെയിൻ ഫംഗ്ഷൻ ഗ്രൂപ്പ്? OH ആണ് മെയിൻ ഫംഗ്ഷൻ ഗ്രൂപ്പ്. ഓക്കെ, അപ്പൊ അയാൾ ഇൻക്ലൂഡ് ചെയ്യണം. ഫസ്റ്റ് ഓഫ് ഓൾ അയാളാണ് മെയിൻ ഫംഗ്ഷൻ ഗ്രൂപ്പ്. പിന്നെ നിങ്ങൾ ബ്രാഞ്ച് നമ്പർ ഇടുമ്പോൾ സമയത്ത് 2 പോസിബിലിറ്റികളുണ്ട്. ഒന്ന് ഇവിടെ നമ്പർ ഇടുന്നത് വെറുതെ 1 2 3 4 5 6. 6ാമത്തെ കാർബണത്തിലാണ് ബ്രോമിൻ കിട്ടുന്നത്, 2ാമത്തെ കാർബണാണ് ക്ലോറിനെ കിട്ടുന്നത്. അതാണ് ഒരു പോസിബിലിറ്റി. അപ്പം ബ്രാഞ്ചിൽ വരുന്നത് എങ്ങനെയാണ്? 2 6 എന്നാണ് ബ്രാഞ്ച്. ഇതിനും നല്ല പോസിബിലിറ്റികളാണ് ഇവിടെ തുടങ്ങുന്നത്. 1 2 3 4 5 6. 1ലും 5ലും കിട്ടും. ഇതല്ലേ നല്ലത്? 1ഉം 5ഉം നല്ലത്? യെസ്, 1ഉം 5ഉം ആണ് നല്ലത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? റൈറ്റും ലെഫ്റ്റുകളോ ചൂസ് ചെയ്യുക. അങ്ങനെ ചൂസ് ചെയ്യുമ്പോൾ നമുക്ക് 3ാമത്തിൽ OH കിട്ടും. അപ്പൊ 3 ഹൈഡ്രോക്സി ആണ്. സർ 3 ഹൈഡ്രോക്സി എന്ന് പറയുമ്പോൾ ഓക്സി എന്താണ്? OH എന്താണ്? സഫിക്സ് ആണ്. അപ്പോൾ ഓൾ ആയിട്ടാണ് എൻഡ് ചെയ്യാൻ. അപ്പൊ ആൻസർ എന്താ വരിക മക്കളെ? ആൻസർ 1ൽ ബ്രോമോ, 1 ബ്രോമോ, 5ൽ ക്ലോറോ, മൊത്തത്തിൽ കാർബൺ 6. സോ ഹെക്സനോൾ. പിന്നെ 4 എന്തുണ്ട്? 4 മിഥൈൽ. സോ 1 ബ്രോമോ, 5 ക്ലോറോ, 4 മിഥൈൽ, ഹെക്സനോൾ. അപ്പൊ ഞാൻ എഴുതിയ ഓർഡർ എന്താ? 1 ബ്രോമോ, 5 ക്ലോറോ, 4 മിഥൈൽ എന്ന് പറയാൻ കാരണം എന്താ? ആൽഫബറ്റിക്ക. B കഴിഞ്ഞാലാണ് C കഴിഞ്ഞാലാണ് M. സോ 1 ബ്രോമോ, 5 ക്ലോറോ, 4 മിഥൈൽ, ഹെക്സനോൾ എന്ന് കിട്ടും. അപ്പൊ ആൻസർ എന്താണ്? ആൻസർ 1 ബ്രോമോ, 5 ക്ലോറോ, 3 മിഥൈൽ, 4 മിഥൈൽ, ഹെക്സനോൾ എന്നാണ്. കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. മക്കളെ മനസ്സിലായോ? കോൺസെപ്റ്റ് മനസ്സിലായോ? യെസ്, ദാറ്റ്സ് എ തിങ്. ഇനി മക്കളെ അടുത്തൊരു ടൈപ്പ് എന്ന് പറഞ്ഞാൽ, അടുത്തൊരു ടൈപ്പ് നീറ്റ് എക്സാമിന് ചോദിക്കാൻ സാധ്യത കുറവാണ്. ബട്ട് പ്രീവിയസ് ഇയറിലൊക്കെ ചോദിച്ച് കണ്ടായിരുന്നു. നമ്മളെ പഴയ APMT അല്ലെങ്കിൽ ആ ഒരു AMU പോലുള്ള എക്സാമുകളൊക്കെ ചോദിച്ച് കണ്ടതുകൊണ്ട് മാത്രം പറയുന്നതാണ്. സോ ജസ്റ്റ് എന്ത് ചെയ്യുക? അത് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഒന്ന് ഇങ്ങനെ സംഭവം ഉണ്ട് എന്നുള്ളതൊന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. മക്കളെ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെന്ന് വിചാരിക്കും. ഇങ്ങനെ മാക്സിമം എക്സ്റ്റെൻഡ് ആണ് പറയാം, മാക്സിമം ലെവൽ പറയണം. അതായത് മക്കളെ ഇങ്ങനെ ചോദ്യം, പേടിപ്പിക്കൊന്നുമല്ല, ഇങ്ങനെ ചോദ്യം വരാൻ സാധ്യത വളരെ കുറവാണ്. ഇൻ കേസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ അതിനെ ടാക്കിൾ ചെയ്യുമെന്നാണ് പറയാൻ പോകുന്നത്. ഇങ്ങനെ സാധനം വന്നാൽ മക്കളെ ഇങ്ങനെ ഗ്രൂപ്പിനെ വിളിക്കുന്ന പേരെന്താ പറയുക? ഈ ഒരു എന്താ സൈക്ലോപ്രോപ്പൈൻ പോലത്തെ സൈക്ലോപ്രോപ്പൈൻ അല്ലേ, ഇതേപോലെ ഒരു സ്ട്രക്ചർ കാണുന്നതിനിടയിൽ ഓക്സിജൻ കാണാൻ അതിനെ വിളിക്കുന്ന പേരെന്താ? അതിനെ വിളിക്കുന്ന പേരാണ് മക്കളെ, ദിസ് ഗ്രൂപ്പ് ഈസ് നോൺ ആസ് എപ്പോക്സി. എന്താ വിളിക്കുക? എപ്പോക്സി എന്ന് വിളിക്കും. എന്താ വിളിക്കുക? എപ്പോക്സി. അതായത് ഇങ്ങനെ ഈ സ്ട്രക്ചർ എന്താണ്? എപ്പോക്സി. ഓക്കെ, വിളിക്കുന്ന എപ്പോക്സി. വിളിക്കുന്ന പേരാണ് എപ്പോക്സി. ഓക്കെ, എപ്പോക്സി എന്ന് വിളിക്കുക, എപ്പോക്സി. അപ്പം സംഭവം എന്താ വെച്ചാൽ ഈ എപ്പോക്സി എന്ന് ഇവിടെ ഒരു കാർബണാറ്റം ഉണ്ടാകും, അതേപോലെ ഇവിടെ ഒരു കാർബണാറ്റം ഉണ്ടാകും. അപ്പൊ ഇതിന്റെ ഇടയിലാണ് ആരുണ്ടാവുക? ഈ ഒരു ഓക്സിജൻ ഉണ്ടാവുക. സൈക്ലോപ്രോപ്പൈൻ പോലെ ഉണ്ട്. അപ്പൊ ഇതിനെ വിളിക്കുന്ന പേരാണ് എപ്പോക്സി എന്ന് വിളിക്കുക, എപ്പോക്സി. അപ്പോൾ എത്ര കാർബണാറ്റം ഉണ്ട്? ഇവിടെ കാർബൺ 1 ഉണ്ട്, ഇവിടെ കാർബൺ 2 ഉണ്ട്. ഇത് കാർബണാറ്റം ഉള്ളത് ഓക്സിജൻ ആറ്റമാണ്. ഇവിടെ എന്താണ്? കാർബൺ 3 ഉണ്ട്. അപ്പൊ ഇയാളെ പേരെന്താ? 1ലും 2ലും 1,2 എപ്പോക്സി ആണ്. 1,2 എപ്പോക്സി എന്ന് വിളിക്കുക, 1,2 എപ്പോക്സി. പിന്നെ മൊത്തം എത്ര കാർബണാറ്റം? 3 കാർബണാറ്റം. സോ 3 എന്ന് പറയുമ്പോൾ പ്രൊപ്പെയിൻ എന്ന് വിളിക്കും, പ്രൊപ്പെയിൻ. 1,2 എപ്പോക്സി പ്രൊപ്പെയിൻ. 1,2 എപ്പോക്സി പ്രൊപ്പെയിൻ ആണ്. 1,2 എപ്പോക്സി എന്താണ്? പ്രൊപ്പെയിൻ ആണ്. റെഡി? ഓക്കെ അല്ലേ? യെസ്. ദെൻ പിന്നെ ഇവിടെ ആരുണ്ട്? 3ൽ ക്ലോറിൻ ഉണ്ട്. അപ്പൊ എന്ത് ചെയ്യാം? 3 ക്ലോറോ 1,2 എപ്പോക്സി പ്രൊപ്പെയിൻ കൊടുക്കാം. 3 ക്ലോറോ 1,2 എപ്പോക്സി പ്രൊപ്പെയിൻ കൊടുക്കാം. അപ്പോൾ എപ്പോക്സിയുടെ സാധനം ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രം മതി. എപ്പോക്സിനെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ അടുത്തൊരു ലെവൽ ചോദ്യം ചെയ്ത് നോക്കാം. നമുക്ക് വേണമെങ്കിൽ അടുത്ത ലെവൽ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇതാണ്. നെക്സ്റ്റ് ലെവൽ ചോദ്യം എന്ന് പറയുന്നത് മക്കളെ, നെക്സ്റ്റ് ലെവൽ ചോദ്യം നമ്മളിങ്ങനെ മാക്സിമം ചോദ്യങ്ങൾ ചെയ്യുന്നതോളം നമ്മൾ ടോപ്പായി വരും. ഓക്കെ, ഇവിടെ നമ്മൾ അഗെയിൻ ഞാൻ എന്ത് ചെയ്യുന്നു? ഒരു വെറൈറ്റിക്ക് വേണ്ടി ഞാൻ ഇങ്ങനെ കൊണ്ടുവരാം. ഓക്കെ, ഒന്ന് വെറൈറ്റി ആയില്ലേ? വെറൈറ്റി ആയിട്ടുണ്ട്.
സോ നമുക്ക് ഇതിൻ്റെ നെയിം ചെയ്യാം. ഇതിൻ്റെ നെയിം ചെയ്യുമ്പോൾ നമുക്ക് സിമ്പിളായി മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് ഇവിടെ ലോങ്സ്റ്റ് സെലക്ട് ചെയ്യാന്നുള്ള ആദ്യത്തെ കാര്യം 1 2 3 4 5 1 2 3 4 1. ഇപ്പോൾ ഒന്നും കൂടി കൊടുക്കാം. ഓക്കെ, 2 1 2 3 4 5 6. എവിടെയോ തെറ്റിപ്പോയല്ലോ, ഒന്നിന് വരയ്ക്കട്ടെ. ഒരു വെറൈറ്റി നമുക്ക് വെറൈറ്റി ചോദ്യം വരച്ചാലോ? യെസ്, വെറൈറ്റി വരയ്ക്കാം. 1 2 3 1 2 then 1i 2i 3i then 4. okay, 4 5 6. okay, fine. okay, കറക്റ്റ്. ഇവിടെ ഒരു കാർബണാറ്റം ഉണ്ട്, മുട്ടുന്നിടത്ത് കാർബണാറ്റം ഉണ്ടാവും കേട്ടോ മക്കളെ. ഇതാണ് സാധനം. ഇനി എല്ലാവരും നോക്കിയേ. ഇത് ഒന്നാമത്തെ കാർബണാറ്റം, ഇത് രണ്ടാമത്തെ കാർബണാറ്റം, ഇത് 3, ഇത് 4, ഇത് 5 ആൻഡ് ഇത് 6, ഇത് 7. അഗെയിൻ ഇവിടെ നിന്നാണെങ്കിലും ഇത് 1, ഇത് 2, ഇത് 3. ഞാൻ കാണിച്ചു തരാം. ഇത് കാർബൺ 4 5. അപ്പോൾ നിങ്ങൾ നമ്പർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എന്ത് നോക്കണം? ലോങ്ങസ്റ്റ് സെലക്ട്. ലോങ്ങസ്റ്റ് എന്ന് പറയുമ്പോൾ ആരാ മക്കളെ? ലോങ്ങസ്റ്റ് ചെയിൻ എന്ന് പറയുമ്പോൾ ആരാണ്? ഇതല്ലേ ലോങ്ങസ്റ്റ് ചെയിൻ? 7 എണ്ണം ഉള്ളത്, മറ്റേ 5 എണ്ണേ ഉള്ളൂ. ഇനി എവിടെ നമ്പർ ചെയ്യുമ്പോഴാണ് മിനിമം നമ്പർ കിട്ടുക? ബ്രാഞ്ച്. ഇതാണ് ബ്രാഞ്ച്, ഈ കാർബണാറ്റിലെ ബ്രാഞ്ച്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ചെയ്യുമ്പോൾ 1 2 3 4 നാലാമത്തെ കാർബണാണ് ബ്രാഞ്ച് ഇരിക്കുന്നത്. ഇവിടെ നിന്ന് ഇവിടെ 1 2 3 4 4 അപ്പോൾ എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. അപ്പോൾ 4 ബ്രാഞ്ച് ഉണ്ട്. അപ്പോൾ 4 എന്തുണ്ട്? ഒരു ബ്രാഞ്ച് ഇതുകൊണ്ട്, ഒരു ബ്രാഞ്ച് ഇതുകൊണ്ട്. ഇത് ഏത് ബ്രാഞ്ചാ? 2 കാർബണ ബ്രാഞ്ച്. അപ്പോൾ 4,4 ഡൈഇഥൈൽ ഹെപ്റ്റൈൻ എന്ന് കിട്ടും. സിമ്പിൾ. ഇതാണ് സാധനം, ഹെപ്റ്റൈൻ. ഇനി അടുത്തൊരു ടൈപ്പ് എന്ന് പറയും മക്കളെ, സിമ്പിൾ ആണ്. ഒക്കെ സിമ്പിൾ. നമ്മൾ ഇങ്ങനെ എന്താ സാധനം? സൈക്ലോഹെക്സേൻ അല്ലേ? സൈക്ലോഹെക്സേൻ. ബെൻസീൻ എന്നാൽ സൈക്ലോഹെക്സേൻ. പക്ഷെ ഇതാണെങ്കിലോ? ഇയാളുടെ പേരെന്താ? ഇയാളുടെ പേര് എന്ന് പറഞ്ഞാൽ സൈക്ലോ. ഇത് സൈക്ലോ ഹെക്സേൻ. 6 എണ്ണാകുമ്പോൾ അത് സൈക്ലോ ഹെക്സേനായി. ഇത് 6 എണ്ണല്ലേ, അപ്പോൾ സൈക്ലോ ഹെക്സേൻ. ഇത് സൈക്ലോ കോമ്പൗണ്ടാണ്. പക്ഷെ എന്താ കുഴപ്പം? ഇയാൾക്കൊരു കുഴപ്പമുണ്ട്. ഇയാളെ കുഴപ്പം എന്ന് പറഞ്ഞാൽ സൈക്ലോ ആണ്. ബട്ട് എന്താ ബട്ട് എന്ന് പറഞ്ഞാൽ 12 കാർബണാറ്റം ഉണ്ട്. നോക്കിയേ, മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്ക്. 1 ഇവിടെ 1, 4 5 6 7 8 9 10 11 12. ഇത് എത്ര ആയിരുന്നു ഇവിടെ? 1 2 3 4 5 6. അപ്പോൾ 6 എണ്ണം എന്ന് വിളിക്കുന്ന പേരെന്താ? 6 എണ്ണം എന്ന് വിളിക്കുന്ന പേര് സൈക്ലോ ഹെക്സൈൻ എന്ന് വിളിക്കും. സൈക്ലോ ഹെക്സൈൻ. ഇപ്പൊ ഇയാളെ പേരെന്തായിരിക്കും? ഇയാളെ പേര് സൈക്ലോ ഡോഡെക്കെയിൻ. മനസ്സിലായോ? യെസ്. ഇനി അടുത്തൊരു വെറൈറ്റി ടൈപ്പ് എന്ന് പറയുന്നത് ഇതൊക്കെ വെറൈറ്റികളാണ്. വെറൈറ്റികൾ ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ മാത്രം മതി. ചോദിക്കുന്ന ഉറപ്പൊന്നുമില്ല. ബട്ട് എക്സാം എങ്ങനെ ടഫ് ആവും അല്ലെങ്കിൽ ലെവൽ കൂടുകയാണെങ്കിൽ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം. സിമ്പിളാണ് കാര്യങ്ങൾ. ഞാനിപ്പോൾ ഇങ്ങനെ ഒരു കോമ്പൗണ്ട് വരച്ചു. ഇങ്ങനെ കോമ്പൗണ്ട് നമ്പർ വളരെ തന്നിട്ടുണ്ട്. നമ്പർ ജസ്റ്റ് നോക്കി നോട്ട് ചെയ്ത് വെച്ചോ. നമ്പറും കൂടി 1 2 3 4 5 6 7 8. മക്കൾ ഇങ്ങനെ 2 സൈക്ലിക് കോമ്പൗണ്ടുകൾ വരികയാണ്. 2 സൈക്ലിക് കോമ്പൗണ്ട് ഫിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒരു ബെൻസീറിംഗ് അല്ലെങ്കിൽ നമ്മുടെ ഒരു ഹെക്സൈൻ ആയിട്ടുള്ള അല്ലെങ്കിൽ സൈക്ലോ ഹെക്സൈൻ വരച്ചു. അതേപോലെ ഒരു ബ്യൂട്ടൈനെ പോലത്തെ ഒരു 4 കാർബണുള്ള അല്ലെങ്കിൽ ബോക്സ് പോലെ വെച്ചു. 2 സൈക്ലിക്കാണ്. സൈക്ലോ ബ്യൂട്ടൈനും സൈക്ലോ ഹെക്സൈനുമാണ് സംഭവം. അത് മെർജ് ചെയ്തിരിക്കുന്ന പോലെയല്ലേ? മെർജ് ചെയ്തിരിക്കുന്ന പോലെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു മിക്സഡ് സാധനം വന്നാൽ നമ്മൾ എങ്ങനെ പേരിടും? അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 2 സൈക്ലിക് കോമ്പൗണ്ട് വരികയാണെങ്കിൽ വിളിക്കുന്ന ബൈസൈക്ലോ കോമ്പൗണ്ട് നോക്കി ബൈസൈക്ലോ. അപ്പോൾ നിങ്ങൾ ബൈസൈക്ലോ എന്ന് എഴുതി ആദ്യം. ബൈസൈക്ലോ. ഇത് നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു ബ്രാക്കറ്റ് എങ്ങനെ? ഒരു ബ്രാക്കറ്റ്. ഇനി നമ്മൾ 3 ഡയമെൻഷൻ, അതായത് 3 ഡയമെൻഷൻ ആണിത്. ഇത് 3 ഡയമെൻഷൻ സ്ട്രക്ചറാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും 3 കോർഡിനേറ്റ്സ് ആണ്, എക്സും വൈ സെഡ്. അതുപോലെ ആലോചിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം ഫസ്റ്റ് ഈ ഒരു സാധനം നോക്കാം. ഏത് സാധനം? ഇവിടെ ഈ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഈ സെൻട്രലിലുള്ള ആൾക്കാരെ നിങ്ങൾക്ക് മറക്കാം. സെൻട്രലിലുള്ള ആൾക്കാരെ വേണ്ട എന്നാലോചിക്കാം. ബാക്കി എത്ര കാർബൺ ആറ്റംസ് ഉണ്ട് നോക്കാം. 1 2 3 4. അപ്പോൾ ആ 4 കാർബണേറ്റ് എന്ത് ചെയ്യുക? നിങ്ങൾ അങ്ങ് എഴുതാം. കൂടുതലുള്ള ആൾ ആദ്യം എഴുതുക. അതാണ് ഒന്നാമത്തെ എക്സ് കോർഡിനേറ്റ് എന്ന് പറയുന്നത്. ഇനി വൈ കോർഡിനേറ്റ് എന്താ? അടുത്തത്. അത് അടുത്ത കാർബണാറ്റം എന്ത് ചെയ്യുക? അടുത്ത സൈക്ലിക് കോമ്പൗണ്ടിനകത്തുള്ള കാർബണാറ്റത്തിന് എണ്ണം നോക്കുക. പറയണ 1 2. സോ അത് എഴുതുക അടുത്തതായിട്ട്. അതെന്താ? 2 എന്നാ. പിന്നെ നിങ്ങൾ അറ്റാച്ച്മെന്റ് നടത്തിയ കാർബണാറ്റം 2 സൈക്ലിക് കോമ്പൗണ്ട് അറ്റാച്ച് ചെയ്തില്ലേ? ആ കാർബണാറ്റത്തിന്റെ കാർബണാറ്റം ഇല്ലേ? അപ്പോൾ ഇതിനിടയിൽ ഇതാണ് ആ സംഭവം. അത് വേറെ കാർബണാറ്റം അറ്റാച്ച്മെന്റ് ഒന്നുമില്ല. അപ്പോൾ ഇതിന് 0 എന്ന് കൊടുക്കുക. അത് 0 എന്ന് കൊടുക്കുക. 0. അപ്പോൾ ബൈസൈക്ലോ 4,2,0 എന്നുള്ളതാണ് ഇതിന്റെ പേര്. ഓക്കെ, 4,2,0. എത്ര മാത്രം ബേസിക്കലി. പിന്നെ എത്ര കാർബണാറ്റം ഉണ്ട് നോക്കുക. എത്ര മൊത്തം 8 എണ്ണല്ലേ? 8 കാർബണാറ്റംസോ
അതിന് ഒക്ടെയ്ൻ എന്ന് കൊടുക്കുക. ഒക്ടെയ്ൻ ബൈസൈക്ലോ 4,2,0 ഒക്ടെയ്ൻ എന്ന് കിട്ടും. ബൈസൈക്ലോ 4,2,0 ഒക്ടെയ്ൻ. ഇനി മക്കളെ നിങ്ങൾ അടുത്തൊരു വരെ ഇതൊക്കെ വെറൈറ്റീസ് ആണ്. അതുപോലെ മറ്റൊരു വെറൈറ്റി നമ്മൾ പണ്ട് കണ്ടിട്ടുള്ള വെറൈറ്റിയാണ്. ജസ്റ്റ് ഒന്നും ചോദിക്കുന്നല്ല മക്കളെ, ചോദിക്കുകയാണെങ്കിൽ ഇത്രത്തെ ചോദിക്കുള്ളൂ. ഇത്രത്തോളം മാക്സിമം ചോദിച്ചാൽ ഈ ലെവലിലൊക്കെ സാധനമൊക്കെ വരത്തുള്ളൂ. അപ്പം അതും കൂടി നിങ്ങൾ പറഞ്ഞു തരാമെന്ന് മാത്രമേ ഉള്ളൂ. ഒരു 3 ഡയമെൻഷനിൽ സാധനം വരച്ചാൽ നിങ്ങൾക്ക് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾ അത് കണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. ഇങ്ങനെ സംഭവം ചോദിച്ചാൽ ഇങ്ങനെ സാധനം ആണെന്നുള്ളതൊന്ന് കിട്ടാൻ വേണ്ടി മാത്രം. എൻട്രൻസിൽ ഓപ്ഷൻ ഉണ്ടാകും. അപ്പം നമുക്ക് എന്ത് ചെയ്യും, നമുക്കതിന് ആൻസർ സുഖസുന്ദരമായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ മക്കളെ? മക്കളെ എല്ലാവരും നോക്കിക്കേ. ഇത് വരയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നല്ല കൃത്യമായിട്ട് വരച്ചാലേ സാധനം കിട്ടത്തുള്ളൂ. ഒന്ന് ട്രൈ ചെയ്യാം. ഇതിൻ്റെ സ്ട്രക്ചർ നമ്മൾ കൃത്യമായിട്ട് വരയ്ക്കുമ്പോൾ ഇങ്ങനെ മുകളോട്ട് പോയി തിരിച്ചിങ്ങോട്ട് വന്ന് ഇതിൻ്റെ പിറകിലൂടെ ഇങ്ങോട്ട് വന്ന് പിന്നെ ഇങ്ങോട്ട് തിരിച്ചു വന്ന് ദെൻ ഇത് ഇങ്ങോട്ട് വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്ത് ഓൾമോസ്റ്റ് ഇങ്ങനെ സ്ട്രക്ചറാണ്. എന്നാലും ഫോൾഡ് ചെയ്ത് വെക്കുകയാണ് മക്കൾ. അതായത് ഇങ്ങനെ ഉണ്ടായിരുന്ന പ്ലെയിനെ എന്ത് ചെയ്യാണ്, ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. മനസ്സിലായിട്ടുണ്ടോ സാധനം? സ്ട്രക്ചർ മനസ്സിലായോ? ഓക്കെ, ഇങ്ങനെ സാധനം ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നു. അപ്പം ഇങ്ങനെ സാധനം കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല, പേടിക്കേണ്ട ആവശ്യമില്ല. പേടിക്കേണ്ടെന്ന് പറയാനുള്ള റീസൺ എന്താ വെച്ചാൽ ഇതിൻ്റെ പേരിടൽ വളരെ സിമ്പിളാണ്. കാണുമ്പോൾ വലിയ എന്തോ സംഭവമാണെങ്കിലും ആക്ച്വലി എന്ത് സാധനം, ഇത് ഈ ഒരു സാധനം, അതായത് ഏത് സാധനം ഇതാ നോക്കിയേ, ഇവിടെ ഒരു കാർബണാറ്റമുണ്ട്, ആൻഡ് അഗെയിൻ ഇവിടെ സാധനമുണ്ട്. അതേപോലെ തന്നെ 2 സാധനങ്ങൾ എന്ത് ചെയ്താണ് ഇങ്ങനെ മടക്കി ഇങ്ങനെ വെച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ ഇതേപോലെ ഉണ്ട്, വേറെ കളറിൽ കാണിക്കാം മക്കളെ. ഇവിടെ ഒന്നുണ്ട് അല്ലേ? അതേപോലെ സെൻട്രൽ അറ്റാച്ച്മെന്റ് കാർബണാറ്റ്, ഇത് ഇങ്ങനെയാണ് അറ്റാച്ച്മെന്റ് കാണിച്ചു തരാം മക്കളെ. ഇതൊന്നും കണ്ട് ഇത് നമ്മൾ പേടി ജസ്റ്റ് കാണിച്ചത് മാത്രമേ ഉള്ളൂ. ഇത് ആക്ച്വലി എന്താണ്, ഔട്ട് ഓഫ് ബോക്സ് ആണ്. ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം. ഇവിടെ ഒരു കാർബണാറ്റം ഉണ്ട് ഇവിടെ. അപ്പോൾ ഇതിങ്ങനെ എന്ത് ചെയ്യുക, ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. സോ വരുന്ന സമയത്ത് എന്ത് പേരിടും, ബൈസൈക്ലോ 2 സൈക്കിൾ കോമ്പൗണ്ടിലാണ്. ബൈസൈക്ലോ അറ്റാച്ച്മെന്റ് ഇവിടെ 2 കാർബണാറ്റങ്ങളുണ്ട്. അപ്പോൾ ഇതാണ് സെൻറ്റർ വരുന്നത്. അപ്പോൾ 2 അറ്റാച്ച്മെന്റ് ഇവിടെ 2 2,2. ഇടയിൽ എന്തുണ്ട് മക്കളെ, ഈ ഒരു കാർബണാറ്റം ഉണ്ട്. സോ 2,2,1 ഹെപ്റ്റേൻ എന്ന് പറയും. മൊത്തം 7 ഉണ്ട്. സോ ദാറ്റ്സ് തിങ്. ജസ്റ്റ് ഇത് അറിഞ്ഞിരുന്നാൽ മതി. കണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പേടിക്കേണ്ട, അത് ഔട്ട് ഓഫ് ബോക്സ് ആണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മാത്രം മതി. ജസ്റ്റ് അറിഞ്ഞിരിക്കൽ, ഓൺലി ഫോർ അറിഞ്ഞിരിക്കലാണ്, വേറെ ഒന്നും വേണ്ട. അപ്പോൾ അതുപോലെ ഒന്നും കൂടി ഒന്ന് പറഞ്ഞുതരാം. ജസ്റ്റ് അറിഞ്ഞിരിക്കാൻ വേണ്ടി, നിങ്ങൾ എവിടെയും പ്രീവിയസ് ഗൈഡൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ കാണുമ്പോൾ പേടിക്കാതിരിക്കാനും വേണ്ടി മാത്രമാണ്. ഇത് ഡാഷ് ആൻഡ് വെഡ്ജ് മെത്തേഡിൽ ഇങ്ങനെ കാണാൻ പറ്റും നിങ്ങൾക്ക്. നമ്മുടെ സോളിഡ് വെഡ്ജാണ്. അതേപോലെ ഇതും സോളിഡ് വെഡ്ജാണ്. കാണുമ്പോൾ പേടിക്കാതിരിക്കുന്നത്, ഇന്ന് ഈ ചോദ്യം കാണുമ്പോൾ പേടിക്കാതിരിക്കാൻ വേണ്ടി മാത്രം, അല്ലാതൊന്നുമല്ല. നിങ്ങൾ ബേസിക്കായി ഞാൻ പറഞ്ഞ സാധനങ്ങൾ മാത്രം നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഫുള്ള് മാർക്ക് കിട്ടാൻ പറ്റും. ആൻഡ് ഇവിടെ ഡാഷ്. അപ്പോൾ ഇങ്ങനെ ഒരു സാധനമാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ, ഇങ്ങനെ ഒരു സംഭവം കണ്ടാൽ അപ്പോൾ ഇതെന്താ സാധനം, ഇതിന്റെ പേരെന്താ വിളിക്കുക, ഇതിന്റെ പേരെന്താണ്, ദിസ് നെയിം, ഈ ഒരു കോമ്പൗണ്ടിന്റെ പേരെന്തായിരിക്കും, പറ, എന്തായിരിക്കും പേര്? ഇതൊരു ബൈസൈക്ലിക് കോമ്പൗണ്ടാ. ബൈസൈക്കിൾ കാരണം എന്താ വെച്ചാൽ ഈ ഒരു കാർബണാറ്റം നമ്മൾ നോക്കി, എല്ലാവരും നോക്കിയേ, ഈ ഒരു കാർബണാറ്റം, ഏത് കാർബണാറ്റം, ഇതാ ഈ ഒരു കാർബണാറ്റം, ഇവിടെയുള്ള കാർബണാറ്റം ഇതുമായിട്ട് ഇങ്ങനെ അറ്റാച്ച് ചെയ്തിരിക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു കാർബണാറ്റം ഇവിടെ അറ്റാച്ച്മെന്റ് ഉണ്ട്. ദെൻ ഇവിടെ ഒന്നുണ്ട്. ഇതാണ് സെൻട്രൽ കാർബൺ, ഇതാണ് അറ്റാച്ച്മെന്റ് ഉള്ളത്. അപ്പോൾ 2 കാർബണാറ്റം എന്തുണ്ട്, റൈറ്റ് സൈഡിലുണ്ട്. അതേപോലെ 2 കാർബണാറ്റം ഇവിടെ ലെഫ്റ്റ് സൈഡിലും ഉണ്ട്. സെൻട്രൽ ആരുണ്ട്, സെൻട്രൽ ഇവനുമായിട്ട് അറ്റാച്ച്മെന്റ് ഉണ്ട്. അതായത് ഇവിടെ മുട്ടിയിരിക്കുക. ആക്ച്വലി കറക്റ്റ് പറയുകയാണെങ്കിൽ ഇവിടെ ഇങ്ങനെ ഓൾമോസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ മുട്ടിയിരിക്കുകയാണ്.
ഓക്കെ, ഇവിടെ ഒരു കാർബൺ ആറ്റം കൂടി ഉണ്ട്. മനസ്സിലായോ മക്കളെ? മനസ്സിലായോ? യെസ്. അപ്പോൾ മൊത്തം ലെഫ്റ്റിൽ 2, റൈറ്റിൽ 2, സെൻട്രൽ എന്താ? സെൻട്രൽ 1 ഉണ്ട്. സെൻട്രൽ എന്തുണ്ട്? സെൻട്രൽ 1 ഉണ്ട്. സോ ഇതൊരു ബൈസൈക്കിൾ കോമ്പൗണ്ട് നിങ്ങൾ എടുക്കുക. സോ ബൈസൈക്ലോ ബ്രാക്കറ്റ് ഇടുക. ലെഫ്റ്റിൽ 2, റൈറ്റിൽ 2, സെൻട്രൽ 1. മൊത്തം കാർബൺ എത്ര ഉണ്ട്? 2, 3, 7 എണ്ണം. സോ ഹെപ്റ്റൈൻ ആണ്. മാത്രമല്ല ഇവിടെ OH ഗ്രൂപ്പും ഉണ്ട്. സോ എന്താണ്? 2ലും 3ലും. സോ ഇവിടെ നമ്മൾ 1 ഇടുകയാണെങ്കിൽ 1, 2, 3. ഇപ്പോൾ 2ലും 3ലും എന്തുണ്ട്? 2,3 ഡയോൾ എന്ന് ചെയ്ത് കൊടുക്കാം. മക്കളെ ഇതൊക്കെ ഒരു ഔട്ട് ഓഫ് ബോക്സ് അല്ലെങ്കിൽ ഒന്ന് എക്സ്ട്രാ ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, ഇന്ന് കണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഫോർ എന്താണ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമാണ്. സോ ഇത്രയുമാണ് നമ്മൾ നെയിമിങ്ങുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ ചെയ്തു നോക്കണം. അപ്പം നമ്മൾ അടുത്ത ഐസോമർസ് പറയാനുള്ളത്. അപ്പം ഐസോമർസ് എടുക്കാം. ഓക്കെ.